എന്നെ കാണുന്നുണ്ടോ? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. തൊട്ടിമ്മൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഈ നാടിന്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടു കൂടി ഭംഗിയായി നിർവഹിച്ചു പോവുകയാണ്. ഭക്തജനങ്ങളെല്ലാം അതിന്റെ സന്തോഷത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള സങ്കടങ്ങൾ ഇടയ്ക്ക് വരും. ആ സങ്കടങ്ങളെല്ലാം ഭഗവാൻ തരണം ചെയ്തു തരും എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വന്നപ്പോൾ കേട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഘടനകൾക്കെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കുറച്ച് സ്ഥലം കൂടി അത്യാവശ്യമുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അല്ലേ? നിങ്ങൾ പറഞ്ഞല്ലേ? അപ്പൊ അത് ഇന്നത്തെ ക്ഷേത്ര ഭരണസമിതി ഇന്നത്തെ നല്ല 10-12 കൊല്ലമായി അത്തരത്തിലുള്ള ഒരു സ്ഥലമൊക്കെ നമുക്ക് സമ്പാദിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെല്ലാ ഭക്തജനങ്ങളും വലിയ പൈസക്കാരായതുകൊണ്ട് പെട്ടെന്ന് വാങ്ങാൻ പറ്റൂലല്ലോ. പക്ഷെ ഇപ്പൊ അതിന് സമയമായിട്ടുണ്ട് എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. ഭഗവാൻ അതിനുള്ള അവസരമായിട്ടുണ്ട്. ഓരോന്നിനും അതിന്റെ സമയം ഉണ്ടല്ലേ അമ്മേ? അങ്ങനെയല്ലേ? അപ്പൊ സമയമായിട്ടുണ്ട് എന്നുള്ള ലക്ഷണത്തിലാണ് ഇവരൊരു എത്ര ദിവസം നമ്മൾ അവധി കണക്കാക്കുന്നത്? 2 മാസത്തിനുള്ളിൽ മുന്നിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന, അത് ശരിക്കും ക്ഷേത്രത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അത് തന്നെയാണ് അല്ലെ? നമുക്ക് കൊടിമരവും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ട സ്ഥലമാണ്. അത് നമുക്ക് അതിന്റെ ഉടമ തരാനും തയ്യാറാണ്. പക്ഷെ ആ ഉടമയെ കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല. ഏകദേശം എനിക്ക് മനസ്സിലായപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് പ്രതിഫലം കൊടുത്ത് തന്നെ വാങ്ങേണ്ടവരാണ്. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ചോദിക്കും അല്ലേ? അത് നമ്മുടെ ഒരു കടമയാണ്. അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഉള്ള ആളുകളാണ് എവിടെ ഇരിക്കുന്നത്. കമ്മിറ്റിക്കാർ മാത്രമല്ല അമ്മയൊക്കെ എങ്ങനെയാ കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ ആ കാര്യത്തിൽ പങ്കുവഹിക്കണം. ശരിയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ, പ്രത്യേകിച്ച് ഭഗവത് കാര്യത്തിലാണെങ്കിൽ അതിന്റെ 10 ഇരട്ടിയായി തിരിച്ചു കിട്ടുന്ന. ഇപ്പൊ ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു ചൊല്ലുണ്ട്, 1 ഇഞ്ചിൽ കൂടി അങ്ങോട്ട് കൊടുത്താൽ 10 ഇഞ്ച് പൈപ്പ് കൂടെ ഇങ്ങോട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താലും, ഒരു സാധാരണ മനുഷ്യന് സേവനം ചെയ്താലും അതിന്റെ പ്രതിഫലം നമുക്ക് ഇരട്ടികളായി നമ്മൾ അറിയാണ്ട് തന്നെ പല വഴിയിൽ വന്നു ചേരും. ശരിയല്ലേ? എനിക്ക് ഉദാഹരണം വേണമെങ്കിൽ പറയാനുണ്ട്, അതുകൊണ്ടിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നല്ല കാര്യം നിർവഹിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സർവാത്മന സഹകരിക്കണം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് തികയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ളവരോട് കണ്ടിട്ടും നമ്മൾ പറഞ്ഞൊക്കെ വാങ്ങണം. ഇന്ന് അങ്ങനെ ഒരു അതിഥിയുടെ വന്നിട്ടുണ്ട്, ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ഇതിന്റെ കമ്മിറ്റിക്ക് ഉള്ളത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ധാരാളം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം എത്രയും സാധ്യമാകാൻ വേണ്ടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം, ഈ തൊട്ടിയമ്മക്കാർ നല്ല ഭാഗ്യമുള്ളവരാണ് അല്ലേ? ബാക്കിലിരിക്കുന്നവരൊക്കെ വർത്തമാനം പറയില്ലേ? മിണ്ടാവൃതമൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാരും സംസാരിക്കൂലേ? ഞാൻ അങ്ങോട്ട് ഇടയ്ക്ക് വരും ചോദിക്കാൻ വേണ്ടി. ഈ മുന്നിലിരിക്കുന്ന ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് അവരോട് തന്നെ ചോദിക്കാൻ വേണ്ടി. ശരിയല്ലേ? ഒളിച്ചിരിക്കാല്ലേ ചോദിക്കാതിരിക്കാൻ വേണ്ടി? ഇവിടെ വരൂലേ? ജോലി ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ഭാഗ്യം ചെയ്തവരാണെന്ന് പറയാൻ കാരണം, നമ്മുടെ ദേവൻ തീർച്ചയായിട്ടും നമ്മളെല്ലാം പ്രത്യേകിച്ച് പരിപാലിക്കുന്ന ദേവനാണ്. സ്ഥിതിയുടെ ദേവനല്ലേ? അല്ലെ? ഈ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ സംരക്ഷിക്കുന്ന, ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതിന് ഏറ്റവും അധികം താല്പര്യം എടുക്കുന്നതാണ് മഹാവിഷ്ണു അല്ലെ? സ്ഥിതിയുടെ ദേവനല്ലേ? അപ്പൊ ആ ഭഗവാനാണ് നമ്മളെ കാത്തു സംരക്ഷിക്കുന്നത്, നമുക്ക് അനുഗ്രഹം തരുന്നത്, നമുക്ക് ഐശ്വര്യം തരുന്നത്, നമുക്ക് എല്ലാ തരത്തിലുള്ള പുരോഗതി തരുന്നത്, ഒടുവിൽ മോക്ഷവും. അതൊക്കെ തരാനുള്ള എല്ലാ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്ന ദേവനാണ് നമ്മുടെ വിഷ്ണു ഭഗവാൻ. വിഷ്ണു ഭഗവാൻ വസിക്കുന്നത് പാലാഴിയിലല്ലേ? ആണോ? അല്ലേ? ഭഗവാന്റെ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഇവിടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം അറിയില്ലേ? അവിടെ പോയിട്ടുണ്ടാവില്ലേ? പോയിട്ടുണ്ട്. അതുപോലെ ഭഗവാന്റെ ആ വിഗ്രഹം എങ്ങനെയാണെന്നൊക്കെ അറിയാലോ അല്ലേ? അനന്തനിലല്ലേ ശയിക്കുന്നത്? പാലാഴിയിൽ അനന്തനിലാണ് ശയിക്കുന്നത്. അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാൻ വിചാരിച്ചു, പക്ഷെ അതല്ല. ചുരുക്കി പറഞ്ഞാലും ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിന്റെ നിഗൂഢത, നമുക്ക് പണ്ടെങ്ങാണ്ട് പഠിച്ചൊരു ചൊല്ലുണ്ടായിരുന്നല്ലോ, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന തൊട്ടിമക്കാർ കഥയൊന്ന് കണ്ടു. അങ്ങനെയല്ലേ? അല്ലേ? എല്ലാരും അങ്ങനെ തന്നെ. ആർക്കും അറിയില്ല, ഇപ്പോഴും മനുഷ്യൻ അറിയില്ല. സത്യം പറഞ്ഞ ഈ ഭൂമിയുടെ ഉള്ളിൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയോ? നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. അറിയുന്നവര് പറയും.
ഈ ഭൂമിയുടെ ഉള്ളിൽ എന്താ ഉള്ളത്? അത് പോയി നോക്കിയിട്ടില്ല. ഈ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ട് ഇതുവരെ പോയി നോക്കിയില്ല. എന്താ കാര്യം? ആ മാളികപ്പുറം പറഞ്ഞു. നിങ്ങൾക്കറിയാമോ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താ എംബോഷൻ എഴുതിക്കാം അല്ലേ? എന്താ ഭൂമിയുടെ ഉള്ളില്? അഗ്നിപർവ്വതം പൊട്ടാന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ഇപ്പൊ നമുക്ക് ഈ മൊബൈലൊക്കെ കിട്ടുമല്ലോ അല്ലേ? ജപ്പാനിലും അതുപോലെ പല രാജ്യങ്ങളിലൊക്കെ അഗ്നിപർവ്വതം പൊട്ടുന്ന എപ്പോഴെങ്കിലും വീഡിയോ സിനിമ പോലെ മൊബൈലിൽ എങ്ങനെ കണ്ടിട്ടുണ്ടോ? തീമഴ തുപ്പിയിട്ട് ഇങ്ങനെ ഉരുകി ഒഴുകി വരുന്നത് കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ തലയാട്ടൂല. കാരണം ഞാനത് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ ചോദ്യമേ ചോദിക്കത്തില്ല, ഉത്തരവേ ചോദിക്കത്തുള്ളൂ. ലാവ എന്നല്ലേ അതിന്റെ പേര്? അമ്മ കേട്ടിട്ടുണ്ടോ ആ സംഭവം? ഇങ്ങനെ പൊട്ടി ഒഴുകി അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്താണോ വരുന്നത് അതല്ലേ ഉള്ളിൽ ഉണ്ടാവുക അല്ലേ? അങ്ങനെ ശാസ്ത്രജ്ഞർ പറയുന്ന അവിടെ തിളച്ച് മറിഞ്ഞ് ഉരുക്കി ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൽ പുറത്ത് വന്നു കഴിഞ്ഞിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കല്ലുണ്ട്. അപ്പൊ അവര് പറയും അതിനകത്ത് ശിലയുണ്ട്, ആഗ്നേയ ശില. ഇവിടെ പാറയൊക്കെ ഇല്ലേ, പിന്നെ സ്വർണ്ണം, അതുപോലെ എല്ലാ സാധനം അതൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷെ അവിടെ പോയി നോക്കിയില്ലല്ലോ, അപ്പൊ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ലല്ലോ. ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ഇത്ര അടി താഴെ എന്നൊക്കെ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. അത് പിന്നെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ മാറ്റി പറയും ഇല്ലേ? അത് ഈ നമ്മുടെ സൗരയൂഥം എന്ന് കേട്ടിട്ടുണ്ടോ? സൂര്യനും ചുറ്റുന്ന ഗ്രഹങ്ങളും ഞാൻ പഠിപ്പിക്കുമ്പോൾ 9 ആയിരുന്നു. ഒരുത്തരെ ഈ അടുത്ത കാലത്ത് ചവിട്ടി പുറത്താക്കി. പ്ലൂട്ടോയോട് പറഞ്ഞു ഇട്ടോ പൊക്കോളാൻ പറഞ്ഞു. കേട്ടില്ലേ അത്? ഇപ്പൊ 8 ഗ്രഹങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ കൃത്യമായിട്ട് അറിയില്ല എന്നുള്ള ഏതോ ഒരു കവിയുടെ പേര് ഞാൻ പറഞ്ഞു. ആ കവി എഴുതിയത് സത്യമല്ലേ? ശരിയല്ലേ? എന്താണ്? അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ന് കണ്ടു. ടീമക്കാർ മാത്രമല്ല, ഞാനും അത് തന്നെ സ്ഥിതി. ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ള നിഗൂഢതകളൊക്കെ വെളിപ്പെടുത്തുന്നതിന് അറിവുള്ളവർ എവിടെയുണ്ട്? ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഋഷീശ്വരന്മാർ. അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേപോലുള്ള ഈശ്വരാവതാരങ്ങൾ കാലാകാലങ്ങളിൽ അവതാരങ്ങൾ വരാറില്ലേ? നമ്മളെ നോക്കാൻ വേണ്ടി നേരിട്ട് അവതരിക്കുന്ന ഭഗവാൻ ഏതാ? ശിവഭഗവാനാണോ? വിഷ്ണു ഭഗവാനാണോ? ആരാ? വിഷ്ണു ഭഗവാനല്ലേ? എത്ര അവതാരം എടുത്തിട്ടുണ്ട് ഭഗവാൻ? അവതാരം എടുത്തു വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട അവതാരങ്ങൾ ഒരുപാട് അവതാരങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങൾ എത്ര ഉണ്ട്? 10 ഉണ്ട്. അതിൽ 9 വന്നില്ലേ? ഈ 10 അവതാരങ്ങൾക്ക് ഭംഗിയായിട്ടൊരു വാക്ക് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു? അത് ബാക്കിലിരിക്കുന്നവർ പറയുന്നില്ല എന്ന്. അതെന്താ അങ്ങനെ? ഞാൻ എന്ത് തെറ്റാ ഇത്? നിങ്ങൾ പറയും. അങ്ങോട്ട് വരണോ? വിളിച്ചു പറയില്ലേ? നമ്മളുടെ ഉദ്ദേശം, ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയാം. നിങ്ങൾ കേട്ടിരിക്കുന്നു, ഞാൻ പറയുന്നു. അങ്ങനെയല്ല, നിങ്ങളും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ സമയം പോകുന്നത് ഒന്നും അറിയാണ്ട് കുറച്ചിങ്ങനെ കുറച്ച് വർത്താനം പറയുന്ന രീതിയിൽ പോവില്ലേ നല്ലത്. അല്ലാണ്ട് ഞാനിങ്ങനെ ഗൗരവത്തിൽ പ്രഭാഷണം ഇങ്ങനെ വലിയ തത്വങ്ങളൊക്കെ പറയാം, നിങ്ങൾ കേട്ടിരിക്കുക, ഇടയ്ക്ക് വായിച്ചു നോക്കുക. ഈ ചങ്ങാതി എപ്പോഴാ നിർത്തുക? അതെനിക്ക് ശരിയാവൂല. കുറച്ചേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് പറയുമ്പോൾ അതിന്റെ സുഖം വേറെ. ശരിയല്ലേ? നോക്കല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എവിടെയാണ്? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രീശ്വരന്മാരുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ തന്നെ അവതാരം എടുത്ത് വരാറുണ്ട് അല്ലേ? യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സുജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന അല്ലേ? ഭഗവാൻ യുഗങ്ങൾ തോറും എന്ത് ചെയ്യും? വേണ്ടി വന്നാൽ അവതരിക്കും. എന്തിനാണ്? ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മം സംരക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ പരിത്രാണായ സാധുക്കൾ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്നവരെയൊക്കെ കൈപിടിച്ച് ഉയർത്താനും കുഴപ്പം കാണിക്കുന്നവരെ തലയ്ക്കൊന്ന് കൊടുക്കാനും. ആ തലയ്ക്ക് കൊടുത്ത ഒരു ഉദാഹരണം പറയാം. ഭഗവാൻ വന്നിട്ട് തന്നോട് ഞാൻ കുറെ കാലമായി പറയുന്നില്ല, ഈ മനുഷ്യരെയും ജീവജാലങ്ങളെ ഉപദ്രവിക്കരുത്, 2 എണ്ണം ഇട്ട് കൊടുത്തു. അതാർക്കാ? ചെവിക്ക് കൊടുത്ത്. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഈ അമ്മ പറയല്ലോ. ഈ അമ്മ എന്താ പറയുന്നില്ല? അങ്ങനെ വന്ന അവതാരത്തിന്റെ പേര് പറഞ്ഞാൽ ഞാൻ പറയും കേട്ടോ. പിന്നെ അതെന്താ അങ്ങനെ പറഞ്ഞു ചോദിക്കും. ബൈക്കിലിരിക്കുന്നവർക്ക് അറിയത്തില്ല ആദ്യത്തെ അവതാരം ഏതാ? അങ്ങനെ ഓരോന്ന് നോക്കിയാല് ചെവിക്ക് പിടിക്കാമെന്ന അവതാരം ഏതാ? പ്രധാനമായിട്ടും മാളികപ്പുറം പറഞ്ഞത് ആരായിരുന്നു അവതാരം? അല്ല, അവതാരം നരസിംഹമൂർത്തി അല്ലേ? പിന്നെ ശ്രീരാമനെ അറിയില്ലേ? ശ്രീരാമൻ ആരെയാ മര്യാദ പഠിപ്പിച്ചത്? സീതാദേവി. പിന്നെ അറിയാത്തോണ്ടാണ് എന്നോട് പറയാത്തത്. ഇവർക്കെല്ലാം അറിയാം, അവർ മിണ്ടുന്നില്ല. പേര് പറയാൻ പറ്റൂലല്ലേ? ഈ ചങ്ങാതി എന്നെ പറ്റിച്ചു. ശരിയാണോ? അല്ലേ? കൃഷ്ണ ഭഗവാനോ? കംസനെ. അത് അപ്പൊ ശരി, അറിയുന്നല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ വരും. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനാണ് നമുക്ക് സ്വന്തമുള്ളതെന്ന് പറയുമ്പോൾ വലിയ അനുഗ്രഹമാണ്. നമ്മളെ നിത്യവും നോക്കി നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഭഗവാൻ ഉണ്ടാവുക നമ്മുടെ നാട്ടിൽ. ഈ ചൈതന്യധന്യമായ കേന്ദ്രം നമ്മളെ സംരക്ഷിക്കുന്നു. നമ്മളെ കാവലാളായി നമ്മുടെ നാടിന്റെ അധ്യക്ഷനായി വർദ്ധിക്കുകയാണ് സ്ഥിതിയുടെ ദേവൻ. ആ ദേവൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ അനന്തനിലല്ലേ കിടക്കുന്നത്. അനന്തൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
അതിനൊക്കെ വലിയ അർത്ഥമുണ്ട്. ഈ ദൈവം ഇങ്ങനെ അവതാരം എടുത്തത്, ആ രൂപം ധരിച്ചതും പേര് കൊടുത്തതും വെറുതെ അല്ല, വെറുതെ ഒരു പേരിട്ടതല്ല. അല്ലെങ്കിൽ രൂപം എന്തുകൊണ്ട് അങ്ങനെ എടുത്തത്, അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്താനാണ്. അനന്തൻ എന്ന് പറഞ്ഞാൽ അനന്തം, അനന്തം അജ്ഞാതം നമ്മൾ പറഞ്ഞില്ലേ, അനന്തത. നമുക്ക് ഇപ്പൊ മേലോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ വരെ എത്തും നമുക്ക് അറിയില്ലല്ലേ എന്ന് പറഞ്ഞ പോലെ അനന്തതയുടെ പ്രതീകമാണ് അനന്തൻ. പിന്നെ തന്നെയല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്കൂൾ പഠിച്ചവർ മാത്രമേ ഇപ്പോഴും ഇങ്ങനെ ഈ ഭൂമിയും എല്ലാം ചേരുന്ന സൗരയൂഥവും അതുപോലെ തന്നെ മൊത്തം പ്രപഞ്ചം ഇങ്ങനെ ദീർഘവൃത്താകൃതിയിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതാണ്, അങ്ങനെയല്ലേ അനന്തൻ കിടക്കുന്നത് അല്ലേ? അല്ലെ ഒന്നുകൂടെ വീട്ടിൽ പോയി നോക്കിക്കോ. ഇപ്പൊ ഒന്നും അങ്ങനത്തെ ഒന്നും നമുക്ക് കിട്ടാനില്ല. പണ്ടാണെങ്കിൽ ഈ നല്ല തുടുപ്പീടിയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആളൊക്കെ ഇവിടെ ഇപ്പോഴുണ്ട് കേട്ടോ. അവര് നേരത്തെ നല്ല കലണ്ടർ അടിച്ചു തരുമായിരുന്നു, ഇപ്പൊ അവർ തരത്തില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലേ? നമ്മുടെ ദേവീദേവന്മാരുടെ ഒക്കെ നല്ല കളർഫുൾ കലണ്ടർ അടിച്ചിട്ട് തുടുപ്പീടിയക്കാർ തരൂലായിരുന്നോ? ഇല്ലേ? ഇപ്പൊ ഒരു ഒറ്റൊന്നും തരത്തില്ല. എന്താ അമ്മ ഇവരിങ്ങനെ പൈസ ലാഭം കുറഞ്ഞിട്ടായിരിക്കും അല്ലേ? ഇപ്പൊ എല്ലാം ഡേറ്റ് കലണ്ടർ അടിക്കുന്നത് അല്ലേ? നമുക്ക് അവർക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് കൊടുക്കലുണ്ട്. ക്രിസ്തീയ മേഖലയാണെങ്കിൽ ക്രിസ്തുവിനെ കൊടുക്കാറുണ്ട്, മാതാവിന്റെ ഒക്കെ എല്ലാവരും കൊടുക്കലുണ്ട്. ഇപ്പൊ പിന്നെ അതിന് നല്ല ചെലവുണ്ട്. ഒരു കലണ്ടർ കളർഫുൾ ആയിട്ട് അടിക്കണമെങ്കിൽ ഇവരോടൊക്കെ ചോദിച്ചറിയാം, ഒരുപാട് നമ്മുടെ നോട്ടീസിന് എത്ര പൈസ ആവുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള വലിയ ചെലവ് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ലാഭമൊക്കെ കുറഞ്ഞ് കച്ചവടം കുറഞ്ഞ് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇല്ലേ, അതല്ല നമ്മുടെ വിഷയം. അതല്ലാട്ടെ. അപ്പൊ അങ്ങനെ ഇനി നമുക്ക് ഇത് അറിയില്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ എല്ലാം ഈ മൊബൈലിൽ കിട്ടും, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഏത് ദേവീദേവന്മാരുടെയും അതുപോലുള്ള വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ, സന്ദേശങ്ങളെല്ലാം അതിലുണ്ട്. അതുപോലെ അപ്പൊ അങ്ങനെയാ ആനന്ദമായിട്ടുള്ള അനന്തന്റെ പ്രതീകമായി കിടക്കുന്ന അതിലാണ് ഭഗവാൻ ശയിക്കുന്നത്. പിന്നെ ഈ പ്രകൃതിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ വേണ്ടത് ഐശ്വര്യമാണ് കേട്ടോ. വേണ്ടേ? അതിനല്ലേ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചത്, കാത്തോളണേ, സങ്കടങ്ങളൊക്കെ തീർക്കണേ. ആ ഐശ്വര്യത്തിന് ഒരാൾ കൂടെ ഉണ്ട്, ഐശ്വര്യ ദേവത ലക്ഷ്മി ദേവി ഇല്ലേ ഭഗവാന്റെ കൂടെ ഇല്ലേ? അപ്പൊ അങ്ങനെ അതാണ് അങ്ങനെ അനന്തതയുടെ നിറമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ അനന്തന് 5 പത്തിയുണ്ട്, ശരിയല്ലേ? ആ 5 പത്തി എന്താണ്? ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന 5 വസ്തുക്കൾ കൊണ്ടാണ്. അത് ആരിലുള്ളതാണ്? ഭഗവാനിലുള്ളത്. ഭഗവാൻ ആരാണ്? പരമാത്മ സ്വരൂപനാണ്. എന്ന് പറഞ്ഞാൽ എന്താ? പരമാത്മാവ്, പരബ്രഹ്മം. അറിയില്ലേ? അറിയാം. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടായതൊക്കെ ഇതിൽ നിന്നാണ്? പരബ്രഹ്മത്തിൽ നിന്നാണ്. പരബ്രഹ്മം അതാണ് നമ്മുടെ ദൈവം കേട്ടോ. ശരിക്കും നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. ഏകം സത് വിപ്രാം ബഹുദാവദന്തി കേട്ടുണ്ടോ? സത്ത് അഥവാ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരന് വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ്. ഉദാഹരണത്തിൽ നമുക്ക് നല്ല എളുപ്പമാണ്. വിഷ്ണു ഭഗവാൻ ഉള്ളതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആര് തന്നെയാ? വിഷ്ണു ഭഗവാൻ തന്നെ. നരസിംഹമൂർത്തി ആര് തന്നെയാ? അപ്പൊ മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള അവതാരങ്ങളായിട്ട് ഭഗവാന്റെ വിവിധ ഭാവങ്ങൾ, രൂപങ്ങൾ ദേവീ ദേവന്മാരായിട്ട് പ്രത്യക്ഷപ്പെടുന്നതാണ്. ശരിക്കും ദൈവം എത്ര ഉണ്ട്? ഒരു ദൈവമുണ്ട്, അതാണ് പരബ്രഹ്മം. അപ്പൊ ആ പരബ്രഹ്മത്തിൽ എന്തുണ്ട്? പഞ്ചഭൂതങ്ങളുണ്ട്. പഞ്ചഭൂതങ്ങൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പഞ്ചഭൂതങ്ങൾ അറിയാത്ത ആരെങ്കിലും ഇവിടെ ഇപ്പൊ ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി വിചാരിച്ചിട്ടാ. പറയണം, ഓർമ്മപ്പെടുത്തണല്ലേ, മറന്നു. അറിയുന്നവരുണ്ട്, ചിലർ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. അങ്ങനെ അതാണോ ഇതാണോ സംശയമുണ്ട്. അങ്ങനെയാണ് ഇതാ ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം. ഇതെത്ര ഉണ്ട്? മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്നൻ പിണ്ടത്തിനമതു നൽകി വളർത്ത ശംഭോന്ന്. പിണ്ടനന്ദി എന്ന് പറഞ്ഞ കൃതിയുണ്ട്. അതിൽ നമുക്ക് ജന്മം തന്ന ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതാണ്, നന്ദി പറയുന്ന. എന്താണ്? മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും. ഞാനീ പറഞ്ഞ 5 പേരുണ്ട്. മണ്ണ്, ഭൂമി, ജലം, ജലം തന്നെ. പിന്നെ അമ്പരം, ആകാശം, കനല്, അഗ്നി, പിന്നെ എന്താ പറയേണ്ടത്? കാറ്റ്, വായു. മനസ്സിലായോ? ഈ പ്രപഞ്ചം മുഴുവൻ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന 5 വസ്തുക്കളാണ്. അതിന്റെ പേരെന്താ? പഞ്ചഭൂതങ്ങൾ. നിങ്ങളുടെ ശരീരത്തിൽ ഇത് വല്ലതും ഉണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ആർക്കാ ഇല്ലാത്തവർക്ക് കൊടുക്കണം. ഈ 5 വസ്തുക്കൾ ഉണ്ടോ സഹോദര? ഞങ്ങൾക്ക് അത് കയ്യിലുണ്ട്. ഞാനിപ്പോ ഇവിടെ വരുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു വിശന്നിട്ട് കത്തുന്നു. അപ്പൊ തീയുണ്ടല്ലേ? ശരിയല്ലേ? ഈ അമ്മയാണ് പറഞ്ഞ്? അല്ലല്ലേ? ചുമ്മാറേട്ട വഴക്കുണ്ടാക്കില്ലേ? അപ്പൊ എന്താണ് പറഞ്ഞത്? അങ്ങനെ ശരിയല്ലേ? ശരീരത്തിലൊക്കെ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ചൂടളക്കുന്ന ഒരു സാധനമില്ലേ? ഇങ്ങനെ ഇത്ര നീളത്തിൽ ആശുപത്രി ചെന്നാലും അതിൽ ചൂട് കാണിക്കുന്നില്ലേ? അത് ചൂട് കൂടിയാൽ 100, 102 എന്നൊക്കെ പറയാൻ നമ്മൾ എടുത്ത് ആശുപത്രി കൊണ്ടുപോകും. അപ്പൊ ഊഷ്മാവ്, തീ, അല്ല അഗ്നി നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. ജലം ഉണ്ടെന്ന് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതും വിശദീകരിക്കുന്നില്ല. മണ്ണും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന 5 വസ്തുക്കൾ കൊണ്ടാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ 5 വസ്തുക്കൾ കൊണ്ട് തന്നെയാണ്. അതിന്റെ പ്രതീകമാണ് ഈ അനന്തന്റെ 5 പത്തികൾ.
ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതല്ല, ഞാൻ ഇന്ന് അതല്ല പറയാൻ വിചാരിച്ചത്. അതൊക്കെ എപ്പോഴും പറയുന്ന കാര്യമല്ലേ. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ഒരു ഭഗവാനല്ലേ നമുക്ക് സ്വന്തമായിട്ടുള്ളത്. അപ്പൊ നമ്മളെ പരിരക്ഷിക്കുന്ന ഭഗവാൻ പറയുന്നുണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം പറയൂലേ. നമുക്ക് ഇഷ്ടം പോലെ ജീവിച്ചാൽ ഭഗവാൻ നമ്മളെ വന്നിട്ട് കുഴപ്പമില്ല മോനെ, നിനക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടായിക്കോട്ടെ എന്ന് പറയുന്നതാണോ, നമ്മൾ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നതാണോ നല്ലത്? ഏതാ നിങ്ങളുടെ ഇഷ്ടം? നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് എപ്പോഴാണ് മിഠായി വാങ്ങി തരാ? ഇനിയൊന്നും വാങ്ങി തരുമല്ലോ കേട്ടോ, ഇത്ര പ്രായമായിട്ട്. അല്ല പിന്നെ ഇനി അങ്ങോട്ട് വാങ്ങി കൊടുക്കണം. നമ്മൾ കുട്ടിയായിരുന്നപ്പോ നമുക്ക് മിഠായിയൊക്കെ വാങ്ങി തരുന്നത് എപ്പോഴാ? നമ്മൾ അവരെ സന്തോഷിപ്പിക്കുമ്പോഴല്ലേ, നല്ല മാർക്ക് വാങ്ങിച്ച് കാണിക്കുമ്പോഴല്ലേ, ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴല്ലേ. അപ്പം ഭഗവാൻ പറയും പോലെ അനുസരിക്കുന്നവരാണ് ആര്? ഭക്തജനങ്ങൾ. അങ്ങനെ അനുസരിക്കുമ്പോഴാണ് ഭഗവാൻ ഇഷ്ടം കൂടുതൽ തോന്നുക. അല്ലാത്തവരോട് വെറുപ്പുണ്ടോ ഭഗവാൻ? അതില്ലട്ടോ. ഈശ്വരൻ ആരോടെങ്കിലും ശത്രുത, വെറുപ്പോ, ദേഷ്യം ഉണ്ടോ? ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ കാക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാ? ഏറ്റവും ആദ്യം സന്തോഷിക്കുന്ന ആരെ പറ്റി ഓർത്തിട്ടാ? നല്ല ഭക്തരെ ഓർത്തിട്ടല്ലേ? ആണോ? അപ്പൊ നമ്മൾ നല്ല ഭക്തരാകുന്നല്ലേ കുറച്ച് നല്ലത്? അല്ലെങ്കിൽ ഭഗവാൻ വിചാരിക്കൂലേ, ഞാൻ ഇവിടെ ഈ അനുഗ്രഹം എല്ലാം കൊടുത്തിട്ടും അവർ ഇങ്ങനെയൊക്കെ ആണല്ലോ, മോശല്ലേ? അപ്പൊ ഭഗവാനെ വിഷമിപ്പിക്കരുത്. അപ്പൊ നമ്മുടെ ഉത്സവം, ആഘോഷം എല്ലാം എന്തിനു വേണ്ടിയാ? നമ്മുടെ നന്മയ്ക്കല്ലേ, ഭഗവാനല്ലല്ലോ. ഭഗവാനോട് നമ്മൾ അപേക്ഷിക്കുകയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ നല്ലതൊക്കെ തരണം, ഐശ്വര്യം ഉണ്ടാക്കി തരണം, സ്ഥലം വാങ്ങി തരണം, ആശുപത്രികളും കുട്ടിയെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ. ആ നന്മ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ നല്ല മനുഷ്യരായിട്ട് ഭഗവാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മനുഷ്യരായി നമ്മൾ മാറണം എന്ന് പറയാനാണ് ഞാൻ വന്നത്. ഓക്കെ അല്ലേ? അതാണ് നമ്മളോട് എങ്ങനെ ജീവിക്കാനാ പറഞ്ഞേക്കുന്നത്. ഒരുപാട് ഭഗവാൻ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് സത്യം വധ ധർമ്മം ചരാന്ന. സത്യം വധ എന്ന് പറഞ്ഞ എന്താ? സത്യം പറയണം തന്നെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് സത്യം സത്യം എന്ന് പറയാനാണോ? പിന്നെ സത്യം ജീവിതത്തിൽ പകർത്തണം എന്നല്ലേ? അതെ. ഈ സത്യം പകർത്തിയ ഒത്തിരി ഉദാഹരണങ്ങൾ. ഒരു മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ അല്ലെ, നമ്മുടെ രാഷ്ട്രപിതാവ്. അങ്ങേര് കുട്ടിയായിരുന്ന സമയത്ത് ഒരു മാഷ് കോപ്പി അടിക്കാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടെഴുത്ത് ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ? സ്കൂളിൽ കേട്ടെഴുത്ത് ഓർമ്മയില്ലേ? എഴുതിട്ട് ഓൾ സ്റ്റാൻഡപ്പ് ഫേസ് ടു ഫേസ് അല്ലേ? ഇപ്പൊ അതൊന്നും ഇല്ലല്ലേ. ഇപ്പൊ ആ രീതിയൊക്കെ മാറി. എന്നിട്ട് ഇങ്ങനെ എഴുതി വന്നപ്പോ ഏതാ തെറ്റിപ്പോയ വാക്കറിയാവോ? ആർക്കാ അറിയുന്നത്? ഓർമ്മയില്ലേ? കെറ്റിൽ. അത് സ്കൂളിൽ ഇൻസ്പെക്ടർ വിസിറ്റിന് വരൂലേ? നമ്മളൊക്കെ പഠിക്കുമ്പോൾ DO ആണ്, അതിന് മുമ്പ് ഇൻസ്പെക്ടർ എന്നോട്ടാ പറയുന്നത്. അങ്ങനെ അറിയാലോ അല്ലെ? ഈ വിസിറ്റിന് വന്നപ്പോ ഈ മാഷ് ഈ ഇൻസ്പെക്ടറുടെ മുമ്പിൽ എല്ലാ കുട്ടികളും ശരിയായിട്ട് എഴുതി കഴിഞ്ഞാൽ ആ മാഷക്ക് ഭയങ്കര ഗമയാ. കണ്ടോ, ഞാൻ നല്ല മാഷാട്ടോ. ആ ഗമ കിട്ടാൻ വേണ്ടിട്ട് നോക്കുമ്പോഴോ ഒരുത്തം തെറ്റിച്ച്. അത് നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാ. എല്ലാ വാക്കും ശരിയാ, ഒരെണ്ണം തെറ്റുള്ളൂ. കെറ്റിൽ സ്പെല്ലിങ് തെറ്റിപ്പോയി. അപ്പൊ അടുത്ത് വന്നിട്ട് നോക്കി എഴുതണം, നോക്കി എഴുതണം. അടുത്ത് നിൽക്കുന്നവര് നോക്കി എഴുതാനാ പറഞ്ഞു. അപ്പം ഈ കുട്ടി മനസ്സിൽ പറഞ്ഞു, എനിക്ക് പറ്റൂല സാറേ, ഞാൻ നോക്കി എഴുതൂല സാറേ എന്ന്. അപ്പൊ മനസ്സിലായോ? അങ്ങനെ പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ മാഷ് കാണാതെ കുഴപ്പടിക്കുന്ന ടീമാണേ. കുഴപ്പടിച്ചിറക്കി ഇവിടെ ഇരിപ്പില്ലേ? വേണ്ട, സത്യം പറയണ്ട, മോശം ഇല്ലേ? അതൊക്കെ ഒരു തമാശയായി കുട്ടി. അതിൽ വലിയൊരു കുഴപ്പമുണ്ടായിട്ടാണോ? അത് ചെറിയൊരു കാര്യം. അതങ്ങനെ ഒരു ചിന്തിച്ച് ഇനി അതിന്റെ പേര് പശ്ചാത്താപിക്കണം. അയ്യോ ഞാനെന്നാ മാഷ പറ്റിച്ചു, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അതുപോട്ടെ. അപ്പൊ ഈ ഗാന്ധി എന്ത് ചെയ്തു? ഉറച്ചു നിന്നു, എഴുതിയില്ല. അതുപോലെ നമ്മൾ എല്ലാ കാര്യത്തിലും സത്യസന്ധരാവണ്ടേ? ആവണം. അതാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരുപാട് കാര്യമില്ല. മറ്റൊന്ന്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന അവരന് സുഖത്തിന് വരണമെന്നാ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം. അതാണ് നമ്മുടെ ധർമ്മം. നമ്മളുടെ സുഖത്തിന് മാത്രമാണോ നമ്മൾ ഓരോ കാര്യവും ചെയ്യേണ്ടത്? നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റൊരാൾക്ക് കൂടി ഗുണമുള്ളതാവണം. നമ്മൾ ചെയ്യുന്നതുകൊണ്ട് വേറൊരാൾക്ക് അത് ഉപദ്രവമാകുമെങ്കിൽ നമ്മൾ ചെയ്യാമോ? ചെയ്യാൻ പാടില്ല. അത്രേ ഉള്ളൂ അല്ലെ? സ്വകീയ പ്രിയം അവരപ്രിയം, അവരപ്രിയം സ്വകീയ പ്രിയം ഇപ്രകാരമാകുന്ന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അവരപ്രിയം സ്വകീയ പ്രിയം. എനിക്ക് ഏതായിരിക്കണം പ്രിയങ്കരമാകേണ്ടത്? നിങ്ങൾക്കും പ്രിയങ്കരമായതായിരിക്കണം. നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യം ഞാൻ ചെയ്താൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപദ്രവമായില്ലേ? അത് തെറ്റല്ലേ? എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ, എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ഈശ്വരൻ ആരാണ്? അഥവാ ഈ ജീവൻ ആരാണ്? ജീവാത്മാവിന്റെ രൂപത്തിൽ. ജീവാത്മാവിന്റെ രൂപത്തിലാണല്ലോ ഈശ്വര ചൈതന്യം നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്നത് അല്ലെ? ഈ ജീവൻ പോയാലോ, അഥവാ ഈ ആത്മാവ് പോയാലോ പിന്നെ നമ്മൾ ജഡമായി അഥവാ ശവമായി അല്ലെ? അപ്പൊ പിന്നെ ഒന്നും കൊള്ളൂല. അപ്പൊ ശരിക്ക് നിങ്ങളുടെയും എന്റെയും ഉള്ളിലുള്ള ഈശ്വരൻ ഒന്നാണ്. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായി ഒരാത്മരൂപം. മനസ്സിലായോ? അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ ഈ ഭൂഗോളത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ആദിമമായി ഒരാത്മരൂപം ഉള്ളൂ. ഒരാത്മാവ് ഏതാ? ഒറ്റ ആത്മരൂപം ഉള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, ബ്രഹ്മം, പരബ്രഹ്മം, പരമാത്മാവ്. ആ പരമാത്മാവിൽ നിന്നാണ് എല്ലാം ഉണ്ടായി. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? പൂർത്തിയാക്കി പറഞ്ഞു എനിക്കറിയാം. അതിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ പ്രപഞ്ചം ഉണ്ടായത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ, പഞ്ചം എന്ന് പറഞ്ഞാൽ എത്രയാ? 5. അതാണ് പ്രപഞ്ചം. അതിൽപ്പെട്ടതാണ് നമ്മളും അതേ 5 വസ്തുക്കളാൽ നിർമ്മിതമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള അതാണ് എണ്ണിപ്പിടിച്ച് എരിയും കൊളുത്തി എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? മണ്ണും ജലം കനലും അമ്പരമോടുകാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ട് എരിയും കൊളുത്തി.
കേട്ടിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും. ആദ്യം പറഞ്ഞ് മനസ്സിലാവും. മണ്ണ് ഭൂമി, ജലം തന്നെ, പിന്നെ അമ്പരം ആകാശം, പിന്നെ കനല് അഗ്നി, പിന്നെന്താ വായു. ഈ 5 വസ്തുക്കൾ ചേർത്തിയാണ്. അത് എങ്ങനെ ചേർത്തെന്ന് അറിയാമോ? അത് എണ്ണിപ്പിടിച്ചാണ്. എണ്ണിപ്പിടിക്കാന്ന് പറഞ്ഞാൽ കൃത്യമായ അനുപാതത്തിലാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുമോ ഓരോരുത്തരും? ചിലപ്പോ 2 പേർക്ക് കണ്ട് പുറകിലായി പോകില്ലേ, അല്ലേ? ശരിയാണോ? ആ അനുപാതം നമുക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോ തോന്നുന്നു എന്റെ കൈ കുറച്ച് നീളം വന്നിട്ട് ഒരു കൈ കൂടുതൽ നടക്കോ? അപ്പൊ ആരാണ് നിശ്ചയിക്കുന്നത് ഈ അനുപാതം? എന്റെ 2 കൈ ഒരുപോലെ ഇരിക്കണം, ഇവിടെ തന്നെ വേണം, കാല് ഇവിടെ വേണം, നിങ്ങൾക്ക് അതുപോലെ മൂക്ക് ഇവിടെ തന്നെ വേണം, അതിന് താഴെ തന്നെ വേണം തൊള്ള, കൃത്യമായിട്ട് കണ്ണുമൊക്കെ കൃത്യമായ അനുപാതത്തിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് തരുന്നത് ആരാണ്? സാക്ഷാൽ ഈശ്വരനാണ്. അതാണ് ശംഭോ മഹാദേവ നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? അതാണ് എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരിയും കൊളുത്തി. ആ എരി എന്താണ്? അതാണ് ഈ പറഞ്ഞ ജീവചൈതന്യം. മനസ്സിലായോ? ആ ജീവചൈതന്യം ഇല്ലെങ്കിൽ നമുക്ക് ഇതില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആത്മാവാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള ഈ ഭഗവാൻ, ഞാൻ പറഞ്ഞതിലേക്ക് പോയി. അപ്പൊ നമ്മളെ ഇങ്ങനെയുള്ള ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ ഇഷ്ടപ്പെട്ട ഭക്തരായി നമ്മൾ നന്മ ചെയ്ത് ജീവിക്കണമെന്നല്ലേ? മനുഷ്യർ പലതരം ഉണ്ടെന്നാ പറയുന്നത്. ഉണ്ടോ? അമ്മയ്ക്ക് എന്താ അഭിപ്രായം? പലതരം മനുഷ്യരുണ്ടെന്നാണ് ചിലർ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? സ്വഭാവാടിസ്ഥാനത്തിൽ പലതായിരിക്കും അല്ലേ? സാത്വിക ഭാവമുണ്ട്, രാജസ ഭാവമുണ്ട്, താമസ ഭാവമുണ്ട് എന്നത് ആധ്യാത്മികമായി പറയുന്നത് അതാണ്. സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത ദിവസം ഞാനൊരു ഉദാഹരണം വായിച്ചു. നേരത്തെ ഒരു ഉദാഹരണം ഉള്ളതാണ്, അതിന്റെ ഒരു ലേശം കൂടെ ഒരു പുരോഗതി വന്നൊരു ഉദാഹരണം ഉണ്ട്. ഒരു 4 പാവകളെ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്താൻ പോവാണ്. നടത്തി നോക്കിയാലോ? 4 തരം മനുഷ്യരെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഈ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് എളുപ്പ ഉദാഹരണം പറയട്ടെ? അപ്പൊ ഇതാ നോക്കിക്കോ, 4 പാത്രം വെക്കട്ടെ. വെച്ചോ? ബൈക്കിലിരിക്കുന്നവർ കാണുന്നുണ്ടോ? ഇതാണ് 4 സ്ഫടിക പാത്രം എന്ന് പറഞ്ഞാൽ ചില്ല് പാത്രം ഞാൻ വെച്ച് കഴിഞ്ഞു. എത്ര എളുപ്പത്തിൽ വെച്ച്. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടേ നോക്കി. ഇനി ഇല്ലാന്ന് പറയരുത്, ഒഴിച്ചേ. ഇനി 4 മനുഷ്യരൂപത്തിലുള്ള പാവയെ ഞാൻ അതിനകത്ത് ഇടാൻ പോവാ. ഉറപ്പല്ലേ? ഇട്ടോട്ടെ. അതിൽ ഒന്നാമത്തെ കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യരൂപമുള്ള പാവയാ. രണ്ടാമത്തേത് സ്പോഞ്ച് കൊണ്ടാണ്. മൂന്നാമത്തേത് കളിമണ്ണ് കൊണ്ടാണ്. 4മത്തേത് കൽക്കണ്ടമാണ്. ഇനി തെറ്റിപ്പോയില്ലല്ലോ. കുറച്ച് ഞാൻ മറന്നു വന്നിട്ട് പറഞ്ഞു തരണം. ആദ്യത്തെ കരിങ്കല്ലല്ലേ അമ്മ? ശരിയല്ലേ? കരിങ്കല്ല്. പിന്നെന്താ പറഞ്ഞത്? സ്പോഞ്ച്. പിന്നെന്താ പറഞ്ഞത്? കളിമണ്ണ്. പിന്നെന്താണ്? കൽക്കണ്ട, മിഠായി പാവ. ഓക്കെ ആണോ? പരീക്ഷണം തുടങ്ങല്ലേ? അപ്പൊ ആദ്യം കരിങ്കല്ല് പാവ എടുത്തിട്ട് വെള്ളത്തിൽ ഇടുകയാണ്. ഈ വെള്ളം നമ്മളാകുന്ന മനുഷ്യരാന്ന് വിചാരിക്കാൻ പറ്റൂലേ? നമ്മുടെ നാട്ടുകാരല്ലേ, സമൂഹം, മനുഷ്യ സമൂഹമാണ് ഈ വെള്ളം. അതിലേക്ക് ഒരു മനുഷ്യനെ എടുത്തിടുകയാണ്. ആ കല്ല് മൂപ്പരെന്താക്കും? ആ വെള്ളത്തിൽ കിടക്കും, നമ്മൾ പൊക്കിക്കൊണ്ടെടുക്കും. അതേപടി. വല്ല വ്യത്യാസം ഉണ്ടോ? ആ നാടിന് എന്തെങ്കിലും ഒരു ഗുണം അയാളെ കൊണ്ടുണ്ടായോ? ഒരു ഗുണമില്ല. നാട്ടിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ആർക്കപകടം വന്നാലും കുഴപ്പമില്ല, കാറ്റ് വീണാലും കുഴപ്പമില്ല, വീട് വീണാലും കുഴപ്പമില്ല, എന്തായാലും വേണ്ടൂല. മൂപ്പന്റെ കാര്യം മാത്രം. ഇങ്ങനെ ചില ആളുകളില്ലേ, നമ്മൾ ഉത്സവ പിരിവിനൊക്കെ ചെല്ലുമ്പോ ഞാനിപ്പോ അങ്ങനെ പിരിവൊന്നും കൊടുക്കാറില്ല. അങ്ങനെ അനുഭവം ഉണ്ടോ? എനിക്ക് എന്റെ ശിഷ്യനെയും അനുഭവം ഉണ്ട്. പിന്നെന്താ പറയാ, ഒരു ശിഷ്യൻ നല്ല മിടുക്കൻ, നല്ല സമ്പന്നരാണ്, അച്ഛനും അമ്മയും റിട്ടയർഡ് ടീച്ചേഴ്സാണ്. കുമാരനെല്ലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. അതുപോലെ അവരുടെ വീടുമായി ബന്ധമുള്ള ഒരു മാഷ എന്റെ കൂടെ ഉണ്ട്. 3-4 ആള് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഉത്സവത്തിനൊന്നും പിരിവ് കൊടുക്കാറില്ല. അച്ഛനും അമ്മയും മിണ്ടാണ്ടിരിക്കുക. കുറെ നേരം ഞങ്ങൾ ചുറ്റി കളിച്ചു. ലോകം എന്തെങ്കിലും തന്നൊരു 50 അല്ലെങ്കിൽ 25 രൂപ തന്നാലും ഒരു നമുക്ക് പൈസക്കല്ല, അതൊരു ഇതല്ല. എന്നിട്ട് അതിനേക്കാൾ എനിക്ക് സന്തോഷം ഇഷ്ടപ്പെട്ടെന്നറിയോ? കുറച്ചൊക്കെ ലോകം എല്ലാം വലിയ ലോകം എന്നോട് അങ്ങനെ എല്ലാം പറഞ്ഞ് എവിടെ കണ്ടാലും മാഷേന്ന് വിളിക്കത്തുള്ളൂ. അങ്ങനെ ലോകം എല്ലാം പറഞ്ഞത് എന്തെന്നറിയോ? പിന്നെ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു, ആ വീട്ടിൽ കയറുന്നുണ്ടോ? സത്യം, ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഞാൻ പറയുന്നത് സത്യമായിട്ട് കഴിഞ്ഞ കൊല്ലവാ. അത് തന്നില്ലേലും വേണ്ടില്ല. അവസാനം എനിക്ക് വിഷമം തോന്നിയതാണ്, അവിടെ കയറുന്നില്ല. ഇതാണ് കരിങ്കല്ല്. ഇങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഇരിപ്പുണ്ട് എഴുന്നേറ്റേക്ക് അതില്ലേ? അപ്പൊ നമ്മളാരും അങ്ങനെ ആവരുതല്ലേ ഭഗവാൻ പറഞ്ഞത്. നമുക്ക് കഴിയുന്ന ഒന്നുമില്ലെങ്കിൽ എന്താണ്, ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഉണ്ടാകുമ്പോ ഞാൻ തന്നോളാം, ക്ഷമിക്കണം എന്ന്. അപ്പൊ നമുക്ക് സന്തോഷമായില്ല. അതിന് പറഞ്ഞ് ഞാൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞാലോ? അതാണ്. അപ്പൊ അടുത്തത് സ്പോഞ്ചല്ലേ നമ്മൾ പറഞ്ഞത്. ആ സ്പോഞ്ച് പാവ വെള്ളത്തിലിട്ട് കണ്ടോ? അപ്പൊ എന്തായി? വെള്ളം കുടിച്ച് വെള്ളം തന്നെ പറ്റിപ്പോയി. എന്തെങ്കിലും ഈ വെള്ളമാകുന്ന മനുഷ്യർക്ക് സമൂഹത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുത്തോ? ഇങ്ങനെ മറ്റുള്ളവരെ ഊറ്റി കുടിച്ച് പിടിച്ചു പറിച്ച് തിന്നുന്ന ആളുകളില്ലേ? ഇല്ലേ? അങ്ങനെ ചില ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അല്ല. അപ്പൊ നിങ്ങൾ കുട്ടിയമ്മക്കാർ തന്നെ. അപ്പൊ അതാവാൻ പാടില്ല എന്നാണ്. ഇതാണ്. അപ്പൊ 2 തരം മനുഷ്യർ നമ്മൾ പരിചയപ്പെടും. ഇത് ശരിക്കും നല്ലൊരു ഉദാഹരണമാണ് എനിക്ക് കിട്ടിയപ്പോ ഞാനിങ്ങനെ നിങ്ങളോട് പറയാൻ വേണ്ടി ഓർത്തത്. ഇപ്പൊ അടുത്തെന്ന് പറയാമോ? കളിമണ്ണാണ്. കളിമണ്ണ് പാവ വെള്ളത്തിലിട്ടിട്ട് എന്താ നോക്കിക്കേ, കണ്ടോ? പാവയെ കാണുന്നില്ല, വെള്ളം എന്തായി മാറി, ചെളിയായി പോയി. അപ്പൊ എന്താണ്? ചില മനുഷ്യരുടെ സ്വഭാവം ഉണ്ടല്ലോ, അവരാൾക്കൂട്ടത്തിൽ ഇറങ്ങി എന്താക്കും? അവരാ സ്വഭാവം മറ്റുള്ളവർക്കും പകർന്ന് ആകെ അവരെയും കൂടെ നാട്ടുകാരോട് കേടുവരുത്തും, സ്വയവും നശിക്കും. അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലല്ലോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറയൂല.
അത് ഉദാഹരണം പറയാൻ പറ്റൂല. എനിക്ക് അറിയുന്ന അടുത്തറിയുന്ന ആൾക്കാർ അങ്ങനെയുണ്ട്. അവര് മരിച്ച ശേഷം ആ കുടുംബം രക്ഷപ്പെട്ടതും ഉണ്ട്. എന്റെ ഒരു ബന്ധുവായിട്ടും കൂടെ വരുന്ന ആൾക്കാർ വരെയുണ്ട്. ഇല്ല, നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട് അകന്ന ബന്ധുപ്പെട്ടവരെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. മരിച്ചു കഴിഞ്ഞപ്പോ ആ കുടുംബം രക്ഷപ്പെട്ടു. അങ്ങനെ ചിലരില്ലേ, ചിലർ ജീവിച്ചിരുന്നിട്ട് ഇതുപോലെ അങ്ങനെ ഒരു മനുഷ്യനാവാൻ പാടുണ്ടോ? അവരോട് നമ്മൾ ഉപദേശിച്ചാൽ കേൾക്കുവോ? അപ്പൊ ഞാൻ നിങ്ങളെ മാത്രമല്ല പറഞ്ഞു, നമ്മളെല്ലാവരും ചേർന്ന് പറയുന്നത്. അടുത്തതാണ് ഈ കൽക്കണ്ടം. പറഞ്ഞോട്ടെ, കൽക്കണ്ടം ഒന്ന് തൊട്ട് നോക്കിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഹായ്, കുറച്ച് കഴിഞ്ഞപ്പോ ആ കൽക്കണ്ടപ്പാവ അലിഞ്ഞു പോയില്ലേ? ഇപ്പൊ എന്തായി? മധുരണ്ട്. അപ്പൊ സമൂഹത്തിന് ആകമാനം അവർ നൽകിയ എന്താണ്? അവരുടെ ഉള്ളിലെ സാത്വിക നന്മകളാണ് നൽകിയത്. അവർ തന്നെ ഇല്ലാണ്ടായി പോയി അല്ലേ? അവരനു വേണ്ടിയ ഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു എന്നാണ് പറയാ. എന്താണ്? അവരനു വേണ്ടിയ ഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. അവരന് വേണ്ടി എന്ന് പറഞ്ഞാൽ മലയാളമല്ലേ? ഉറപ്പല്ലേ? അഹർനിശം പ്രയത്നം എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെ നിർത്താതെ തുടർച്ചയായി ജീവിതാന്ത്യം വരെ പ്രയത്നം ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി. അങ്ങനെ ചെയ്യുന്ന ആളുകളിൽ പെട്ടതാണ് നമ്മളിപ്പോ ലാസ്റ്റ് കണ്ട പാവ. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ എനിക്കറിയില്ല, അല്ലാത്തവരെയും ഞാൻ വേണമെങ്കിൽ പരിചയപ്പെടുത്താം. ഒറ്റ വാക്കി പറഞ്ഞാൽ നിങ്ങൾ അവരെ കൃത്യമായി തിരിച്ചറിയും. പാലിയേറ്റീവ് പ്രവർത്തനമൊക്കെ ഉണ്ടാവും. ശരിയാണോ? നമ്മൾ കണ്ടാൽ തൊഴുതു പോകില്ലേ? ഞാൻ പാലിയേറ്റീവ് മീറ്റിങ്ങിലൊക്കെ ഞാൻ പോകും പറയും, മനുഷ്യൻ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ അവരെ നോക്കി കണ്ടാൽ മതി, അവരെ തൊഴണം എന്ന്. ശരിയാണോ? അല്ലേ? രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ കിടപ്പിലൊക്കെ പ്രയാസപ്പെടുന്ന രോഗികളുടെ വീട്ടിലേക്ക് പോയി അവരെ കുളിപ്പിച്ച് മുറിവെച്ച് കെട്ടി ഭക്ഷണം കൊടുത്ത് ആശ്വസിപ്പിച്ച് തലോടി തിരിച്ചു പോരുന്ന മനുഷ്യർ സത്യത്തിൽ നമ്മുടെ ഭഗവാന്റെ പ്രതിരൂപം തന്നെ അല്ലേ? കണ്ടോ? അതാണ് അമ്മ കൃത്യമായി പറയുന്നുണ്ട്. അമ്മയ്ക്കറിയാം. അപ്പൊ ശരിയല്ലേ? അമ്മയ്ക്കറിയില്ലേ? നമ്മൾ കിടപ്പ് രോഗി സംഗമമൊക്കെ നടത്തിയില്ലേ കഴിഞ്ഞ ആഴ്ച? അല്ലേ? എന്തൊരു സന്തോഷമായിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് നമ്മുടെ പന്നിക്കോട് സ്കൂളിലല്ലായിരുന്നു അത്? പന്നിക്കോട് സ്കൂളിലാണോ നടന്നത് ഇപ്പൊ? അല്ലേ? ഞാനവിടെ എത്തിയില്ല കേട്ടോ. എനിക്ക് ആ സംഭവം അറിയാം. ഞാൻ വാർത്തയ്ക്ക് വേണ്ടി കൊടുക്കുകയും പിന്നെ അവരെന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ എത്താൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നായിരുന്നു. അപ്പൊ ഇതുപോലെ കാരശ്ശേരി ഉണ്ട്. കാരശ്ശേരി പഞ്ചായത്തിൽ 350 രോഗികളാണ് ഇപ്പോൾ കിടപ്പ് രോഗികളുള്ളത്. അവരെല്ലാം കൃത്യമായി ചെന്ന് പരിശോധിച്ച് നോക്കി ഒരു പൈസ പോലും വാങ്ങാതെ ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള നന്മ ചെയ്യുന്നവരായി എല്ലാവരും മാറിയാൽ നമുക്ക് സ്വർഗ്ഗാവൂലേ? അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്യാനാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട് അമ്മമാരെ, ഇത് കലിയുഗമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആണോ സഹോദര? അല്ലേ? അല്ലേ? എന്തോ ആലോചിക്ക. അതെയോ? കേൾക്കുന്നില്ലേ? ഉണ്ടെന്നേ. കലിയുഗമല്ലേ? അപ്പൊ എനിക്കൊരു സംശയം, ഇപ്പോഴത്തെ ഈ കലിയുഗത്തിൽ എന്തൊക്കെ കുഴപ്പമുണ്ടെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ ഭാഗവതത്തിലൊക്കെ പറയുന്നതാണ്. ഭഗവാന്റെ കഥകൾ പറയുന്ന ഭാഗവതം ഇല്ലേ? അതിനാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലേ യുഗങ്ങൾ തോറും ഞാൻ വന്നോളാന്ന്. അങ്ങനെ വരുമ്പോ ഇപ്പൊ കൽക്കിയായിട്ടാ വരുന്നത്. അപ്പൊ പറയുന്നുണ്ട് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. അത് ചുരുക്കി പറഞ്ഞ എളുപ്പത്തിൽ ഉദാഹരണം പറയട്ടെ. ഈ അരിയൊക്കെ പൊടിച്ചിട്ട് തരിക്കുന്ന തരിപ്പ കണ്ടിട്ടുണ്ടോ? തരിപ്പ കണ്ടിട്ടുണ്ടോ? ബൈക്കിൽ ഇരിക്കുന്ന ഒരു തരിപ്പ കണ്ടിട്ടുണ്ടോ? ഒരു തലയാട്ടൊന്നുമില്ല. അമ്മ പോവാണോ? അമ്മ ഇനി കഥ വരാൻ പോകുന്നുണ്ട്. ഇരുന്നോ. വെള്ള കുടിക്കണോ? കൊടുത്തേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ തരിപ്പ? ഓക്കെ. തരിപ്പേന്റെ സ്വഭാവം എന്താണെന്നറിയോ? തരിപ്പ എന്താ ചെയ്യാ? അരി പൊടിച്ചു തരിപ്പയിലിട്ടു, അപ്പൊ എന്ത് വരും ബാക്കി? വേസ്റ്റ്. ഇപ്പം പലരുടെ സ്വഭാവം മനസ്സിൽ ഇങ്ങനെയാന്ന് പറയും. മനസ്സ് തരിപ്പ് പോലെയാന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് അവശേഷിക്കുക? നല്ലതെല്ലാം കളഞ്ഞിട്ട് ആ ചീത്തയായിട്ട് വേണ്ടാത്ത മാലിന്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങൾ. അസൂയുള്ളവരൊക്കെ എഴുന്നേറ്റുന്നേ ആരുമില്ല. ഇത് പുല്ലുരാപ്പാറ 2 ദിവസം ഒരാഴ്ച മുമ്പ് ഇതേപോലെ കഥയാണ് അവിടെ പറഞ്ഞു. ഇപ്പൊ ഓരോ സന്ദർഭത്തിൽ ഉത്സവത്തിൽ അവിടെ ഇത് തന്നെ മഹാവിഷ്ണു ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം, അത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ അത് ചോദിച്ചപ്പോ അവർ ഒന്നടക്കം പറഞ്ഞു ഞങ്ങൾക്ക് അസൂയ ഉണ്ടെന്ന്. സമാധാനമായി. സത്യം പറഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം. ഭഗവാൻ നിങ്ങൾ എന്തായാലും അനുഗ്രഹിക്കും. കാരണം മൂടി വെച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെ? അത്യാവശ്യം അസൂയല്ലേ? ഇല്ലല്ലേ? ഉണ്ട്. അത് എന്നാലും കേൾക്കുന്നുണ്ടെന്നുള്ള രൂപത്തിൽ എന്റെ കൂടെ കൂടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള മാലിന്യങ്ങളാണ് മനസ്സിൽ. ഇപ്പൊ മനസ്സിലായോ? ഞാൻ തരിപ്പ എന്താന്ന് പറഞ്ഞ പിടി കിട്ടി. എല്ലാവർക്കും മനസ്സിലായോ? തരിപ്പയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? തരിപ്പ നല്ലതെല്ലാം കളഞ്ഞിട്ട് ചീത്തയെല്ലാം ശേഖരിച്ചു വെക്കുന്ന പരിപാടിയാണ് തരിപ്പ ചെയ്യുന്നത്. എന്നാ പിന്നെ നിങ്ങൾക്ക് മുറം പോലെ ആയിക്കൂടെ? അഥവാ നിങ്ങളല്ല കേട്ടോ, നിങ്ങളിപ്പോ മുറം പോലെ തന്നെയാ. എന്താ മുറത്തിന്റെ പ്രത്യേകത? അങ്ങനെ പറയും. മുറ എന്ത് ചെയ്യും? പേറ്റി ഇല്ലേ, ചേറി ഇങ്ങനെ പോയി എന്താവും? അതിനകത്തെ മാലിന്യങ്ങളെല്ലാം പുറത്ത് കളഞ്ഞിട്ട് അവസാനം നല്ലത് മാത്രം ശേഖരിക്കും. അതാണ് ശരിക്ക് എപ്പോ വേണ്ടത്? നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഇപ്പോഴും വേണ്ടത് അതാണ്. അല്ലേ? ശരിക്കും അങ്ങനെയല്ലേ മനസ്സ് വേണ്ടത്? ശരിയാണോ? ശരിക്കും വേണ്ടത് അലക്കുകല്ല് പോലെയാണെന്നാരോ പറഞ്ഞത്. അലക്കുകല്ല് എന്താ പ്രത്യേകത?
ഒന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടുന്നേ. എനിക്ക് മാത്രമേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ, എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യം പറയും. അലക്കുകല്ലിൽ തുണി അലക്കും തോറും എന്താ ഉണ്ടാവുക? തുണിയും വെളുക്കും, കല്ലും വെളുക്കും. ശരിയല്ലേ? അല്ലേ? ഇനി ഇത് മറക്കൂലല്ലേ? ഉദാഹരണം 3 ഉദാഹരണം പറഞ്ഞു. എന്താണ്? തരിപ്പ പോലെ ആവരുത്, മുറം പോലെ ആവണം, പറ്റുമെങ്കിൽ അലക്കുകല്ല് പോലെ ആവണം. നമ്മളും നന്നാവണം, മറ്റുള്ളവരും നന്നാവണം. അതാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത് അല്ലേ? അതാണ്, അങ്ങനെയാണ് ആ ഭഗവാൻ നമുക്ക് അനുഗ്രഹം ഒക്കെ തരും. അതാണ്. അപ്പൊ ഇതാണ്. പക്ഷെ പ്രശ്നം എന്താ പറയുക? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ തരിപ്പ പോലെ അധികം പേരും. കലിയുഗത്തിൽ ആകെ ലോക ജനസംഖ്യയിൽ 3/4%. ഇപ്പൊ 100 പേരുണ്ട്, 75 പേര്. ഇങ്ങനെ ലോകത്തുള്ള 75% ആളുകളും ഈ തരിപ്പ പോലെ മനസ്സ് മുഴുവൻ മാലിന്യം നിറഞ്ഞു പോയി എന്നാ പറയുന്നത്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ബഹുഭൂരിപക്ഷം മനുഷ്യരും തീർച്ചയാണെന്ന ഒറ്റ വാക്ക് മലയാളം. നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? യോജിപ്പില്ലെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞ് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കും. ഒരു തരം പെട്ടെന്ന് പറയാം. പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമല്ലേ വയനാട്ടിൽ? ഏറ്റവും അടുത്തതാണെങ്കിൽ എളുപ്പം. നിങ്ങൾ പത്രം വായിച്ചോന്ന് എനിക്കറിയില്ല. ഉത്സവ തിരക്ക് അതിന് മുമ്പ് വന്നതാണ്. എന്നാലും ഈ തിരക്കിനിടയിൽ ചിലപ്പോൾ പത്രമൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ല. അതിലെന്താന്ന് പറയാ, ഒരമ്മ മക്കളെ 2 പേരെ പേടിച്ചിട്ട് തൊഴുത്തിലൊക്കെ കിടന്നുറങ്ങുന്നു. ആരെങ്കിലും വായിച്ചായിരുന്നോ? ആ, എവിടെയാ? പുൽപ്പള്ളിയില. 51 വയസ്സേ ഉള്ളൂ. എന്താ കാര്യം എന്ന് മനസ്സിലായോ? 2 മക്കളും വന്നു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് പോലെ ചീത്ത വിളിക്കുകയോ ഉന്തിത്തള്ളിയിടുകയോ അല്ല, എടുത്ത് താഴെ ഇട്ടിട്ട് ചവിട്ടുകയാണ്. നിങ്ങൾ ആരും കണ്ടില്ല? അത് വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ പേര് എന്തിനു പറയുന്ന? ശരി, പറഞ്ഞു മനസ്സിലായി. പുൽപ്പള്ളിയുള്ള സംഭവമാണ്. ഈ അമ്മയെ 2 മക്കളും ബസ് ജീവനക്കാരവറ്റാണ്. കുടിച്ച് പൂസായി മയക്കുമരുന്നിന്റെ കാലമല്ലേ, കഴിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മയെ ചവിട്ടി താഴിടാണ്. വരാന്തേന്ന് മുറ്റത്തേക്ക് വീഴാണ്, പിന്നെ ഇറങ്ങിയിട്ട് ചവിട്ടാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ അമ്മ മക്കൾ വരുമ്പോ ഒളിച്ചു കിടന്നുറങ്ങുന്നത് തൊഴുത്തിലാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കലിയുഗത്തിൽ ഇതുപോലുള്ള മനസ്സല്ല മനുഷ്യനുള്ളത്. ശരിയല്ലേ? എത്ര ഉദാഹരണം വേണം? 100 ഉദാഹരണം നിങ്ങൾക്ക് വേണം ഇപ്പൊ പറയാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒന്ന് പറഞ്ഞാ പോരെ? സമയം കുറച്ച് വൈകിയില്ലേ? പോരെ? ഒരു ഉദാഹരണം പോരെ? ഇനി പറയണോ? വേണോ? ഞാൻ പറയും. പിന്നെ നേരം പോയി എന്ന് പറയരുത്. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇത് അവരുടെ പേരിൽ വന്നിട്ട് നാട്ടുകാര് വീഡിയോ എടുത്തു. ഇത് കണ്ടിട്ട് നാട്ടുകാർ വീഡിയോ എടുത്ത് പോലീസിന് കൊടുത്തു. പോലീസ് ചെന്നപ്പോ ആ അമ്മ എന്താ ചെയ്തെന്ന് അറിയോ? ആ അമ്മ സ്വന്തം മക്കളുടെ പേര് കേസ് കൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ അമ്മയെ ആലോചിച്ച് നൊന്തുപറ്റ മക്കളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നിട്ട് ആ മക്കള് ആ അമ്മ എങ്ങനെ ചെയ്യാണ്. അതേപോലെ ഈ അടുത്ത ദിവസം ഉണ്ടായ വേറൊരു ഉദാഹരണം കൂടി മനുഷ്യന്റെ സ്വഭാവം പറയാൻ വേണ്ടി പറഞ്ഞ് നമുക്ക് ആ വഴിയിലേക്ക് തിരിച്ചു പോവാം. ഇടുക്കിയിൽ കുട്ടികൾ ടൂർ പോയി. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടുക്കിയിൽ ടൂർ പോയ കുട്ടികൾ വൈകുന്നേരം തോന്നുന്നു 2-3 കുട്ടികൾ ഓടി ഒരു ഓഫീസിൽ കയറി. എന്നിട്ട് ചോദിച്ചു, സിഗരറ്റ് കത്തിക്കാൻ തീ ഉണ്ടോ എന്ന് ചോദിച്ചു. അതന്നെ, സിഗരറ്റ് കത്തിക്കാൻ തീ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സ്കൂൾ കുട്ടികൾ യൂണിഫോം ഇട്ട് ടൂർ വന്ന ടീമാണ്. അപ്പൊ അവര് ചോദിച്ചു, എന്താ സിഗരറ്റ് കത്തിക്കാനാ? നിങ്ങൾ എവിടെന്നാ വരുന്നത്? ഞങ്ങൾ ടൂർ വന്നതാ. ഇത് എവിടെ ചെന്ന് കയറിയെന്ന് അറിയാമോ? എക്സൈസ് റേഞ്ച് ഓഫീസിൽ. അവരുടെ തന്നെ ഇവരെ പരിശോധിച്ചു. കഞ്ചാവുമായിട്ട് വലിക്കാൻ പോയ സാധനം കഞ്ചാവാണ്. എവിടെ ചെന്ന് കയറിയത്? കഞ്ചാവ് പിടിച്ച് ജയിലിലാക്കുന്ന എക്സൈസ് റേഞ്ച് ഓഫീസിൽ. നിങ്ങളിത് വായിച്ചായിരുന്നോ? അപ്പം നേരത്തെ ഉദാഹരണം നമ്മൾ ആലോചിച്ചുണ്ടാക്കി പറയും. ഇപ്പൊ ഒരു ഉദാഹരണം അന്വേഷിക്കണ്ട, നാട്ടിൽ ഇഷ്ടം പോലെ. ഇന്നത്തെ പത്രത്തിലൊക്കെ ഇതുപോലെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ കലിയുഗം നിങ്ങൾക്ക് ബോധ്യമായോ? അപ്പൊ ഇങ്ങനെയുള്ള മനസ്സുമായിട്ട് നമ്മൾ ജീവിച്ചാൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. എന്നാലും അതൊരു മോശമല്ലേ? ഭഗവാൻ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ആരോട് ശത്രുതയൊന്നും വെച്ച് പെരുമാറൂല, ക്ഷമിക്കും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ എന്താവും? പിന്നെ വന്ന് ജപിക്ക് പിടിക്കും. അപ്പൊ നരസിംഹമൂർത്തിയായിട്ടോ ശ്രീരാമ ഭഗവാനായിട്ടോ കൃഷ്ണ ഭഗവാനായിട്ടൊക്കെ വരും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണല്ലോ സ്ഥിതി. മനസ്സിലായോ? അപ്പൊ എത്ര യുഗങ്ങളുണ്ട്? അത് ചോദിക്കാൻ മറന്നുപോയി. നേരത്തെ ചോദിച്ചല്ലേ നമ്മ എത്ര യുഗമുണ്ട്? നേരത്തെ ആരോ പറഞ്ഞല്ലോ, 4 യുഗം എന്ന് പറഞ്ഞായിരുന്നല്ലേ? പിന്നെ പറയണേ, പിന്നെ ചോദിക്കണമെന്നല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികളോട് പേര് ചോദിക്കും. കുറച്ച് തിരിച്ചു പിന്നെയും ചോദിക്കും. അപ്പൊ കുട്ടികൾ ചോദിക്കും, സാറ് ഇത് എത്രാമത്തെ പ്രാവശ്യം പേര് ചോദിക്കും. അതുപോലെ ഇതാ ഒരാൾ എന്റെ പഴയ രക്ഷിതാവാ, അവർ ചോദിക്കുന്നുണ്ട്. നേരത്തെ ചോദിച്ചല്ലേ? അപ്പൊ ഇതാ 4 യുഗങ്ങളല്ലേ? അതിൽ ആദ്യത്തെ യുഗത്തിന്റെ പേര് പറയാമോ? കൃതയുഗം. സല്യൂട്ട്. നല്ലൊരമ്മ. ഒരു കയ്യടി കൊടുത്തൂടെ ആ പാവത്തിന്? ദൈവം അനുഗ്രഹിക്കട്ടെ. ആ 4 യുഗം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അപ്പൊ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അങ്ങനെയല്ലേ? ഓക്കെ അല്ലേ? ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ഒരു 5 പ്രാവശ്യം എഴുതി എനിക്ക് കൊടുത്തയക്കണം. വെരി ഗുഡ്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടോ, ഇത് അറിയത്തില്ലാത്തവരെ എഴുതി കൊടുത്തയക്കോ? ഉണ്ടോ? അപ്പം ഉണ്ടത്. അതെ. അത് ഞാൻ പറയുന്ന ആദ്യത്തെ യുഗത്തിന്റെ പേര് പറഞ്ഞ കേട്ടോ. എന്താണ്? കൃതയുഗം. അതിന് സത്യയുഗം എന്നൊരു പേരുണ്ട് കേട്ടോ. സത്യയുഗത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ വേറെ ഓപ്പോസിറ്റ് ആണ് 100%. അതായത് മുഴുവൻ ആളുകളും നല്ലവരാ.
മുഴുവൻ ആളുകളും ദേവന്മാരുടെ സ്വഭാവമുള്ളതാ. പിടി കിട്ടിയോ? കിട്ടി. അപ്പൊ അതാണ് ഒരു പ്രത്യേകത. പിന്നെ രണ്ടാമത്തെ അതിന് കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം. ആദ്യത്തെ യുഗം നമ്മൾ പറഞ്ഞതായിരുന്നു കൃതയുഗം. കൃത എന്ന് പറഞ്ഞാൽ ഇതാണ് 4. കൃത എന്ന് പറഞ്ഞാൽ എത്രയാ? 4, 4. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? കൃതയുഗത്തിൽ നമ്മുടെ സാക്ഷാൽ ഭഗവാൻ 4 അവതാരം എടുത്തിട്ടുണ്ട്. അതാണ് ഈ ക്ഷേത്രമേഖലയുള്ളത് കൂടിയാണ് പറയാൻ എനിക്ക് ഇഷ്ടം തോന്നിയത്. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക, നേരത്തെ അറിയുന്നവർ ക്ഷമിക്കുക. എന്താ പറഞ്ഞത്? ആദ്യ യുഗം കൃതയുഗം. കൃതം എന്ന് പറഞ്ഞാൽ 4 എന്ന അർത്ഥമുണ്ട്. 4 അവതാരങ്ങൾ എടുത്തത് ആദ്യത്തെ സത്യയുഗം അഥവാ കൃതയുഗത്തിലാണ്. ഇത് നേരത്തെ അറിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ പഠിച്ചില്ലേ? ഇത് മറക്കരുത്. ഓക്കെ ആണോ? ശരി. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയണോ? 4 അവതാരങ്ങൾ. ആദ്യത്തേത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. അതല്ലേ 4? അവരിപ്പോഴും തലയാട്ടുന്നില്ല. അന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഞാൻ തന്നെ. ഓക്കെ ആണോ? ഇനി അടുത്തത് ത്രേതായുഗം അല്ലേ? ഇംഗ്ലീഷിൽ 3 കേട്ടില്ലേ? അതുപോലെ ത്രു എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ്. 3. അപ്പൊ എത്ര അവതാരങ്ങൾ ഉണ്ടാവും ഭഗവാന്റെ? നമ്മുടെ ഭഗവാന്റെ 3. അത് ഏതൊക്കെയാന്ന് പറയൂ? അത് ഞാൻ പറയൂല. നരസിംഹം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ക്ലൂ വേണോ? ക്ലൂ വേണോ? കുറച്ച് പൊക്കമൊക്കെ പറഞ്ഞതാ. വാമനൻ. പിന്നെ ആരാ? പിന്നെ ഒരു മഴുവായിട്ട് ഒരാൾ വന്നല്ലോ, പരശുരാമൻ. പിന്നെ സാക്ഷാൽ അമ്മ പറഞ്ഞ ശ്രീരാമൻ. ത്രേതായുഗത്തിലെ രാമൻ, ശ്രീരാമൻ കേട്ടില്ലേ? അപ്പൊ 3 എണ്ണം പഠിച്ചോ? ഇനി ഒന്നുകൂടി പറഞ്ഞാൽ ഏതാ 3 എണ്ണം? 3 അവതാരങ്ങൾ. വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ. ഇനി ദ്വാപരയുഗം. ദ്വാ എന്ന് പറഞ്ഞാൽ എത്രയാ? ദ്വാ 2. അപ്പൊ എത്ര അവതാരം ഉണ്ട്? 2. അതാരൊക്കെയാ? ക്ലൂ വേണോ? അത് തന്നെ. പിന്നെ ഒരു ചേട്ടൻ കൂടെ വന്നല്ലോ, കാരണവര്. കൃഷ്ണന് ഒരു ഏട്ടൻ കൂടെ ഇല്ലേ? ബലരാമൻ. ഇനി തെറ്റൂലല്ലോ. ഇനി വരാൻ പോകുന്നത് കലിയുഗം. അപ്പൊ കൽക്കി അല്ലേ? കൽക്കി അല്ലേ മേ? ഇപ്പൊ മൊത്തം കലിയല്ലേ? കലി വരും. കലി സിനിമ ഇറങ്ങി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വീണ്ടും പോവാം. അപ്പൊ ഇതിലെന്താ പ്രത്യേകത അറിയോ? ഒരുപാട് പറയാണ്ട് അതിനെ കുറിച്ച് തന്നെ. ഭാഗവതത്തിൽ അതൊക്കെ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു. അത് പറയുന്നത് എനിക്കിപ്പോ തോന്നാണ് ആദ്യത്തെ യുഗത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു. വലിയ മണ്ടത്തരായി പോയി. 1,00,000 വർഷം ജീവിക്കായിരുന്നു. പറ്റിച്ചില്ലേ? ഭഗവാൻ ഇപ്പോഴാ തന്നത്. നമുക്ക് അവസരം തന്നത് ഇപ്പോഴാണ്. സാരല്ലേ, ഭഗവാൻ തരുന്നത് സ്വീകരിക്കാം. പിന്നെ പറയുന്നത് ത്രേതായുഗത്തിൽ 10,000 കൊല്ലം, ദ്വാപരയുഗത്തിൽ 1000 കൊല്ലം. ഇപ്പൊ എത്രയാണെന്നറിയോ? 100. ഇനി ഒരു കാര്യം കൂടെ കേട്ടിട്ട് നമുക്ക് സന്തോഷിക്കാം. കാരണം ഈ കലിയുഗത്തിന്റെ അവസാനം ഭാഗവതത്തിൽ 12ാം സ്കന്ധത്തിൽ പറയുന്നത് 25 കൊല്ലം ആയുസ്. 25 കൊല്ലം 3 അടി പൊക്കോ. 25 കൊല്ലം ആയുസാണോന്ന് ആലോചിച്ച് നോക്കിയാൽ 10 വയസ്സ് പഠിത്തം നിർത്തിയിട്ട് കല്യാണം കഴിക്കണ്ടേ? ഇല്ലേ? 15-18 ആകുമ്പോഴത്തേക്കോ മക്കളെയൊക്കെ കെട്ടിച്ചിട്ട് പിന്നെ നമ്മള് വയസ്സനായിട്ട് കുത്തിരിക്കണ്ടേ? 25 വയസ്സേ ഏതായാലും ഇപ്പൊ കിട്ടിയത് നന്നായിട്ട് അമ്മേ. അല്ലെ നമുക്ക് ഈ 100 വയസ്സ് ജീവിക്കാൻ പറ്റുമോ? ഭാഗ്യം. ഭഗവാനോട് നന്ദി, ഇപ്പോഴെങ്കിലും ജന്മം തന്നതിന്. ഇല്ലേ? എപ്പോഴാ തരാന്ന് ഭഗവാന്റെ നിശ്ചയിക്കുന്നത്. അതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ആദ്യം ഇതിൽ തന്നെ പറയേണ്ട കാര്യത്തിലേക്ക് വരാം. സുഹൃത്തുക്കളെ, ആദ്യം പറഞ്ഞ കൃതയുഗത്തിൽ ദേവന്മാരും അസുരന്മാരും 2 ഗ്രഹങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, നമ്മുടെ ഭാഗവതം, ശ്രീമദ് ഭാഗവതം ഇത്ര വലിയ സന്ദേശമാണ് നൽകുന്നത്. 2 ഗ്രഹങ്ങളാ. അത് ഏതാണെന്നറിയാമോ? ഒന്ന് എന്താണ്? സ്വർഗം, മറ്റൊന്ന് നരകം. സ്വർഗത്തിൽ ആരാ? ദേവന്മാരല്ലേ. നരകത്തിൽ അസുരന്മാര്. അത് കഴിഞ്ഞാൽ പിന്നെ ത്രേതായുഗത്തിൽ എങ്ങനെയാണെന്നറിയാമോ? 2 രാജ്യങ്ങളായി. ആദ്യം പറഞ്ഞത് 2 രാജ്യങ്ങൾ ഏതാണെന്ന് അറിയാമോ? ആദ്യം പറഞ്ഞ 2 ഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഏതാണ്? സ്വർഗം, മറ്റൊന്ന് നരകം. ഇനി ത്രേതായുഗത്തിൽ ദേവന്മാരും അസുരന്മാരും 2 എന്താണ്? രാജ്യങ്ങളിലാണ്. അത് ഏതൊക്കെയാ? ത്രേതായുഗത്തിൽ 2 രാജ്യത്താ താമസിച്ചത്. ദേവന്മാർക്ക് ഒരു രാജ്യം, അസുരന്മാർക്ക് വേറെ രാജ്യം. അറിയില്ല, ഒന്ന് ആലോചിക്കും. രാവണൻ ഏത് രാജ്യത്തായിരുന്നു? ലങ്ക. ഭഗവാനോ? ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ രാജ്യം അയോധ്യ. അപ്പൊ അയോധ്യ, ലങ്ക. പിടി കിട്ടിയോ? മറന്നില്ലല്ലോ? ഇനി പറയണ്ടല്ലോ, ഒന്നും പറയണോ? ആദ്യം പറഞ്ഞതാണ് സ്വർഗം, നരകം. സ്വർഗത്തിൽ ദേവന്മാര്, നരകത്തിൽ അസുരന്മാര്. അത് കഴിഞ്ഞാൽ പിന്നെ 2 രാജ്യങ്ങളായി മാറി. അത് ഏതൊക്കെയാണ്? അയോധ്യയും ലങ്കയും. പിന്നെ ദ്വാപരയുഗം വന്നപ്പോ അത് 2 കുടുംബമായി മാറി. 2 കുടുംബം ഏതാന്ന് ഇനി ഒന്ന് ആലോചിച്ച് പറഞ്ഞൂടെ? അതേതായിരുന്നു ദ്വാപരയുഗത്തിലെ 2 കുടുംബം? കൃഷ്ണ ഭഗവാനൊക്കെ വന്നേ. പാണ്ഡവരും കൗരവരും. ഈ പാണ്ഡവരും കൗരവരും തന്നെ കേട്ടോ.
കുരു രാജവംശത്തിൽ പെട്ടതാണ്. പക്ഷെ പാണ്ഡവര് കൗരവര് ശരിക്കും മറ്റൊരു പാണ്ഡവരെ വിളിച്ച പോലെയാണെങ്കിൽ കൗരവരെ വിളിക്കേണ്ടത് ധാർത്തരാഷ്ട്രം എന്ന് വിളിക്കണ്ടേ, ധൃതരാഷ്ട്ര മക്കളെ. പക്ഷെ രണ്ടും എന്നാലും ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. രണ്ടും ശരിയാണ്, കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഇട്ടതായിരിക്കും. ഏതായാലും പാണ്ഡവരും കൗരവരും മനസ്സിലായോ? അപ്പൊ പാണ്ഡവർ ആരുടെ കൂട്ടത്തിലാണ്? ദേവന്മാരുടെ ഭാഗത്ത്. മറ്റു കൗരവരോ അസുരന്മാരുടെ സ്വഭാവം. ശരിയല്ലേ? സത്യം പറഞ്ഞാൽ ഈ അസുരന്മാരും ദേവന്മാരും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവം തന്നെയല്ലേ ഉദ്ദേശിക്കുന്നതാണോ അല്ലയോ? ദേവന്മാരും അസുരന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്വഭാവത്തിന്റെ പ്രശ്നമല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള കാര്യം എന്താ പറയാം? ശ്രീമദ് ഭാഗവതം പറയുന്നു കലിയുഗത്തിൽ ദേവനും അസുരനും ഒരേ ആളിന്റെ ഉള്ളിൽ തന്നെയാണ്. പിടികിട്ടിയോ? അതിന് ഓർഡർ മനസ്സിലായോ? ആദ്യം 2 ഗ്രഹം, പിന്നെ 2 രാജ്യം, പിന്നെ 2 കുടുംബം, അവസാനം എത്തിയപ്പോ എവിടെ എത്തി? ഇപ്പോ ഒരേ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ദേവനും അസുരനും ഉണ്ട്. ദേവന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൊട്ടിയമ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പ്രഭാഷണം കേൾക്കാനിരിക്കുന്ന എല്ലാവരും ഇപ്പൊ ദേവന്മാരാണ്. അല്ലേ? അല്ലേ? ഇപ്പൊ നിങ്ങളെല്ലാരും ദേവന്മാരാണ് കേട്ടോ. ഇനി നിങ്ങൾ രാത്രി 10 മണിക്ക് വീട്ടിൽ വരുമ്പോ ചിലപ്പോ എന്താവും? ചിലപ്പോ അസുരം പുറത്തിയാണ്. ശരിയോ തെറ്റോ? ഈ കഞ്ഞിക്ക് ഇത്രയും ഉപ്പിടണ്ടെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ ഇല്ലേ? ചിലപ്പോ നമ്മള് വേഗം ടിവിന്റെ ഓടി കൂട്ടി വെക്കും. അപ്പൊ നമ്മളെ പഴയ ഒണീഡ ടിവിന്റെ കൊമ്പ് കണ്ടിട്ടുണ്ടാവും. മുഖമൊക്കെ ചവന്ന് കൊമ്പൊക്കെ പുറത്തിയാടി. അപ്പൊ നമ്മുടെ സംസാരം ഭാഷയെല്ലാം മാറൂലേ? ഇപ്പൊ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പൊ വെറുതെ അല്ലല്ലോ ഭാഗവതം പറയുന്നത്. ഇപ്പം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ആരുണ്ട്? ദേവനും അസുരനുമുണ്ട്. സമ്മതിച്ചല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ദേവനെ പുറത്തു കൊണ്ടുവന്ന അസുരനെ ഉറക്കണം. വേണ്ടേ? അസുരനാണോ ദേവനാണോ വർക്ക് ചെയ്യേണ്ടത്? ദേവൻ മരണം, അസുരൻ ഉറങ്ങണം. അസുരനെ പൂർണ്ണമായിട്ട് പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ചിലരുടെ ഉള്ളിൽ നിന്ന് ചില സമയത്ത് അസുരൻ പുറത്തിയാണ്. അപ്പൊ അസുരൻ പുറത്തു വരാതെ ഉറക്കാൻ പറ്റുമോ? പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ? അതിന് എന്താ ചെയ്യാൻ പറ്റുക? അതാണ് ഇപ്പൊ വേണ്ടത്. അത് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനൊന്ന് മനസ്സിനെ ശുദ്ധമാക്കണം. വേണ്ടേ? അതിന് ഭഗവാൻ പറഞ്ഞ മാർഗമുണ്ട്. ത്രികരണ ശുദ്ധി എന്നാണ് പറയാ. ഇതും ഓർത്ത് വെക്കണം കേട്ടോ. അടുത്തല്ല ഞാൻ വരികയാണെങ്കിൽ ചോദിക്കും. ഞാൻ മറന്നത് നിങ്ങളോട് ചോദിക്കും. എന്താണ്? ഈശ്വരനിലേക്ക് ഭഗവാനിലേക്കുള്ള വഴി എന്താണ്? ഈ ദേവന്റെ വഴിയാണ്. അപ്പൊ ഈശ്വരൻ ആരെയാണ് സ്വീകരിക്കുക? ആരുടെ ഉള്ളിലാണ് ഈശ്വരൻ വസിക്കുക? ആർക്കാണ് ഈശ്വരൻ അനുഗ്രഹം കൂടുതലായി കൊടുക്കുക? ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുക? അവർ സ്വീകരിക്കേണ്ട മാർഗം ത്രികരണ ശുദ്ധി എന്ന് പറയും. അതേതാണ് ത്രികരണ ശുദ്ധി? 3 കാര്യങ്ങളാണ്. ത്രി എന്ന് പറഞ്ഞാൽ 3 അല്ലേ? ഏതാണ്? വാക്ക്, ചിന്ത, പ്രവൃത്തി. ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുക നാം. കേട്ടിട്ടുണ്ടോ? ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുക നാം. നിർമ്മലം എന്ന് പറഞ്ഞെന്താ? മലം എന്ന് പറഞ്ഞെന്താ? മാലിന്യം. നിർമ്മലം മലമില്ലാത്തത്, പരിശുദ്ധം. ചിന്തയും കർമ്മവും വാക്കും എന്താവണം? പരിശുദ്ധമാകണം. അപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ എപ്പോഴാണ് നല്ലത് ചിന്തിക്കുന്നത്? എന്റെ മനസ്സ് നന്നായാലല്ലേ? നല്ല മനസ്സുള്ള ആളല്ലേ നല്ലത് ചിന്തിക്കുക? നല്ല മനസ്സുള്ള ആളല്ലേ നല്ലത് പ്രവർത്തിക്കുക? അല്ലേ? നല്ല മനസ്സുള്ള ആളല്ലേ നല്ലത് പറയുക? അപ്പൊ എവിടെയാ ശുദ്ധി വേണ്ടത്? മനസ്സിലാണ്. മനസ്സ് നിർമ്മലമായാൽ തീർച്ചയായിട്ടും നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ നന്നാവും. അപ്പൊ ഭഗവാൻ കൂടെ വരും. ശരിയല്ലേ? അതാണ് കാര്യം. അപ്പൊ അതിനിടയ്ക്ക് ചോദിക്കാൻ മറന്നു, നിങ്ങൾക്ക് എത്ര ശരീരമുണ്ട്? മറന്നു. എത്ര ശരീരമുണ്ട് അവർക്ക്? തിരുമേനിയെ പറയും. വേറെ ചോദിക്കാം, എത്ര ശരീരം ഉണ്ടെന്ന് വേഗം പറയും. ഒന്നേ ഉള്ളൂ, ഒന്ന് കൂടുതലുണ്ട്. എത്ര ശരീരമുണ്ട്? അമ്മയ്ക്ക് ഒന്നുള്ളൂ. എത്ര ശരീരമുണ്ട്? കുറെ പേർക്ക് അറിയാം, കുറെ പേര് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഞാൻ പറയുന്നില്ല കേട്ടോ. ആചാര്യന്മാർ, ഋഷീശ്വരന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു നമുക്കൊക്കെ 2 ശരീരമുണ്ടെന്ന്. ഉണ്ടോ സുഹൃത്തുക്കളെ? ബാക്കിലിരിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? സംശയമുണ്ട്, വെറുതെ വിടൂല്ലോ പറഞ്ഞേക്കാം. ഓക്കെ ആണല്ലോ? ഞാൻ ഇരിക്കുമ്പോൾ നടക്കൂല. നിങ്ങളോ? അവരിയ്ക്കുമ്പോൾ നടക്കുമോ? ആരും നടക്കൂല. കേട്ടോ? അവിടെ നോക്കുന്നത് 2 ശരീരം ഉണ്ടെന്ന് പുറകിലിരിക്കുന്നവർക്ക്, അല്ല ഇവർക്കുണ്ട്, എനിക്കുണ്ട്. ഏതാതൊക്കെ? ഇതൊക്കെ എഴുതിയെടുക്കണം. മനസ്സിന്റെ അല്ലെങ്കിൽ തലച്ചോറിന്റെ ഫോൾഡറിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ട് ഓർത്ത് വെക്കണം. മക്കൾക്കൊക്കെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കണം. ഇവിടെ വരാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിനകത്ത് പറയുന്നത്, നിങ്ങൾ ഈ മാതൃസമിതിയൊക്കെ കൂടുമ്പോൾ നിങ്ങളെ പോലുള്ളവർ ഇതുപോലെ, ഞാനിതുപോലെ ആരും പറഞ്ഞു കേട്ടിട്ടോ വായിച്ചിട്ടല്ലേ പറയുന്നത്, അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടുന്നതിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചിട്ട് മറന്നു പോകാതെ വീട്ടിൽ പോയി എഴുതി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ 10 ആൾ കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാ നാട് നന്നാവുന്നത്. മനസ്സിലായോ? എന്നാ 2 ശരീരമുണ്ട്. അതിലൊന്ന് സ്ഥൂല ശരീരം, മറ്റൊന്ന് സൂക്ഷ്മ ശരീരം. എഴുതിയെടുത്തോ?
ഇവിടെ എഴുതിയെടുത്തോടെ എന്തെല്ലാം ശേഖരിച്ച് വെക്കാൻ പറ്റും. എന്തൊക്കെയാണ്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, രണ്ട്. അതിൽ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സ്ഥൂലം അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ എനിക്ക് തോന്നിയ ഒരു എളുപ്പ വഴി അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. സൂക്ഷ്മം. സൂക്ഷ്മമാണ് സ്ഥൂലത്തിന്റെ ഓപ്പോസിറ്റ്. മലയാളത്തിൽ ഒരു വാക്കുണ്ട്, മൈക്രോസ്കോപ്പ്. മലയാളം അല്ലേ? അല്ലേ? അതെല്ലാവർക്കും മലയാളം പോലെ അറിയാം. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും സൂക്ഷ്മമായ വസ്തുക്കളെ കണ്ടുപിടിക്കുന്നതല്ലേ? അപ്പൊ സൂക്ഷ്മം എന്ന് പറഞ്ഞ അർത്ഥം അറിയാലോ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്ഥൂലം എന്ന് പറഞ്ഞാൽ എന്താ? വലുത്, വിശാലമായത്. പിടി കിട്ടിയോ? ആ ശരീരം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാ രണ്ട് കൈ ഉയർത്തി നിൽക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഞാൻ കാണുന്നുണ്ടല്ലോ. ഞാൻ കാണുന്നു നിങ്ങളെയല്ല, നിങ്ങൾ കാണുന്ന ഞങ്ങളെയാന്ന് പറഞ്ഞ ഒരാൾ പ്രഭാഷണത്തില് രസകരമായിട്ട് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട കേട്ടോ. അപ്പൊ ഏതായിരുന്നാലും മനസ്സിലായപ്പോ ഏതാ ശരീരം ഇതാണ് കേട്ടോ. അതാണ് നേരത്തെ പറഞ്ഞത്, മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും. അതാണ് ഈ സാധനം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമല്ലേ നമ്മുടെ ശരീരം. ഈ ശരീരത്തിൽ എത്ര വസ്തുക്കളുണ്ട്? എത്ര വസ്തുക്കളുണ്ട്? ഇതാ നോക്കി, എത്രയുണ്ട് നോക്കി, സൂക്ഷിച്ച് കാണുന്നുണ്ട്. എത്ര സാധനം ഇതിനകത്തുണ്ട്? 5 വസ്തുക്കളായത്. സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് തെളിയിച്ചു കൊടുക്കണം. ചിലരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. മനസ്സിലായ? ആർക്കും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നമ്മൾ 120 വയസ്സ് കഴിയുമ്പോൾ മരിച്ചു പോകും. അതിനപ്പുറം ആരും കൊതിക്കരുത്. കാരണം ഇനി വരുന്നവർക്ക് ജീവിക്കണം. കേട്ടല്ലോ? കേട്ടില്ലേ? അപ്പോ അങ്ങനെ കളന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായിട്ടാ തീരുക? നമ്മൾ കണ്ടിട്ടില്ലേ? മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? കുറെ മണ്ണിലല്ലേ? അപ്പൊ മണ്ണായതുകൊണ്ടല്ലേ അങ്ങോട്ട് പോണത്. കുറെ അഗ്നിയിലല്ലേ? വായുവിലേക്കല്ലേ? ജലത്തിലേക്കല്ലേ? അപ്പൊ ഇത് എവിടെ വന്നത്? ഈ 5 വസ്തുക്കളെ നിർമ്മിതമാണ് ഈ ശരീരം. അത് മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചം മുഴുവൻ അത് തന്നെയാ. അപ്പൊ അങ്ങനെയുള്ള ശരീരമാണ് ഏത്? സ്ഥൂല ശരീരം. പിടി കിട്ടിയോ? ഇനി തെറ്റിക്കോ? ഇല്ല. അടുത്തത് സൂക്ഷ്മ ശരീരമാണ്. അത് 3 വസ്തുക്കളാണ് പറയുന്നത്. ഒന്ന് മനസ്സ്, എന്താണ്? പിന്നെ അഹങ്കാരം, പിന്നെന്താ ഒന്നുകൂടെ ഉണ്ട്, ബുദ്ധി, മനസ്സ്, അഹങ്കാരം. കേട്ടോ? സ്ഥൂല ശരീരം നമുക്ക് കാണാൻ സൂക്ഷ്മ ശരീരം നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് 3 വസ്തുക്കൾ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്ന പറയുന്നത്. ഏതൊക്കെയാണ്? ബുദ്ധി, അഹങ്കാരം, മനസ്സ്. കേട്ടോ? ബുദ്ധി, മനസ്സ്, അഹങ്കാരം. നിങ്ങളുടെ മനസ്സൊന്ന് കാണിക്കാമോ? ഒന്ന് കാണിച്ചേ. തന്നതില്ല വരൻ ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ എന്ന് ആശാൻ പാടിയിട്ടുണ്ട്. മനസ്സാരം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ബുദ്ധി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അഹങ്കാരം വേണമെങ്കിൽ ഒരു കൈ നോക്കാം, അല്ലേ? ആ അഹങ്കാരം അല്ല. അപ്പൊ മനസ്സിലായോ? സൂക്ഷ്മ ശരീരം എന്തൊക്കെയാണ്? 3 ഇത്രയുള്ളൂ അല്ലേ? 3 വസ്തുക്കൾ മനസ്സിലായോ? ആരും തലയാട്ടുന്നില്ലേ? ഓക്കെ അല്ലേ? ഈ 3ആണ്. ഇനി ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ കാര്യം പറയാനാ. നിങ്ങളുടെ ഈ നെല്ലിക്കാപ്പറമ്പിൽ ആരെങ്കിലും പല്ലുവേദന വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്? ഇപ്പൊ പറയണോ? ഉണ്ട്. മുട്ടുവേദന വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ചെവി വേദന, മാനസിക വിഷമം, മനസ്സിന്റെ പ്രയാസം കൊണ്ട് ഉണ്ടല്ലോ. അപ്പൊ എന്തോ ഒരു കാര്യമുണ്ട്. ഞാൻ എന്താ പറഞ്ഞെന്ന് പറയാം. അപ്പൊ ഈ ശരീരം മാത്രമാണോ പ്രധാനം? ഈ ശരീരത്തിന് മാത്രമേ പ്രാധാന്യം ഉള്ളൂ? ശരീരത്തിന് ഒരുവിധമുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ താങ്ങും, ഇല്ലേ? ഒരുവിധം പ്രയാസങ്ങളൊക്കെ വന്നാൽ പിടിച്ചു നിൽക്കും. പക്ഷെ മനസ്സിനാണെങ്കിലോ പിന്നെ അതിനേക്കാളും താങ്ങാൻ പ്രയാസമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? നമ്മൾ ദിവസം കുളിക്കാറില്ലേ? കുളിക്കുന്ന എല്ലാവരും 2 വട്ടം കുളിച്ചിട്ടുണ്ടാവും സാധ്യത. ശരിയല്ലേ? കുരു തൊട്ടിട്ടുണ്ട്, നല്ല മുടി ജീവിട്ടുണ്ട്. എന്നെ പോലെ മുടി കറുത്തല്ലേ വെളുത്തോ? അതൊക്കെ നല്ല കറുപ്പിച്ച് കുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് ഇല്ലേ നല്ല പെർഫ്യൂം, ഞാൻ കറുപ്പിച്ചില്ല കേട്ടോ, നല്ല പെർഫ്യൂം ഒക്കെ അടിച്ച് വന്നിരിക്കുന്നില്ലേ നമ്മള്? അപ്പൊ നമ്മുടെ ശരീരം നമ്മൾ നല്ലോണം നോക്കുന്നില്ലേ? നല്ല ഭംഗിയായിട്ട് അമ്മയൊക്കെ നോക്കുന്നുണ്ടല്ലോ. കേട്ടോ? ശരിയല്ലേ? എന്നാൽ അതുപോലെ തന്നെ അതിൽ കൂടുതലോ ശ്രദ്ധിച്ച് വൃത്തിയാക്കേണ്ട ഒരു വസ്തുവാണ് ഏത്? നമ്മുടെ മനസ്സ്. ശരിയല്ലേ? അപ്പൊ മനസ്സ് വൃത്തിയാക്കാത്തതല്ലേ പ്രശ്നം? മനസ്സ് വൃത്തിയാകുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്. അപ്പൊ ആ മനസ്സിനെ വൃത്തിയാക്കണം. അതിനുള്ള മാർഗം എന്താണ്? മനസ്സിനെ വൃത്തിയാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ ഈ മാളികപ്പുറത്തമ്മ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് പുണ്യഗ്രന്ഥ പാരായണമല്ലേ? ആണോ? പിന്നെ വേറെന്താണ്? പ്രാർത്ഥനയല്ലേ? ധ്യാനമല്ലേ? ക്ഷേത്ര ദർശനമല്ലേ? തീർത്ഥാടനമല്ലേ? സത്സംഗമല്ലേ? നല്ല പുസ്തകം വായിക്കുന്നൊക്കെ പറഞ്ഞു. പിടി കിട്ടിയോ? മനസ്സ് നന്നാവോ ഇല്ലയോ? ഇല്ല. നന്നാവും. ഉറപ്പാണോ? നമുക്കൊന്ന് നോക്കിയാലോ? പറയാൻ വിചാരിച്ചു. നോക്കാം. അപ്പൊ അതായത് ഈ പ്രാർത്ഥന ചൊല്ലിയാലും ധ്യാനം നടത്തിയാലും പിന്നെ തീർത്ഥാടനത്തിന് പോയാലും പ്രഭാഷണം കേട്ടാലും നാടകം കണ്ടാലും ഒക്കെ അറിവാണോ കിട്ടുന്നത്? എല്ലാം ഒരു സാധനം തന്നെ. ഏതാ തരുന്നത്? അറിവാ തരുന്നത്. നമ്മുടെ മനസ്സ് നന്നാവണമെങ്കിൽ ഏതറിവ് തരണം? 2ാം ലോക മഹായുദ്ധത്തിൽ 2000 പേര് മരിച്ചു എന്നാണോ? അല്ലെങ്കിൽ എന്താണ് ഫ്രാൻസിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന വിപ്ലവം നടന്നതെന്ന് പഠിച്ചാൽ മനസ്സ് നന്നാവോ? അത് പഠിച്ചിട്ട് ആ കുട്ടികളൊക്കെ ഇപ്പൊ അങ്ങനെ നന്നായി നടക്കുന്നത്. മനസ്സിലായോ? നല്ലത് പഠിപ്പിക്കാൻ നേരമില്ല.
പുസ്തകത്തിൽ കൊടുക്കൂല നമ്മൾ ഈ പറയുന്ന ഒന്നും. പിടികിട്ടിയോ? അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അത് നമുക്ക് സ്വന്തമായിട്ടൊരു ഉദാഹരണം ഉണ്ട് തിരുമേനി. എന്താ ഉദാഹരണം അറിയോ? പറയട്ടെ. അത് നമ്മുടെ തിരുമേനിയല്ലേ, ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ വരുന്ന. അപ്പോ എന്താ ഉദാഹരണം പറയട്ടെ. എനിക്ക് പരിചയമുള്ള ഒരു രത്നാകരനുണ്ട്. നിങ്ങൾക്കും പരിചയം ഉണ്ടാവാൻ സാധ്യത. നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കും. രത്നാകരൻ അറിയോ? നെല്ലിക്കാപ്പറമ്പിലെ രത്നാകരനല്ല. മനസ്സിലായോ? ബൈക്കിലിരിക്കുന്നവർക്ക് ഏത് രത്നാകരനായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്? ഇവിടെയൊക്കെ പറയുന്നത് അവര് പറയത്തില്ല, അവർക്ക് ഭയങ്കര അഹങ്കാരം കേട്ടോ. ശരിയായിട്ടാ, നിങ്ങൾ കഴിയട്ടെ, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അല്ല പിന്നെ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യാതെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. തൊട്ടിമക്കാരൊക്കെ നല്ല ആൾക്കാരാണല്ലോ. പറഞ്ഞോ, ഏതാ പറഞ്ഞത്? വാൽമീകിനെ അറിയോ? അങ്ങോട്ട് നല്ലോണം കേൾക്കുന്നില്ലേ? സൗണ്ട് കൂട്ടുണ്ടല്ലോ. വാൽമീകിയെ മനസ്സിലായോ? വാൽമീകിയുടെ പൂർവാശ്രമത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? രത്നാകരൻ. ഓക്കെ ആണല്ലോ. രത്നാകരൻ എന്തായിരുന്നു പണി? രത്നാകരന്റെ സ്വഭാവം എന്തായിരുന്നു? അവിടെ കുറെ പേരിപ്പുണ്ടല്ലോ. നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടായിരുന്നോ? എന്തായിരുന്നു രത്നാകരന്റെ ജോലി? എന്തായിരുന്നു? തട്ടിപ്പ് പിടിച്ചു പറയും അല്ലേ? കൊള്ളിയപ്പോ എന്നൊക്കെ പറയും പോലെ അവരുടെ കണ്ണിൽ മുന്നിൽ പെട്ട അവരൊക്കെ പിടിച്ചു പറിക്കും, വേണ്ടി വന്നാൽ ഉപദ്രവിക്കും, ശരിയാക്കും. എല്ലാം തട്ടിപ്പ് നടത്തി അങ്ങനെ കഴിഞ്ഞു പോയത്. സുഖമായിട്ട് തിന്നു സൂചിച്ച് ഇങ്ങനെ രാഷ്ട്രത്തിനോ കാട്ടാളനോ പിശാചൊക്കെ പോലെ തന്നെ നടക്കാൻ, അങ്ങനെ ഒരു കാട്ടാളനായിട്ട് ജീവിക്കാൻ. അങ്ങനെ ഇരിക്കെ അവരുടെ മുന്നിൽ ചെന്ന് സപ്തർഷിമാർ പെട്ടു. അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ. കഥ എല്ലാവർക്കും അറിയുന്നുണ്ട്, ആർക്കും അറിയാത്ത കഥയല്ല. പക്ഷെ ഇവിടെ ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അറിയാത്തത് കൊണ്ടല്ല. പിന്നെ ഭഗവത് കാര്യങ്ങൾ എത്ര ആവർത്തിച്ചാലും അത് തെറ്റല്ലെന്നും അത് കേൾക്കുന്നവർ മടുക്കൂലെന്നുമാണ് സത്യം. ശരിയല്ലേ അമ്മേ? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇത് കഥയൊക്കെ നിങ്ങൾ എത്ര കേട്ടതല്ലേ, പിന്നെ പിന്നെ പറയാൻ നമ്മുടെതല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? ക്രിസ്ത്യൻ തന്നെ. അപ്പൊ ശരിയാണ്. അപ്പൊ എന്താണ് ഈ രത്നാകരന്റെ പണി മനസ്സിലായോ? അയാളുടെ മുമ്പിൽ ആര് വന്ന് വിട്ട്? സപ്തർഷികൾ വന്നു. സപ്തർഷികൾ വന്ന് അവരെ പിടികൂടിയപ്പോ പറഞ്ഞു, നിനക്കെന്താ വേണ്ടത്? അപ്പൊ ഇവരുടെ കയ്യിലുള്ള സമ്പത്തോ പണമോ പന്നോ എന്തൊക്കെ ആയിരിക്കും, അതൊന്നും നമ്മുടെ കയ്യിലില്ല. സപ്തർഷി സന്യാസി ശ്രേഷ്ഠന്മാരാണ്. അവര് പറഞ്ഞു, ശ്രീശ്വരന്മാർ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലടോ, നീ വിചാരിക്കുന്നൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ അങ്ങനെ തരാൻ നിവൃത്തിയില്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ ചോദിച്ചു നീ എടുക്കുന്ന പണി എന്താന്ന് നിനക്ക് അറിയാമോ എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? ആത്മജ്ഞാനം, ഈശ്വരനെ സംബന്ധിച്ച, ആത്മാവിനെ സംബന്ധിച്ച അറിവ് മെല്ലെ ഈ കാട്ടാളനോട് കൊടുക്കുകയാണ്. കാട്ടാളൻ മെല്ലെ പറഞ്ഞു കൊടുത്തു, നീ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിനക്കറിയാമോ? ഇങ്ങനെ മഹാപാപം ചെയ്താൽ നിനക്ക് വരാൻ പോകുന്ന വിധി എന്താണെന്നറിയാമോ? പരനുപരം പരിതാപമേകിടുന്നോർ എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. ഇല്ലേ? അവൻ വളരെ വലിയ ആപത്തിൽ ചെന്ന് പെടും, അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. എന്താണ്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ. ശരിയല്ലേ? ഒക്കെ അറിയാലോ. അപ്പൊ ഇതുപോലുള്ള മഹത്തത്വങ്ങളുടെ വല്ല കൊണ്ട് പറഞ്ഞോട് കൊടുത്തു. അപ്പൊ എന്താ ഞാൻ ചെയ്യുന്നത് തെറ്റ്? നീ ഇങ്ങനെ ആളുകളെ കൊള്ളയടിച്ച് പിടിച്ചു പറിച്ചൊക്കെ എടുക്കുന്നത് പാപമാണ്. പാപം ചെയ്യുന്ന നിനക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പൊ നീ എത്രമാത്രം പാപ ചെയ്ത് കൂട്ടിയത്, ഇത് മുഴുവനും കൂടി നീ എങ്ങനെ അനുഭവിച്ചു തീർക്കും എന്ന് ചോദിച്ചു. അപ്പൊ മുമ്പ് ആലോചിച്ച് പറഞ്ഞു, അതിന് കുഴപ്പമില്ല, വീട്ടിൽ 5-8 മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് അതിന്റെ വെയിറ്റ് കുറയല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞു. ഉറപ്പാണോ എന്ന് ചോദിച്ചു. എന്നാ പോയി ചോദിക്കണമെന്ന് നേതാവാണ്. നേരെ വീട്ടിൽ പോയിച്ചിട്ട് കെട്ടിയോളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ രണ്ടുപേരും എന്നോട് വന്ന് പറഞ്ഞു, ഇതിന് ഒരുപാട് പാപമുണ്ട്, അത് നമ്മൾ പങ്കിട്ടാൽ കുഴപ്പമില്ലല്ലോ, നീ കുറച്ച് ഏറ്റെടുക്കോ, മക്കൾക്ക് കുറച്ച് ഷെയർ ചെയ്തോട്. അത് പറ്റത്തില്ല, നിങ്ങൾ കൊണ്ടുവരുന്നൊക്കെ ഞങ്ങൾ തിന്നാൻ കൂടാ, പാപമൊക്കെ നിങ്ങൾ തന്നെ എടുത്തോളിന്ന്. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണോ? തിരിച്ച് പാഞ്ഞു വരുന്നു. പാഞ്ഞു വന്നിട്ട് സപ്തർഷികളോട് പറഞ്ഞു, അവരാരും ഇതിന്റെ ഷെയർ ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ എടുക്കണമല്ലോ. നീ തന്നെ അനുഭവിക്കണം. അപ്പൊ ഞാൻ ഇത്രയും വലിയ പാപം ചെയ്തപ്പോ ഞാൻ എത്ര അതിന് ഫലം അനുഭവിക്കണം? ഞാൻ എന്താ ചെയ്യാ? ഇതിന് വല്ല പരിഹാരം ഉണ്ടോ? എനിക്ക് എത്രയും പെട്ടെന്ന് പ്രായശ്ചിത്തം ചെയ്ത് ഇതിന് എന്തെങ്കിലും ഒരു മോചനം, പാപമോചനത്തിന് വല്ല വഴിയുണ്ടോ? കരഞ്ഞു പറഞ്ഞു. അപ്പൊ ഇയാൾക്കുള്ളിൽ അറിവ് ചെന്നപ്പോ പാപം തിരിച്ചറിയുകയാണ്. അവന്റെ ഉള്ളിലെ ചൈതന്യം മെല്ലെ ഉണർന്നു. അവൻ അപേക്ഷിച്ച് കൈകൂപ്പി ആ സപ്തർഷികളോട്. അപ്പൊ പറഞ്ഞു, ശരി, നിനക്ക് പാപമോചനത്തിനുള്ള സമയമായിട്ടുണ്ട്, അതിന് വഴി നമ്മൾ പറഞ്ഞു തരാം. അതിനാകെ ആശ്രയിക്കേണ്ടത് ഈശ്വരന്റെ പാദത്തിലാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുക, ഈശ്വരനിൽ അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അത് എങ്ങനെയാണ്? അതിന് നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോ? അതെന്തോ സാധനം? അപ്പൊ നിനക്കെന്താ അറിയാം? എനിക്കാകെ അറിയാവുന്നത് മാരോ കൊല്ലുക, തിന്നുക, അത്രേ ഉള്ളൂ. മാരോ എന്ന് കേട്ടിട്ടുണ്ടോ? ഹിന്ദിയിൽ കേട്ടില്ലേ? മര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക എന്നാ. കേട്ടിട്ടുണ്ടോ? ആകെ അതേ അറിയത്തുള്ളൂ. മൂപ്പര് ടൂത്ത് പേസ്റ്റ്, ബ്രഷും പേസ്റ്റും ഒന്നും കണ്ടിട്ടില്ല. നാക്ക് പഠിക്കാൻ ടങ് ക്ലീനറും കണ്ടിട്ടില്ല. നാവൊന്നും വഴങ്ങത്തില്ല. അപ്പൊ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്താൽ കേൾക്കുവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? നിനക്ക് അറിയുന്ന പദം ഏതാണ്? ആദ്യമൊക്കെ അത് മലയാളത്തിൽ മരം എന്ന് പറഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല കേട്ടോ, അത് അന്ന് മരവും മലയാളവും ഒന്നും അല്ല. അപ്പൊ പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു സ്വാമിജി
അതിനെ വ്യക്തമാക്കിയപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. എന്താണ് ഈ മര എന്നുള്ള സംഭവമാണ് അവർ പരിചയം. ആ വാക്ക് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു മര 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 രാമ 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 മരാമ രാമ 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 നിർത്തിയില്ലേ? അപ്പൊ ഭഗവാനെ വിളിക്കുക എങ്ങനെയാ വിളിക്കുന്ന അറിയാമോ? എന്താ ഒരു വാക്ക് പറയാൻ പറ്റുമോ? ഏത് വാക്കാ? ഉത്കടമായ, അത്യന്തം. ഇംഗ്ലീഷിലാണ് ഇന്റൻസ് ലോങ്ങിങ് എന്ന് പറയും. അതിതീവ്രമായ ആഗ്രഹമാണ്. കൊടിയ പാപങ്ങൾ ചെയ്തു കൂട്ടി ഇനി ഇതിൽ നിന്നൊരു മോചനത്തിന് യാതൊരു രക്ഷയില്ല. അപ്പോൾ ഇനി ഭഗവാന്റെ അനുഗ്രഹിക്കല്ലാണ്ട് ഒരു മാർഗവും. അതുകൊണ്ട് ഭഗവാനെ എന്നുള്ളിൽ നീട്ടി അങ്ങോട്ട് വിളിച്ചിട്ട് രാമ 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 ചൊല്ലിട്ട് പോയിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു. ഇടി വെട്ടിയാൽ അറിയില്ല, കൊടുങ്കാറ്റടിച്ചാൽ അറിയില്ല, മഴ പെയ്താൽ അറിയില്ല, ഭൂമി കുലുക്കം ഉണ്ടായാലും അറിയില്ല. അത്രയ്ക്ക് ഉത്കടമായ ഏകാഗ്രതയിൽ ഭഗവാനിൽ മാത്രം ലയിച്ചങ്ങോട്ട് ഇരുന്നു പോയി. അങ്ങനെ വർഷങ്ങൾ വേനലും മഞ്ഞും മഴയുമായി കടന്ന് പോയി. ശരീരമാസകലം മണ്ണ് മൂടിയിട്ടും അയാൾ അറിഞ്ഞില്ല. ഒടുവിൽ സപ്തർഷികൾ തിരിച്ചു വന്ന് മണ്ണ് പൊട്ടിച്ച് പുറത്തിറക്കിയപ്പോ അദ്ദേഹത്തിന് പേര് മാറി വാത്മീകി എന്നായി. ശരിയല്ലേ? ഇതെല്ലാവർക്കും അറിയാലോ. ആ വാത്മീകി പിന്നെ അടുത്ത ദിവസം നമുക്ക് ആ നദിക്കരയിൽ പ്രാർത്ഥിക്കുന്നൊന്ന് കാണാം. അതിനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട അതിനെ കൊണ്ടുവന്നു അദ്ദേഹത്തെ. മനസ്സിലായി? എവിടെയാ? തമസാ നദിയുടെ തീർത്ത് അതാ നിൽക്കുന്നുണ്ടോ? വാത്മീകി മഹർഷി നിൽക്കുന്നുണ്ട്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതാ രണ്ട് പക്ഷികൾ ആ തേക്കിന്റെ മുകളിൽ ഇരിക്കുന്നു. കണ്ടില്ലേ? അവിടെ തേക്കുണ്ട് കേട്ടോ. അതായിരുന്നു അവരിങ്ങനെ വർത്താനം പറഞ്ഞു. എന്തെങ്കിലും വിശേഷം ഒന്നിനല്ലേ ഇന്ന് ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കാം. അപ്പോഴാണ് ഒരു വേടൻ വന്നിട്ട് അമ്പ ഇത് ഒന്നിന് താഴോട്ടിട്ടത്. ശരിയല്ലേ? ആ ഒന്ന് താഴോട്ട് പെടഞ്ഞു വീഴുകയാണ്. പ്രാണവേദനയിൽ ആ പക്ഷി നിലത്ത് കിടന്ന് പെടയാണ്. ഈ സമയം കൂടെ ഇരുന്ന കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനെ വധിച്ചതിൽ അല്ലെങ്കിൽ ഇങ്ങനെ അമ്പത് താഴെ ഇട്ടത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ചിറകടിച്ച് പറന്ന് അലമുറയിട്ട് കരഞ്ഞും അങ്ങനെ വട്ടമിട്ട് പറക്കാണ്. ഈ കാഴ്ച കണ്ടപ്പോ ആ വാത്മീകി മഹർഷിക്ക് സഹിച്ചില്ല. അദ്ദേഹം ചാടി എഴുന്നേറ്റ് ദേഷ്യം പിടിച്ച് ശപിച്ചു. മാനുഷാദ പ്രതിഷ്ഠാന്തമകമസ്തീഹി ശപിക്കാണ്. അല്ലേ? അപ്പൊ ഇത് രത്നാകരനായിരുന്നെങ്കിലോ ഒന്നും ആലോചിച്ചു. ഈ വാൽമീകി ആകുന്നതിന് മുമ്പ് രത്നാകരനായിരുന്നു ആ പുഴയെ നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കാം. എന്ത് സംഭവിക്കായിരുന്നു? അയാൾ ആ വേടനെ വിളിക്കും, ഡോ അതിനെ കൂടെ അമ്പയുടെ താഴെ ഇടണമെന്ന് പറയും. ശരിയല്ലേ? എന്ത് പറയും? ആ കൂടെ വട്ടം കറങ്ങുന്ന പക്ഷീനെ കൂടി താഴെ ഇടാൻ പറയും. പിന്നെ എനിക്ക് തോന്നുന്നത് അവർക്ക് അടി നടക്കുന്ന. എന്തിനാ അടി നടക്കാന്ന് അറിയാമോ? ഒന്ന് എനിക്ക് വേണമെന്ന് പറയും. അമ്പ ഇത് ഇട്ട് കഴിയുമ്പോ ഒന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ താഴെ ഇട്ടത്, അതെനിക്ക്. അവര് തമ്മിൽ അടി ഉണ്ടാവും. ഇതെപ്പോഴാണ്? അയാൾ കാട്ടാളനായിരുന്ന സമയത്ത് അയാൾ എന്താണ്? അയാളുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം ഉറങ്ങിക്കിടക്കാണ്. ഇപ്പോഴോ ആ ഋഷീശ്വരന്മാർ നൽകിയ ആത്മജ്ഞാനത്തിൽ നിന്ന് തിരിച്ചറിവുണ്ടായി. അയാൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തപസ്സിരുന്ന് ഈശ്വര സാക്ഷാത്കാരം നേടി. അപ്പോൾ വാൽമീകി ആരായി തീർന്നു? മനുഷ്യത്വത്തിന്റെ അഥവാ അനുകമ്പയുടെ ആൾ രൂപമായി മാറിയോ ഇല്ലയോ? അനുകമ്പയുടെ ആൾ രൂപമായി മാറ്റാൻ സാധിച്ചു. എപ്പോഴാ മാറ്റാൻ സാധിച്ചത്? ഈ പറയുന്ന സപ്തർഷികളുടെ ആ വലിയ ആത്മജ്ഞാനം പകർന്നു നൽകിയപ്പോഴല്ലേ? അപ്പൊ അറിവ് പകർന്നു നൽകിയാൽ മനുഷ്യൻ നന്നാകുമെന്ന് ഈ അമ്മ പോലും സമ്മതിക്കൂലേ? അത്ര. ഇനി ഇത് നമ്മൾ പുരാണത്തിലാണെങ്കിൽ ജീവിതത്തിൽ ഒരെണ്ണം പറയട്ടെ. ജീവിതത്തിലുള്ള അനുഭവം ഏതാ പറയേണ്ട? ഒരുപാട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും. അത് ഒരെണ്ണം പറയാൻ പറ്റിയത്, ഒരു ക്ലാസ്സിൽ 49 കുട്ടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പഠിച്ചോട്ടല്ലേ? 49 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ വിഷു വന്ന സമയത്ത് ഈ വിഷുവിന്റെ അടുത്ത് എത്തിയപ്പോ അതിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു പേര് നമുക്ക് കൊടുക്കാം, ഇന്ദു എന്നായിക്കോട്ടെ. ഇന്ദു എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ ആശുപത്രിയില്ല. അവര് തീരെ ബുദ്ധിമുട്ടാണ്, വീട്ടിലൊന്നും ഇല്ലാത്ത പാവാണ്. ആശുപത്രിയിൽ കൂടെ ആയപ്പോ വീട്ടിന് അതിനൊരു പണിയെടുക്കാൻ പറ്റത്തില്ല, പട്ടിണിയിലാണ്. അപ്പൊ ഈ ക്ലാസ് എടുക്കുന്ന ക്ലാസ് മാഷ് നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഈ യുദ്ധവും വിപ്ലവവും മാത്രമല്ല പഠിപ്പിക്കുക, അതിനിടയിൽ എന്തും കൂടെ പറഞ്ഞു കൊടുക്കും. നമ്മൾ ഈ പറഞ്ഞ ആധ്യാത്മികമായ അറിവ് അഥവാ നന്മയെ കുറിച്ച്, മൂല്യങ്ങളെ കുറിച്ച്, ഭാരത ദർശനത്തെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാഠത്തിനിടയിൽ നിങ്ങൾ കൊടുക്കും. അപ്പൊ ആ മാഷാരാണ്? നല്ലൊരു മാഷാണ് അല്ലേ? അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ വരുന്നത് പോലുള്ള ആളുകളായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള നല്ല മാഷാണ്. അപ്പൊ അയാൾ ഇത് പറഞ്ഞു പഠിപ്പിച്ച നല്ല കുട്ടികളുടെ ക്ലാസ്സാണ്. അപ്പൊ ഈ മാഷൊക്കെ ഒരു സങ്കടം, ഈ കുട്ടി ഈ വിഷു വരുമ്പോ അതിനൊരു ഉടുപ്പ് വാങ്ങാനോ ഒരു വിഷു കൈ നീട്ടം കിട്ടാനോ ഒന്നുമില്ലല്ലോ. അതിന് സ്ഥിതി ആലോചിച്ചപ്പോ ആ മാഷൊക്കെ സങ്കടമായിട്ടോ. ഇത് കേട്ടപ്പോ നിങ്ങൾക്കും സങ്കടമായില്ലേ? അന്ന് വിഷു കൈ നീട്ടം കൊടുക്കാൻ നമുക്ക്. അപ്പൊ ഈ മാഷ് വിചാരിച്ചു ഈ കുട്ടിക്ക് എന്തോ കൊടുക്കണം. പക്ഷെ കുട്ടിക്ക് ക്ലാസ്സിൽ നിന്ന് ഒരു പിരിവെടുത്തിട്ട് കൊടുത്താൽ കുട്ടിക്ക് ക്ഷീണമല്ലേ, നാണക്കേടല്ലേ? ഈ പാവപ്പെട്ട കുട്ടി അങ്ങനെയാണ്. ഇപ്പോ ഈ 2 കിലോ അരി കൊടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ കൊടുക്കാൻ പറ്റും. ആ കുട്ടി പാവമാണെന്നുള്ളത് നാട്ടുകാരെ അറിയിച്ചിട്ട് അതിന് നാണം കെടുത്തല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സഹായം ചെയ്യുന്നതൊന്നും ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കില്ല, പത്രം നിർത്തിപ്പോ അങ്ങനെ. അപ്പൊ അതുപോലെയാണ് മാഷൊക്കെ വിവരമുള്ളതുകൊണ്ട് ഇത് കുട്ടിയെ അപമാനിക്കാനും പാടില്ല. അപ്പൊ മാഷ് പറഞ്ഞു, എടോ ചങ്ങായിമാരെ, വിഷു അല്ലേ? അതെ സാറേ. നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു വിഷു കൈനീട്ടം കൊടുക്കണ്ടേ? കൊടുക്കാം സാർ.
നിങ്ങൾ സമ്മതമാണ്. എന്നാ ഒരു കാര്യം, നിങ്ങളൊക്കെ 100 രൂപ കൊണ്ടുവരിക, 49 പേര് 100 കൊണ്ടുവരിക, ഞാനും കൊണ്ടുവരാം 100, അപ്പൊ 5000 ആവൂലേ? നാളെ കൊണ്ടുവരാൻ പറ്റുമോ? ഓക്കെ, നാ കൊണ്ടുവരാം. കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? 2 പെട്ടി മേശപ്പുറത്ത് വെച്ചു മാഷ്. എന്നിട്ട് പറഞ്ഞു, എടാ നിങ്ങൾ പൈസ ഇപ്പെട്ടിയിലിടുക, എന്നിട്ട് പേരെഴുതി ആ പെട്ടിയിലിടുക. എന്നിട്ട് പേരെഴുതിയിട്ടതിൽ നിന്ന് നറുക്കെടുത്തിട്ട് ആർക്ക് കൊടുക്കാം? കിട്ടുന്ന ആർക്ക് കൊടുക്കാം. നറുക്കെടുത്ത് കിട്ടുന്ന ആർക്കാണ് ആ കുട്ടിക്ക് കൊടുക്കാം. പോരെ? ഈ കുട്ടി കൊടുക്കണമെന്നും പറഞ്ഞില്ല. അങ്ങനെ പൈസ ഇട്ടു, എല്ലാരും പേരെഴുതി ഇട്ടു. എന്നിട്ട് ഒരു കുട്ടീനെ വിളിച്ച് നറുക്കെടുത്തു. എന്നിട്ട് മാഷ നറുക്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ ആ ഉദ്ദേശം മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക, രക്ഷിക്കോ. എന്തായാലും നറുക്കെടുത്തു, വായിച്ചു. നമ്മൾ പറഞ്ഞ കുട്ടീന്റെ പേരാണ് ഇന്ദു. ഹൗ മാഷ് മനസ്സിൽ വിചാരിച്ചു, ഭഗവാനെ രക്ഷിച്ചല്ലോ. എന്നിട്ട് ആ കുട്ടിക്ക് ഈ സമ്മാനം അവിടെ വെച്ച് അന്തസ്സായിട്ട് കൊടുത്തങ്ങോട്ട് വിട്ടു. പക്ഷെ മാഷ് ഉള്ളിൽ എന്തോ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് അറിയാനുള്ള കൊതി, ജിജ്ഞാസ. ക്ലാസ് കഴിഞ്ഞ് പെട്ടിയെടുത്ത് ഓടി നേരെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന ശേഷം പേരെഴുതിയിട്ട പെട്ടി പൊളിച്ചു, വായിച്ചു നോക്കി. 49 ഇന്ദുവാണ്. മനസ്സിലായോ? ആരാണ് ആ കുട്ടികളുടെ ഉള്ളിൽ ഈ നന്മ വിതച്ചത്? ഈ മാഷാണ്. മനസ്സിലായോ? അപ്പൊ എന്താ മാഷ് പഠിപ്പിച്ചത്? പാലിൽ വെള്ളം ചേർത്ത് വിറ്റാ ഇരട്ടി പൈസ കിട്ടുമെന്നല്ല. പണ്ട് കണക്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ അങ്ങനെ പഠിച്ചല്ലേ? 1 കുപ്പി പാൽ അതിൽ 1 കുപ്പി വെള്ളം കൂടെ ചേർത്ത് ആ കുട്ടി അങ്ങനെ പഠിച്ചേ. ശരിയല്ലേ? അപ്പൊ എന്തായി? കുട്ടിയെ പഠിപ്പിച്ചത് ഇരട്ടി കിട്ടുമെന്നാണ്. പാലിൽ വെള്ളം ചേർത്ത് ഇരട്ടി കിട്ടുമെന്ന് ആ കുട്ടി പഠിച്ചു. ശരിയല്ലേ കുട്ടിയെ? ആണോ? ഞാൻ ചുമ്മാ കേട്ടോ, എന്നെ പുറത്ത് വരുമ്പോൾ ചീത്ത അറിയും. ഓക്കെ ആണോ? അപ്പൊ ഇത് ആ മാഷ മനസ്സിലായി നിങ്ങൾക്ക്? അവിടെയും എന്തുകൊണ്ടാണ്? ആ കുട്ടിയുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ തൊട്ടുണർത്തുന്ന ആത്മജ്ഞാനം നൽകിയതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഇനി വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞാലോ? പറയട്ടെ. വേറൊരു ഉദാഹരണം നിങ്ങൾ അതും കേട്ടിട്ടുള്ള ഉദാഹരണമായിരിക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാല് എന്തായിരുന്നു? അതും സ്കൂളിലാട്ടോ. ഞാൻ ഇടയ്ക്ക് സ്കൂളിലൊക്കെ പോയാ ചിരിക്കണ്ട, സത്യ. ഇവിടെ തൊട്ടിമേലൊന്നും അല്ല, ഇവിടെ കൊടിയത്തൂരും അല്ല, വേറെ സ്കൂളാ. എന്താ സംഭവം അറിയോ? ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നിട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായി ചിലപ്പോ, ടീച്ചർ വന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങളെ സ്വാധീനിച്ച ഒരാളെ പറ്റി ഒരു പുറത്ത് എഴുതി തരാൻ പറഞ്ഞു. ഇതല്ല കേട്ടോ, പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞു. ടീച്ചറെ, നിങ്ങളെ സ്വാധീനിച്ച ഒരാളെ പറ്റി. അപ്പൊ എന്നുവെച്ചാൽ എന്താണ്? നിങ്ങളുടെ ഹീറോ. ചിലരെ നിങ്ങളെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ലേ? ചിലരെ പറ്റിയിട്ട് അല്ലെ കണ്ടിട്ട്, അല്ലെ അവരുടെ സ്വഭാവം അവർ പറഞ്ഞൊരു ഉപദേശം അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയെ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ അതുപോലെ ആകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഏതായാലും കുട്ടികൾ എഴുതട്ടോ. ഒരാൾ മോഹൻലാൽ എഴുതിയേ, ഇങ്ങനെ ചെരിഞ്ഞ് നടക്കുന്ന ഒരാളല്ലേ മൂപ്പര്. ഒരാൾ മമ്മൂട്ടി, ചന്ദന ലേപസുഗന്ധം. പിന്നെ ഒരാൾ എഴുതി വിവേകാനന്ദ സ്വാമികൾ, ഒരാൾ ശ്രീനാരായണ ഗുരു, ഒരാൾ എഴുതിയ മദർ തെരേസ. അങ്ങനെ എല്ലാവരും എഴുതുക. APJ അബ്ദുൽ കലാം, അങ്ങനെയൊക്കെ എഴുതുക. എല്ലാം എഴുതി. അങ്ങനെ ടീച്ചർ അവസാനം എഴുതി കഴിഞ്ഞിട്ടാട്ടോ എഴുതി കിട്ടി. പേപ്പർ വാങ്ങിയതാ പോണു. ടീച്ചർ സ്റ്റാഫ് റൂമിലെത്തി ഒഴിവുള്ള പീരീഡ് വായിക്കുകയാണ്. അങ്ങനെ ഓരോന്നിങ്ങനെ വായിച്ചു വന്നപ്പോ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അവന്റെ പേര് നരേന്ദ്രൻ എന്നാ. എന്താ എഴുതിയേക്കുന്നത്? എന്റെ അമ്മ കല്യാണിക്കുട്ടിയാണ് എന്റെ ഹീറോ. ഇത് കേട്ടിട്ടുണ്ടാരെങ്കിലും? എന്റെ അമ്മ കല്യാണിക്കുട്ടിയാണ് എന്റെ ഹീറോ. അപ്പൊ ടീച്ചർ, അയ്യേ എന്റെ ഒരു അമ്മ. ഇത് കണ്ട ടീച്ചറെ, നരേന്ദ്രൻ എഴുതിയതാ. എന്താ ടീച്ചർക്ക് പുച്ഛം അല്ലെ പുച്ഛം? എന്താ കാര്യം എന്നറിയോ? ഈ കല്യാണിക്കുട്ടി എന്ന് പറയുന്ന അമ്മ, അതായത് വീടിന്റെ മേലോട്ട് നോക്കിയാൽ ആകാശം കാണാം. തകർന്നു വീഴാറായ വീട്ടിൽ 3 മക്കളുമായിട്ട് എഴുതിയത്. ഇത് രണ്ടാമത്തെ കുട്ടിയാണ് എഴുതിയത്. മൂത്ത ആൺകുട്ടിയുണ്ട്, ഇളയൊരു പെൺകുട്ടിയുണ്ട്. വീട്ടുപണിക്ക് എവിടെയെങ്കിലും പോയിട്ടില്ലെങ്കിൽ കഞ്ഞി വെക്കാൻ പറ്റത്തില്ല. സുഖമില്ലെങ്കിൽ അന്നൊക്കെ പട്ടിണിയാ. അങ്ങനെ ദാരിദ്ര്യം പിടിച്ച് വീട്ടുപണി എടുത്ത് മെലിഞ്ഞുണങ്ങി യാതൊരു സൗന്ദര്യമില്ലാതെ ദുരിതം പിടിച്ച് കഴിയുന്ന ഒരു അമ്മയെ കുറിച്ച് അവൻ എഴുതുക. ഓന്റെ ഒരു മാതൃക, അവന്റെ ഹീറോ എന്റെ അമ്മ കല്യാണിക്കുട്ടിയാണ്. പക്ഷെ പിന്നെ ടീച്ചർ താഴോട്ട് വായിച്ചു. അപ്പൊ പിന്നെ അടുത്തത് എഴുതിയൊക്കെ എന്താണെന്നറിയാമോ? എന്റെ അമ്മയെ പോലെ ഒരു പാട്ടുകാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ അനിയത്തിക്കുട്ടി വിശന്ന് വാവിട്ട് കരയുമ്പോ അവളെ എടുത്തുകൊണ്ടുപോയി തുണിത്തൊട്ടിൽ കിടത്തി താരാട്ടുപാടി അവരെ ആശ്വസിപ്പിച്ച് കരച്ചിൽ നിർത്തി ഉറക്കുന്ന എന്റെ അമ്മയെക്കാളും നല്ലൊരു പാട്ടുകാരിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും അവൻ എഴുതി, എന്റെ അമ്മയെ പോലെ ഒരു ശില്പിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിരവധി വീടുകളിൽ പണിക്ക് പോയിട്ട് കിട്ടുന്ന പച്ചരി വാങ്ങിക്കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇടിച്ചു പൊടിച്ച് സ്റ്റീൽ പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് ഗ്ലാസ് കൊണ്ട് വിവിധ ആകൃതിയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി തരുന്ന എന്റെ അമ്മയെക്കാളും നല്ലൊരു ശില്പിയെ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ ഞങ്ങൾ വിശന്ന് വലയുമ്പോ ഞങ്ങളെ അടുത്ത് വിളിച്ച് ഇരുത്തി തലോടിക്കൊണ്ട് ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്ന മനോഹരങ്ങളായിട്ടുള്ള പുരാണ കഥകളും മൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കഥകൾ ഉൾപ്പെടുന്ന കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന എന്റെ അമ്മയെക്കാളും നല്ലൊരു കഥാകാരിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും അവൻ എഴുതി,
ഞങ്ങൾ വിശന്ന് ഭക്ഷണമില്ലാതെ കിടക്കുമ്പോ ഞങ്ങളുടെ അടുത്തിരുന്ന് ഞങ്ങൾ ഉറക്കാൻ വേണ്ടി അമ്മ പാട്ടുപാടുന്നതിനിടയിൽ അമ്മയുടെ കണ്ണുകൾ നിറയാറുണ്ട്. ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ഞങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി അമ്മ അഭിനയിക്കുന്ന ആ അഭിനേത്രിയെ, ഇത്രയും നല്ലൊരു അഭിനേത്രിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ മരിച്ചത്. ആ അച്ഛൻ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ ദൂരസ്ഥലങ്ങളിൽ പണിക്ക് പോയിട്ട് വൈകുന്നേരം വരും. വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച ശേഷം അയലത്തെ പറമ്പിൽ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന നാളികേരം പാരയിൽ പൊളിച്ചു കൂട്ടുന്ന എന്റെ അച്ഛനേക്കാളും വലിയൊരു കായികാഭ്യാസിയെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ആ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. വീണ്ടും ആ കുട്ടി എഴുതി, ഇനി എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും മകനായി എനിക്ക് പിറക്കണം. എന്റെ ജ്യേഷ്ഠൻ അനുജനായി, എന്റെ അനുജത്തിക്ക് ഏട്ടനായി ഈ വീട്ടിൽ തന്നെ ഭഗവാനെ എനിക്ക് ജന്മം തരണം എന്ന് ആ പേപ്പർ വായിച്ചു തീരുമ്പോൾ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പേപ്പറിലെ അക്ഷരങ്ങൾ പലതും മാഞ്ഞുപോയി. അവരുടെ ഇടം കൈയിരിക്കുന്നു അവരുടെ വയറുമേല. അവർ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി 15 വർഷമായി ഞാൻ പ്രാർത്ഥിക്കുക, ഈ നരേന്ദ്രനെ നീ എനിക്ക് മകനായി തന്നില്ലല്ലോ എന്ന്. ഇതെങ്ങനെയാണ് ഈ കുട്ടി ഇങ്ങനെ മാറിയെന്നറിയാമോ? അറിയാമോ? ഒരുപാട് പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള ശില്പിയെ അല്ലെങ്കിൽ അഭിനേത്രിയെ. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, കഥാകാരിയെ. ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞത്? ഇതേപോലൊരു കഥാകാരിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാ. ഏത് കഥയാ പറഞ്ഞു കൊടുത്തത് അറിയാമോ? നമ്മളിപ്പോ പറഞ്ഞതുപോലെ ആ കുട്ടികളുടെ ഉള്ളിലെ നന്മകളെ പുറത്തെടുത്തു കൊണ്ടുവരുന്ന മനോഹരങ്ങളായിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുത്തപ്പോ ആ കുട്ടിക്ക് ചോർന്നൊലിക്കുന്ന വീട് സ്വർഗമാണ്. തന്റെ മാതാപിതാക്കൾ എത്ര ദുരിതം അനുഭവിച്ചിരിക്കുന്നവരായാലും എത്ര സൗന്ദര്യമില്ലെങ്കിലും അവർ ആ കുട്ടിക്ക് ദൈവങ്ങളാണ്. ഏട്ടനും അനിയത്തിയും അവൻ ഏറ്റവും കണ്ണിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. മനസ്സിലായോ? അപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മുടെ കുട്ടികൾക്ക് നല്ലതൊക്കെ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ സൗന്ദര്യമൊന്നും അവരെ ബാധിക്കില്ല. അല്ലെ എന്ത് പറ്റുമെന്നറിയാം സഹോദരിക്ക്, മണിപ്രത്തമ്മയ്ക്ക്? അതിനോട് ഉദാഹരണം പറഞ്ഞു കൊടുക്കട്ടെ. ആ പറയാതിരിക്കുന്നവർക്ക് തോന്നുന്നുണ്ട് ഉദാഹരണം. എന്നാ പറഞ്ഞുതരാം. അതായത് ഇതേപോലെ ഒരു മകന്റെ കഥ വേറെ ഉണ്ട്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരമ്മയും മകനും മാത്രമേ ഉള്ളൂ. അച്ഛനൊക്കെ നേരത്തെ പോയി, അതുകൊണ്ട് പാവപ്പെട്ട ഇതുപോലെ ദുരിതം അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ഒരു കുടുംബം, അല്ലെങ്കിൽ ദുരിതക്കാരുടെ കഥയാ പറയുന്നില്ലേ. എന്താട്ടെ, അപ്പൊ ഈ അമ്മയ്ക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല്ലൊക്കെ പോയിട്ട് മുന്നിൽ 1-2 പല്ലേ ഉള്ളൂ, പിന്നെ ഒരു കണ്ണുമില്ല. അപ്പൊ വെലിഞ്ഞുണങ്ങി ഒരു കണ്ണുമില്ല, പല്ലുമൊക്കെ പോയാൽ സ്വാഭാവികമായിട്ട് അവർക്ക് സൗന്ദര്യം നമ്മുടെ സങ്കല്പത്തിൽ, മനസ്സിന്റെ അല്ലല്ലോ സൗന്ദര്യം നമ്മൾ നോക്കുക, അതല്ലേ നമ്മുടെ കുഴപ്പം. അങ്ങനെ കണ്ടാലൊരു സൗന്ദര്യം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ കുട്ടി 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കും മകനെ കൊണ്ട് ചേർത്തി ഇടയ്ക്ക് PTA മീറ്റിങ്ങിന് പോകുമ്പോൾ കൂട്ടുകാർ ചോദിക്കും ഇതാരാ അതിന്റെ അമ്മയാന്നൊക്കെ പറയുമ്പോൾ അവര് കളിയാക്കുവനെ, അയ്യേ നിന്റെ അമ്മ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അത് അതിന്റെ ആ രൂപത്തിൽ ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരാള് അങ്ങനെ അവരെ കുറ്റമല്ലല്ലോ അവർ വല്ലു പോയത്. എന്നാലും അങ്ങനെ ഒരു വിഷയം കുട്ടികൾക്ക് അറിയില്ലല്ലോ, കുട്ടികൾ കളിയാക്കും. അങ്ങനെ വല്ലാണ്ട് കളിയാക്കി ഈ കുട്ടിക്ക് അമ്മേനോട് വെറുപ്പായി മാറി. ഈ അമ്മയെ കാണുന്നത് അമ്മേന്റെ ഒപ്പം പോകാണ്ടായി, അമ്മേനെ സ്കൂളിൽ വിളിക്കാണ്ടായി, അമ്മ വരുന്നവന് ഇഷ്ടമല്ല, അമ്മയുടെ ഒപ്പം എവിടെയും പോകില്ല, വീട്ടിലും വഴക്കായി. അപ്പൊ ഇവര് തമ്മിൽ തെറ്റി, പിന്നെ അവര് തമ്മിൽ അടുപ്പമില്ല, ഒരു വീട്ടിൽ താമസിക്കുന്നതേ ഉള്ളൂ, ഭക്ഷണം എന്താ കഴിച്ച് അങ്ങനെ പോകും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 10-17 വയസ്സായപ്പോഴത്തേക്ക് അവൻ ആകെ വെറുത്തവൻ നാട് വിട്ടുപോയി, അമ്മേനെ ഉപേക്ഷിച്ച് പോയി. അവൻ പോയി ബോംബെ നഗരത്തിൽ എത്തിയെന്നാ പറയുന്നത്. അവിടെ പോയി എവിടേക്കോ അലിഞ്ഞു തിരിഞ്ഞ് നടന്ന അവസാനം പണി കിട്ടിയത് പിന്നെ നല്ല കഴിവുള്ളവനായതുകൊണ്ട് പിന്നീട് നല്ല ജോലിയൊക്കെ നേടി അവസാനം സമ്പത്തുണ്ടാക്കി കല്യാണമൊക്കെ കഴിച്ചു സുഖമായിട്ട് അവിടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം വരെത്തിയെന്നാ. അങ്ങനെ ഇരിക്കെ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോ കൂട്ടുകാരെല്ലാം കൂടെ അന്നത്തെ 10ാം ക്ലാസ്സുകാരെല്ലാം കൂടെ തെരഞ്ഞു പിടിച്ച് എല്ലാവരും നമ്പർ എടുത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് അതിലൊരു മെസ്സേജ് എടുത്തിട്ടു, അടുത്ത ഞായറാഴ്ച നമ്മൾ സ്കൂളിൽ വെച്ചൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്, പണ്ടത്തെ 10ാം ക്ലാസ്സുകാരെല്ലാം എല്ലാവരും വരണം. എന്നിട്ട് കിട്ടിയ നമ്പറിൽ എല്ലാം വിളിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മളീ പറഞ്ഞ കുട്ടിയെയും വിളിച്ചു. കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഗെറ്റ് ടുഗദർ ഉണ്ട്, 10 മണിക്കാണ്, നീ മക്കളെയും കൂട്ടി ഭാര്യയും കൂട്ടി വരണം, നമുക്ക് ഒന്നിച്ച് ചേരാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ആ വിളിയെ കിട്ടി ഇവൻ പോരാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ അതിന്റെ 2 ദിവസം മുമ്പ് വെള്ളിയാഴ്ച രാവിലെ ഒരാൾ ബെല്ലടിച്ചു വീടിന്. ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ ഭാര്യയാണ് കതവ് തുറക്കുന്നത്. നോക്കുമ്പോ ഒരു പല്ലില്ലാത്ത കണ്ണുമില്ലാത്ത ഒരാളാണ് നിൽക്കുന്നത്, മെലിഞ്ഞുണങ്ങി മുഷിഞ്ഞ രൂപം. കണ്ടപ്പോ തന്നെ ഇത് എന്തോന്നാണ്, ആരാന്ന് ചോദിച്ചിട്ട് ഞെട്ടിച്ച് കഥകം കാണിച്ചു. ഇത് മകൻ കാണുന്നുണ്ടാവും, മിണ്ടിയില്ല. അവൻ മനസ്സിലായി അമ്മയാണ്, പക്ഷെ മിണ്ടിയില്ല. അങ്ങനെ അവർ തിരിച്ചു പോന്നു, അവരുടെ ആ പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. അങ്ങനെ തിരിച്ചു വന്നു, ഞായറാഴ്ച വന്നു. അവർ തലേദിവസം തന്നെ എത്തി. ഞായറാഴ്ച ഗെറ്റ് ടുഗദർ ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞു, ഉച്ചയോട് കൂടി കഴിഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് അവന് തോന്നി ഈ വീടും അമ്മയൊക്കെ അവിടെ ഉണ്ടോന്ന് അറിയാനുള്ള ഉള്ളിലൊരു മോഹം ബാക്കിയുള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്തു, ഭാര്യയും മക്കളെ അവിടെ നിർത്തിയിട്ട് ഇവനൊന്ന് ഓടി വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വീട് തുറന്നു കിടക്കുന്നുണ്ട്, ആരും അവിടെ ഇല്ല, വിളിച്ചു ബെല്ലടിച്ചു, ആരുമില്ല. അങ്ങനെ അകത്ത് കയറി നോക്കി ചെന്നപ്പോ അടുക്കളയുടെ ഭാഗത്ത് ഒരാൾ വീണ് കിടക്കുന്നുണ്ട്. നോക്കുമ്പോൾ എന്റെ അമ്മയാ, ചൂട് മാറാതെ ആ ഒരു അരമണിക്കൂർ മുമ്പോ 1 മണിക്കൂർ മുമ്പോ മരിച്ചു വീണിട്ടുണ്ട്, അവിടെ കിടക്കാണ്. അപ്പൊ ഇവന എന്ത് ചെയ്യണമെന്ന് അറിയാതെ, അമ്മയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവന് വല്ലാത്ത വിഷമം തോന്നി ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതുപോലെ ഒരു ഗ്ലാസിന്റെ അടിയിൽ ഒരു പേപ്പർ ഉണ്ട്.
ആ പേപ്പർ നോക്കി അവൻ എടുത്തു. അതിൽ അമ്മ എഴുതിയിരിക്കുകയാണ്, മകനെ നീ എന്തെങ്കിലും വരുമെന്ന് ഞാൻ കരുതി, പക്ഷെ നീ വന്നില്ല. നീ വന്നെങ്കിൽ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷെ അതിനെനിക്ക് സാധിച്ചില്ല. ഏതായാലും നീ എന്തെങ്കിലും വരികയാണെങ്കിൽ നീ അറിയാൻ വേണ്ടി ഞാനിത് എഴുതി വെക്കുകയാണ്. മകനെ, നിനക്ക് 3 വയസ്സുള്ള സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് നിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്റെ മകൻ ഒരു കണ്ണില്ലാതെ വളരുന്നത് എനിക്ക് സഹിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എന്റെ ഒരു കണ്ണാണ് നിനക്ക് ഞാൻ തന്നത്. അതുകൊണ്ടാണ് മോനെ ഞാൻ വിരൂപിയായി പോയതും നിനക്ക് എന്നെ ഇഷ്ടമില്ലാതായി പോയതും. അത് പക്ഷെ നിനക്ക് പറഞ്ഞു തരാൻ എനിക്ക് കഴിഞ്ഞില്ല, നീ പിന്നിട്ട് വന്നതുമില്ല എന്ന് പറഞ്ഞ് എന്നോട് ക്ഷമിക്കാന്ന് പറഞ്ഞ കത്തവിടെ വെച്ചു. മകൻ ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാം. ഇതെങ്ങനെ സംഭവിച്ചതെന്നറിയാം? അറിയില്ല. ഈ അമ്മയും മകനുമായിട്ട് എന്ത് പറ്റി? അവർ തമ്മിൽ തെറ്റി അകന്നു തന്നെ നിന്നു. ഒരിക്കലും ആ അമ്മയുടെ സങ്കടം പറഞ്ഞു മനസ്സിലാക്കാനോ അവന്റെ ഉള്ളിലെ നന്മകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ പെരുമാറാനോ പറഞ്ഞു കൊടുക്കാനോ അവർക്ക് സാധിക്കാതെ പോയി. അത് അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോ നമ്മുടെ മക്കളുടെ ഉള്ളിൽ ഇതുപോലുള്ള നന്മകൾ കുത്തി നിറച്ചാൽ തീർച്ചയായിട്ടും പുറത്തേക്ക് എന്ത് വരും? നന്മകൾ വരും. അപ്പൊ അവര് നമ്മളെ കൈച്ചൂട്ട് പോലെ വലിച്ചെറിയുമോ? വയസ്സായ സുഹൃത്തുക്കളെ കേട്ടിട്ടുണ്ടോ കൈച്ചൂട്ട്? അത് കേട്ടില്ലേ? എന്താ സംഭവം? കൈച്ചൂട്ട് എല്ലാവർക്കും അറിയാലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെന്താ വെച്ചാല് ഇതുപോലെ തന്നെ ഒരു 85 വയസ്സായുള്ള ഒരു അച്ഛൻ, ഭക്തി കൊണ്ടൊക്കെ ഉണ്ടാവേണ്ടതാണല്ലോ. അതാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞു, നന്നാവാനല്ലേ പറഞ്ഞു. അപ്പൊ ഭഗവാൻ നമ്മളെ അനുകരിക്കും. അപ്പൊ ഭക്തി കൊണ്ട് ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? സമയം നോക്കണം കേട്ടോ. അപ്പൊ അത് 85 വയസ്സുള്ള അച്ഛനാ. ഈ അച്ഛന്റെ അതായത് ഭാര്യ ഒരു കൊല്ലം 2 കൊല്ലം മുമ്പ് മരിച്ചതാ. അച്ഛൻ ഇപ്പൊ കിടക്കുന്നിടത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ബെഡ് നനയുന്നുണ്ട്. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. അപ്പൊ അച്ഛന് ഭയങ്കര വിഷമായി. മകനും മകന്റെ ഭാര്യയും 10 വയസ്സുള്ള കുട്ടിയാണ് വീട്ടിലുള്ളത്. നല്ല സ്നേഹമുള്ള കുടുംബമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അച്ഛനും വല്ലാത്തൊരു വിഷമായി. അങ്ങനെ ഒടുവിൽ അച്ഛൻ മകന്റെ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. മകൻ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, മോനെ എനിക്കിപ്പോ ഒരു വിഷമുണ്ട്, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. അതെന്താ വെച്ചാ അത് അങ്ങനെയാണ്. പിന്നെ അതല്ലല്ലോ മോനെ, എനിക്കിപ്പോ മനസ്സ് വിചാരിക്കും പോലെ ശരീരം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നീ ഇത് കണ്ടോ, ഈ ബെഡ് നനഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്. ഒരു കാര്യം ചെയ്യാൻ പറ്റും, എന്നെ ചാത്തമംഗലത്തെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കാൻ പറ്റും. അയ്യോ അതെന്തിനാ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാനോ? ഞങ്ങൾ അച്ഛനെ പൊന്നുപോലും അതൊക്കെ കുഴപ്പമില്ല, നിങ്ങൾ നോക്കുന്നൊക്കെ. എന്നാ പിന്നെ എന്തിനാ? അതല്ല മോനെ, അപ്പുറത്തെ ദിവാകരേട്ടൻ, ഇപ്പുറത്തെ ദാമോദരേട്ടൻ, മുഹമ്മദാക്കൊക്കെ അവിടെ ഉണ്ട്. അവരുടെ ഒക്കെ കൂടുതൽ ഇങ്ങനെ കളിച്ചു കുത്തിരിക്കാൻ, കാരംസ് ബോർഡ് കളിക്കാൻ, ചെസ് കളിക്കാൻ, TV ഉണ്ട്, പത്രം ഉണ്ട്. എന്തു സുഖാന്നറിയോ? ഒന്ന് കൊണ്ടാക്കും. അതെങ്ങനെ അച്ഛാ അങ്ങനെ ഞങ്ങൾ കൊണ്ടാക്കുക? ഞങ്ങൾ നോക്കുന്നതുകൊണ്ട് അച്ഛൻ എന്തേ ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങളുടെ ഭാഗത്ത് എന്തേ? അതൊന്നുമില്ല. മകളും മരുമകൾ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പോകണം. എന്താ കാര്യം? ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എനിക്ക് തന്നെ കിടക്കാൻ പേടിയാ. പിന്നെ ഈ ശരീരം നിയന്ത്രിക്കാൻ. മോനെ ഇപ്പൊ ഇങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞാലോ? ഇപ്പൊ മൂത്രമാണ് പോകുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അതൊക്കെ ഒരു പ്രയാസമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പോകണം, അതാണ് ശരി, അല്ല ഞാൻ സമ്മതിക്കൂലെന്ന്. അച്ഛന് എന്തൊരു വാശിയാ. അവസാനം മകൻ പറഞ്ഞു, ഇങ്ങനെ വാശിയാണെങ്കിൽ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ നിർബന്ധിക്കാൻ നമുക്ക് കൊണ്ടാക്കുക, അല്ലാണ്ട് ഒരു മാർഗ്ഗമില്ല, നമുക്ക് കൊണ്ടാക്കാവുന്ന. അച്ഛന്റെ സാധനങ്ങളൊക്കെ കട്ടിലേലും അവിടെ എടുത്തോളാൻ പറഞ്ഞു, മരുന്നൊക്കെ എടുത്തോളാൻ പറഞ്ഞു. എല്ലാം എടുത്തു. എന്നാ പോലെ പോവാ. എന്നിട്ട് എന്ത് ചെയ്തു? അച്ഛനെ എഴുന്നേപ്പിച്ച് തോളത്ത് കൈയിട്ട് കൊണ്ടുപോയി. എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് അറിയാമോ? തൊട്ടപ്പുറത്ത് അച്ഛൻ മകന്റെ ബെഡ്റൂമിലേക്ക്. മകന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ആ കട്ടുമേൽ ഇരുത്തി. ആ കട്ടുമേൽ ഇരുത്തിയിട്ട് മകനും അടുത്തിരുന്നു. എന്നിട്ട് ചോദിച്ചു, അച്ഛാ ഇന്നു മുതൽ എന്റെ കൂടെ ഇവിടെയാണ് അച്ഛൻ കിടക്കുക. ഇനി അച്ഛന് പേടിയാവോ? ഇന്നു മുതൽ എന്റെ കൂടെ അച്ഛൻ കിടക്കുക. ഇനി അച്ഛന് പേടിയാവോ? ഇല്ലല്ലോ. എന്നിട്ട് ഒരൊറ്റ കരച്ചിലാ. എന്നാലും എന്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ ഉണ്ടായ അന്ന് തൊട്ട് നിലവിളിച്ച് ബഹളം വെച്ച് പല രാത്രികൾ ഉറങ്ങാതിരുന്നു, പല ആശുപത്രികളും കൊണ്ടുപോയി ഉറങ്ങാതെ കാവലിരുന്ന് കൊണ്ടു നടന്ന് പട്ടിണിയൊക്കെ ആയിട്ട് കൊണ്ടു നടന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് ഞങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിപ്പിച്ച് ജോലിയും വാങ്ങിത്തന്ന് എല്ലാ നിലയിലും എത്തി കൊണ്ടുപോയ അച്ഛൻ അവസാന കാലത്ത് അച്ഛനെ ഞാൻ കൈച്ചൂട്ടുപോലെ കുത്തിക്കെടുത്തി വലിച്ചെറിയണമെന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കരയാം. ആ അച്ഛനും മകനും കെട്ടിപ്പുണർന്ന് കണ്ണീരിങ്ങനെ ഒഴുക്കുകയാണ് സന്തോഷത്തിന്റെ. ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ യഥാർത്ഥ സ്വർഗം? അത്തരത്തിലുള്ള സ്വർഗം പണിയാൻ ഭഗവാൻ എന്താ പറഞ്ഞത്? മനസ്സ് ശുദ്ധമാക്കണം. അല്ലേ അമ്മേ? ഞാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ മക്കൾക്ക് എന്താ കൊടുക്കേണ്ടത്? അതുപോലെയുള്ള നല്ല നല്ല അറിവ്. ആ അറിവ് കൊടുക്കേണ്ട ഒരു സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയാമോ? എനിക്കറിയാം. ക്ഷേത്രത്തിൽ മാതൃസമിതി എന്ന് പറഞ്ഞ സമിതിയില്ലേ, അവരൊഴുക്കി അവരുടെ നല്ല ആൾക്കാരോ. അപ്പൊ നമുക്ക് മാസത്തിലൊന്നോ 2 മാസത്തിലൊന്നോ നമ്മുടെ മക്കളെ വിളിച്ചിട്ട് അവരെ ഉള്ളിൽ കിടക്കുന്ന നന്മ പാലിച്ച് പുറത്തു കൊണ്ടുവന്നാൽ പിന്നെ അവരെ നമ്മൾ കഴിച്ചൂട്ടാക്കുമോ? പിന്നെ നമ്മൾ കഴിച്ചൂട്ടാവൂലല്ലോ വയസ്സുകാലത്ത്. ശരിയോ തെറ്റോ? സമ്മതിച്ചോ? അത്രേ ഞാൻ പറഞ്ഞോളൂ. ഇപ്പൊ എന്താ സമയത്തിന്റെ കാര്യം പറയും. അപ്പോ ഇതാണ് കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയാനാണ് ഭഗവാൻ എന്നോട് പറഞ്ഞത്. അടുത്തോ നിങ്ങള്? ഞാൻ എടുത്തില്ല കേട്ടോ.
ഓക്കെ, നിങ്ങൾ മടുക്കുമ്പോൾ കൈ കാണിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയാമോ? ത്രികരണ ശുദ്ധി ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഇപ്പൊ ലാസ്റ്റ് വന്നവരോട്. അതായത് ഈശ്വരൻ നമ്മളെ രക്ഷിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, നമ്മളെ അനുഗ്രഹിക്കുന്നത് ഏറ്റവും ആദ്യം ത്രികരണ ശുദ്ധി ഉള്ളവർക്കാ. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി ഉള്ളവർക്ക്. അപ്പൊ ഇവരൊക്കെ എന്നോട് പറഞ്ഞു നല്ല വാക്കും നല്ല ചിന്തയും നല്ല പ്രവൃത്തി ഉണ്ടാവണേ ആദ്യം മനസ്സ് നന്നാവണോ. ഇവര് പറഞ്ഞതാട്ടോ, നല്ല മനസ്സിൽ നിന്ന് നല്ല ചിന്ത ഉണ്ടാവും, നല്ല വാക്ക് വരും, നല്ല പ്രവൃത്തി വരുന്നു. അപ്പൊ അതിനെ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് പോയതാ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പ്രാർത്ഥനയിലൂടെ, ഗ്രന്ഥവായനയിലൂടെ, നാടകം കണ്ടാല്, അതുപോലെ സത്സംഗത്തില്, തീർത്ഥാടനത്തിലൊക്കെ മനസ്സ് ശുദ്ധമാക്കാം. ശരിയല്ലേ? അതിന് കുറെ ഉദാഹരണം ഞങ്ങൾ പറഞ്ഞായിരുന്നു. അത് ആദ്യമുള്ളവർക്ക് അറിയാം. അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി ഈ വിഷയം തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ശാരദാദേവി എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? വിദ്യാദേവത തന്നെയാ. നമുക്കറിയാവുന്ന വിദ്യാദേവത പ്രധാനമായിട്ടും സരസ്വതി ദേവി അല്ലേ? ശാരദാദേവിയും വിദ്യാദേവതയാണ്. അറിയാമോ? അറിയാമായിരിക്കും. ശാരദാദേവി നമ്മുടെ കേരളത്തിൽ അധികം ഇല്ല. അപ്പൊ ആ ശാരദാദേവി 3 മൂർത്തികളുടെ സമന്വയമാണ്. അതായത് ലക്ഷ്മി ദേവി, സരസ്വതി ദേവി, കാളി ദേവി, ഈ 3 ദേവതകളും ഒരേ മൂർത്തിയിൽ ലയിച്ചു ചേർന്ന അല്ലെങ്കിൽ സമന്വയിച്ചിട്ടുള്ള മൂർത്തി ഭാവമാണ് ഇത് ശാരദാദേവി. ആ ദേവിയുടെ വിശദീകരണം അതിലേക്കാൻ പോകുന്നില്ല. ഇത് ഈ വിഷയത്തിൽ മാത്രം ബന്ധപ്പെടുത്തി പറയാം. ശാരദാദേവി ഇരിക്കുന്നത് വെള്ളത്താമരയിലാണ്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഭഗവാന്റെ അനന്തശയനം പറഞ്ഞിരുന്നു. എന്തിനാണ് അങ്ങനെ രൂപമെടുത്തത്, അതും നമുക്ക് പറഞ്ഞു തരുന്ന ആധ്യാത്മിക തത്വങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു. സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സാധനമില്ലേ, അതാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്. അത് തന്നെയാണ് ഈ ദേവി പറഞ്ഞു തരുന്നത്. അത് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന്, വെള്ളത്താമരയിലാണ് ഈ അറിവിന്റെയും കലകളുടെയും അധിപതിയായ ദേവി ഇരിക്കുന്നത്. പരമാത്മ സ്വരൂപിണിയായ ശാരദാദേവി ഇരിക്കുന്നത് എവിടെയാണ്? വെള്ളത്താമരയിലാണ്. വെള്ളത്താമരയ്ക്ക് മറ്റൊരു നല്ല വാക്കുണ്ട്, പുണ്ടരീകം. കേട്ടിട്ടുണ്ടോ? പുണ്ടരീകം കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ കേട്ടോ. അപ്പൊ അത് 2 സന്ദേശങ്ങളാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഞാൻ ദേവിയോട് ചോദിച്ചു. അപ്പൊ 2 കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. നിങ്ങളോടൊന്നും പറഞ്ഞില്ല. എന്നാ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിക്കുക. അതൊക്കെ ആലോചിച്ച് അവിടെ കിടപ്പുണ്ട്. അത് തരും ദേവി. അപ്പൊ മനസ്സിൽ പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് 2 സന്ദേശം? ഒരെണ്ണം പറയാമോ? എന്തായിരിക്കും ദേവി വെള്ളത്താമരയിൽ ഇരുന്നോട് പറഞ്ഞു തരുന്നത്? ഒന്നതാ സത്യം. അപ്പൊ ഒന്ന് ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയാൻ അങ്ങനെ ആലോചിച്ചു. അത് ഞാൻ പറഞ്ഞു. ഒന്ന്, ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു മനുഷ്യരൂപത്തിൽ തന്നെയല്ലേ? അപ്പൊ ഈ താമരയ്ക്ക് എത്ര ശക്തിയുണ്ട്? താമരയ്ക്ക് നല്ല ബലമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ദേവി അതിലൂടെ എന്താ പറഞ്ഞു തരുന്നത്? അറിവിന്റെയും അതുപോലെ കലകളുടെയും അധിപതിയായ ദേവിക്ക് ഭാരമുണ്ടെങ്കിൽ താമരയിൽ ഇരിക്കാൻ പറ്റുമോ? അപ്പൊ ദേവിക്ക് എന്തില്ല? ഭാരം. ഭാരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അഹങ്കാരം. മനസ്സിലായോ? തലക്കനം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ തലക്കനം അല്ലേ അഹങ്കാരം എന്ന് പറയുന്നത് പരാജയത്തിലേക്കുള്ള എളുപ്പ വഴിയാണെന്നറിയാമോ? ആണോ? കേട്ടിട്ടില്ലേ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. കേട്ടിട്ടുണ്ടല്ലോ? ശരിയല്ലേ? ചക്ഷുശ്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് രാമായണത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന അഹങ്കാരം പാടുണ്ടോ? ഇല്ല. അവൻ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലുള്ളൂ, അഹങ്കാരം ഉള്ളിടത്ത് ദേവി ഇരിക്കുവോ? അപ്പൊ എന്താണ് വെള്ളത്താമര നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മുടെ ഉള്ളിൽ ദേവി അഥവാ ഈശ്വരൻ വസിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളെങ്ങനെയായിരിക്കണം? മനസ്സാകുന്ന വെള്ളത്താമര എങ്ങനെയായിരിക്കണം? അതിനു മുമ്പ് അതിന് അഹങ്കാരമില്ലാത്തവരായിരിക്കണം. നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കണം? അഹങ്കാരമില്ലാത്തവരായിരിക്കും. ഒന്നാമത്തെ പോയിന്റ് അതാണ്. അപ്പൊ ഒന്ന് ദേവി പഠിപ്പിച്ചു തരുന്നത്, താമരയിൽ ഇരുന്നോട് പറയുന്നത് അഹങ്കാരം ഉള്ളിടത്ത് അല്ല ദേവി ഉണ്ടാവും. പിന്നെ എവിടെയാണ്? എളിമത്വം ഉള്ളിടത്ത്. അപ്പൊ നമുക്ക് സമ്പത്ത്, ഐശ്വര്യം, അറിവ് ഒക്കെ കൂടുമ്പം തല ഇങ്ങനെ വളയണോ ഇങ്ങനെ വളയണോ? മുന്നോട്ട് വളയണം. മനസ്സിലായോ? അപ്പൊ അഹങ്കാരം ഇല്ലാത്തടത്ത്, എളിമയുള്ളിടത്താണ് ദേവി വസിക്കുക. അഥവാ ദേവിയുടെ അനുഗ്രഹം അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ കിട്ടുക. ഒന്ന്. രണ്ടാമത്തേത് സഹോദരി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, പരിശുദ്ധിയാണ്. വെള്ളത്താമര എന്തിന്റെ പ്രതീകമാണ്? പരിശുദ്ധിയുടെ പ്രതീകമാണ്. മനസ്സിലായോ? പരിശുദ്ധി അതായത് താമര ചെളിയിലല്ലേ വസിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. എന്നിട്ട് താമരയിൽ എവിടെയെങ്കിലും ചെളി പുരണ്ടതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താമരപ്പൂ എപ്പോഴും പരിശുദ്ധി കാക്കും. അപ്പൊ വെള്ളത്താമര എന്താ കാണിക്കുന്നത്? പരിശുദ്ധിയാണ്. അപ്പൊ ദേവി എവിടെയാണ് ഇരിക്കുക? ഭക്തന്റെ പരിശുദ്ധി നിറഞ്ഞ താമരയിലാണ്. താമരയാകുന്ന മനസ്സിൽ അല്ലെ? ഭക്തന്റെ മനസ്സാകുന്ന താമര. ആ താമര എങ്ങനെയായിരിക്കണം? പരിശുദ്ധമായിരിക്കണം. അപ്പൊ മനുഷ്യന്റെ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ അവിടെ ആരുണ്ടാകുന്ന അതിന്റെ അർത്ഥം? ദേവി അഥവാ ഈശ്വരൻ ഉണ്ടാവും. അപ്പൊ ഈശ്വരൻ ഉണ്ടാകുന്ന എവിടെയാണ്? അഹങ്കാരമില്ലാത്തവരുടെ മനസ്സിൽ. പിന്നെ എവിടെയാണ്? പിന്നെ പരിശുദ്ധിയുള്ള മനസ്സിൽ. ഈ പരിശുദ്ധി എന്താണെന്ന് മനസ്സിലായോ? മനുഷ്യന്റെ ഉള്ളിലെ മാലിന്യങ്ങൾ എന്താ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യാദികൾ. കേട്ടിട്ടുണ്ടോ?
അതിന് ഉദാഹരണമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു. അതായത് മനുഷ്യ മനസ്സുകളിൽ എന്താണ് അതിന് നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം ഓർമ്മയുണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, അതായത് നമ്മൾ തരിപ്പേന്റെ കാര്യം പറഞ്ഞില്ലേ, ഓർമ്മയുണ്ട്? തരിപ്പ, അതായത് മാലിന്യങ്ങളെല്ലാം മനസ്സിലടിഞ്ഞു കൂടിയിട്ട് ആ തരിപ്പയിലുള്ള നല്ലതെല്ലാം പുറത്തു പോയി എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അത് മുറമാണെങ്കിൽ മാലിന്യങ്ങളെല്ലാം പുറത്തു കളഞ്ഞിട്ട് നല്ലതെല്ലാം മനസ്സിൽ അഥവാ മുറത്തിൽ സൂക്ഷിക്കും. അങ്ങനെ നല്ല മനസ്സുള്ളതാണ് നല്ല പരിശുദ്ധ മനസ്സ്. അപ്പൊ പരിശുദ്ധിയുള്ള മനസ്സ്, എളിമയുള്ള മനസ്സ്, അവിടെയാണ് ദൈവം അഥവാ അവരുടെ പ്രാർത്ഥനയാണ് ദൈവത്തിന് ഇഷ്ടം. അതല്ലേ അർത്ഥം? മറ്റുള്ളവരെ ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ കൂടുതൽ ആദ്യം ആർക്ക് പരിഗണന കിട്ടും? തീർച്ചയായിട്ടും അവർക്ക്. അതല്ലേ എന്തായാലും ദൈവം തരൂലേ, അത് ഉറപ്പാണ്. അപ്പൊ അതാണെന്ന്. ഇനി അടുത്തിരിക്കുന്ന ദേവി ചതുർബാഹുവാണ്. 4 കൈകളുണ്ട് ദേവിക്ക്. സരസ്വതി ദേവിക്ക് 4 കൈകളല്ലേ? സരസ്വതി ദേവിന്റെ ഞാൻ കഴിഞ്ഞവരോട് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ആരും ഓർമ്മയുണ്ടോ? ദേവിന്റെ കയ്യില് വീണന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടുന്നാ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും ഓർമ്മയുണ്ടോ? വീണയുടെ പേര് കച്ചപി എന്നാ. സരസ്വതി ദേവിയുടെ കയ്യിലുള്ള വീണയുടെ പേര് കച്ചപിയ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ആർക്കും ഓർമ്മയുണ്ടോ? കച്ചപി എന്ന് പറഞ്ഞാൽ ആമ എന്നാണ് അർത്ഥം. പെണ്ണാമ. കേട്ടിട്ടുണ്ടോ? പറഞ്ഞായിരുന്നല്ലോ, ഇല്ലേ? എന്താണ് ഈ ആമയുടെ പേര് കൊടുത്തത് വീണയ്ക്ക്? സരസ്വതി ദേവി അറിവിന്റെ ദേവത. എന്തിനാണ്? അറിവിന്റെ ദേവി ഇരിക്കുന്ന താമര തന്നെയാണല്ലോ. താമര നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ആ ദേവിയുടെ കയ്യിൽ വീണ എന്തുകൊണ്ടാണ് കച്ചപി എന്ന് പേര് കൊടുത്തത്, ആമ എന്ന് പേര് കൊടുത്തത് എന്തിനാണെന്നറിയാമോ? ആമയ്ക്ക് മാത്രം ഉള്ള ഒരു കഴിവുണ്ട്. ആമയ്ക്ക് മാത്രമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അറിയില്ലേ? എന്താ? അവർക്ക് വേണ്ടപ്പോൾ തല പുറത്തിടാനും വേണ്ടാത്തപ്പോൾ തല അകത്തേക്ക് വലിക്കാനും ഒരു കഴിവുണ്ട്. അപ്പൊ എന്തായിരിക്കും ഈ അറിവിന്റെ ദേവി നമുക്ക് പറഞ്ഞു തരുന്നത്? പ്രായോഗിക ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ. എന്തായിരിക്കും പറഞ്ഞു തരുന്നത്? വേണ്ടതിലും വേണ്ടാത്തതിലും ചെന്ന് തലയിടരുതെന്നാ പഠിപ്പിക്കുന്നത്. അങ്ങനെ തലയിട്ടവരൊക്കെ ഇപ്പൊ ജയിലിൽ കയറിക്കൊണ്ടിരിക്കുക. അടുത്ത ദിവസം എത്ര എണ്ണ പോകുന്നത് മനസ്സിലായോ? അവർ ഇപ്പൊ ശിക്ഷ കിട്ടിയ ആൾക്കാർ ഏത് പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് കുറ്റകൃത്യം ചെയ്തവരായിക്കോട്ടെ. ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിൽ വളരെ സങ്കടമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ഇപ്പൊ എനിക്ക് പെട്ടെന്ന് കിട്ടിയത് തൊടുപുഴ എന്ന് കേട്ടിട്ടുണ്ടോ? തൊടുപുഴ വലിയ പുഴയാ. ആ തൊടുപുഴയില് ഒരു അച്ഛനും അമ്മയും കൂടെ, എന്നുവെച്ചാൽ ബാപ്പയും അമ്മ കേട്ടോ, അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ അതായത് ബാപ്പ വേറെ കല്യാണം കഴിച്ചു, ആദ്യ ഭാര്യ പോയി, അഥവാ അത് മരിച്ചാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവരുടെ ആദ്യത്തെ ഒരു മകനുണ്ട്. ഈ മകനെ എന്ത് ചെയ്യുന്നറിയാമോ? രണ്ടാം ഭാര്യയും കൂടി ചേർന്നിട്ട് ചവിട്ടി ഓടിച്ച് തല്ലി കൊന്നു. പക്ഷെ മരിച്ചില്ല. ആടിച്ച് ശരിയാക്കി. നിങ്ങൾ ആരും വായിച്ചായിരുന്നോ? ഈ അടുത്ത ദിവസമാണ്. അങ്ങനെ ആ മകനെ കൊന്നതാ, പക്ഷെ മരിച്ചില്ല. ജീവൻ ലേശം ബാക്കിയുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തി, രക്ഷപ്പെട്ടു. ഇപ്പൊ എന്താ സ്ഥിതി പറയാ? 11 കൊല്ലമായി. ആ കുട്ടിയുടെ പേര് ഷെഫീഖ് എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇവിടെ എവിടെ ഞാൻ പേര് എഴുതി വെച്ച ഓർമ്മയുണ്ട്. ഇന്ന് കണ്ടപ്പോ പത്രത്തിലുണ്ട്, ഇന്നല്ല 2 ദിവസം മുമ്പ്. അതില് ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്നറിയാമോ? ഈ വളർച്ച നിന്നുപോയി, നട്ടെല്ല് തകർന്നിട്ട് കിടപ്പില. 11 കൊല്ലമായിട്ട്, 11 വർഷമായിട്ട് ആ കുട്ടി കിടപ്പിലാണ്. അപ്പോൾ ഈ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വിഷയം വാർത്തയായതിനെ തുടർന്ന് ഈ കുട്ടിക്ക് ആരുമില്ലല്ലോ, മറ്റേ അവർ ജയിലുമായില്ലേ. അപ്പൊ ആരുമില്ലാത്ത കുട്ടിയെ പരിചരിക്കാൻ വേണ്ടി അംഗനവാടിയിലെ ഒരു വർക്കറെ, അവരുടെ പേര് നോക്കി പറഞ്ഞില്ല, മോശമാണല്ലോ, എവിടെയോ കുറിച്ച് വെച്ച രാഗിണി. ഈ കുട്ടിയുടെ പേര് ഷെഫീഖാണ്. അവർ പേര് പറഞ്ഞതിൽ വലിയ തെറ്റായിരുന്നു. അത് അവര് നമ്മുടെ ദേവന്റെ ഒരു പ്രതിരൂപമാണ്. ഈ രാഗിണി എന്ന് പറയുന്ന സഹോദരി അത് ഹിന്ദു കേട്ടോ, ഈ കുട്ടി മുസ്ലിമുമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ നാട്ടിൽ അത് പറയേണ്ടത് കൂടെ അല്ലേ? ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒന്നാന്നുള്ള ബോധം മനുഷ്യന് വേണ്ടേ? അപ്പൊ ഈ കുട്ടി ഇങ്ങനെ കിടപ്പിലായി പോന്നാലും നട്ടല് നടന്നു കിടക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ അമ്മയൊക്കെ പറഞ്ഞല്ലേ, കഴിഞ്ഞ സംഗമത്തിലേക്ക് പോയി കണ്ടതല്ലേ. ഈ കിടക്കുന്ന കുട്ടീനെ സംരക്ഷിക്കാൻ ഈ അംഗനവാടി അധ്യാപിക വർക്കറെ ചുമതലപ്പെടുത്തി ഗവൺമെന്റ്. അവിടെ ചെന്ന ശേഷം ആ കുട്ടിയെ പരിചരിച്ചു തുടങ്ങിയിട്ട് വീട്ടുകാരൊക്കെ പറഞ്ഞു അത് നീ അതിന് പോണ്ടാന്ന്. അവര് പിന്നെ വിവാഹം കഴിച്ചില്ല. ആ ചെറുപ്പക്കാരി 11 കൊല്ലമായിട്ട് ഈ ഷെഫീഖ് എന്ന് പറഞ്ഞ തളർന്നു കിടക്കുന്ന കുഞ്ഞിന്റെ വളർത്തമ്മയാ. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നു, കുളിപ്പിക്കുന്നു, പരിചരിക്കുന്നു. വീട്ടുകാർ മുഴുവൻ പറഞ്ഞു നിന്റെ ജീവിതം ഇല്ലാണ്ടായി പോകും. എന്ത് ജീവിതം ഇല്ലാണ്ടായി പോയാലും ഞാനിതിന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇത് വാർത്ത വരാൻ കാരണം? ഈ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഈ കുട്ടീന്റെ വാപ്പേനെയും ഉമ്മേനെയും കോടതി ശിക്ഷിച്ചു. ഈ കുറ്റകൃത്യം നടന്നിട്ട് 11 കൊല്ലം കഴിഞ്ഞിട്ട് വിചാരണ ചെയ്ത് ഇപ്പഴാ ശിക്ഷ. ആ ശിക്ഷ കിട്ടിയപ്പോൾ ഈ രാഗിണിയെ കുറിച്ച് മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. ആ കുട്ടിയെ പരിചരിക്കുന്ന ദൈവതുല്യയായ സ്ത്രീയെ കുറിച്ച്. എന്തൊരു നമുക്ക് ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ആ രാഗിണിയെ കുറിച്ച് എന്തൊരു നല്ല അമ്മയാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വല്ലാത്തതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞു വന്നെന്താണ്? ഈ മനസ്സിനെ നന്നാക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിലല്ലേ ഈശ്വരൻ ഉണ്ടാവുക, അവിടെയല്ലേ ദേവി വസിക്കുക, അവരെയല്ലേ അനുഗ്രഹിക്കുക. അതാണ് മനസ്സിന്റെ നന്മ എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഈ നമുക്ക് ദേവിനെ പറഞ്ഞു തുടങ്ങിയത് പൂർത്തിയാക്കിയിട്ട് വേഗം പോകാൻ ഇത് സമയം വൈകിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇനി അടുത്തതാണ് സരസ്വതി ദേവിന്റെ. അത്ര നിൽക്കട്ടെ അല്ലേ? സരസ്വതി ദേവിന്റെ വീണ ഓർമ്മയില്ലേ? വേണ്ടതിലും വേണ്ടാത്തതിൽ ചെന്ന് തലയിട്ടത് എന്നുള്ളത് വലിയ സന്ദേശമാണ്. കൂർമ്മ ബുദ്ധി വേണമെന്നാ. കൂർമ്മ ആമയല്ലേ?
കൂർമ്മ ബുദ്ധി വേണം. ഏത് കാര്യത്തിനും നല്ലവണ്ണം ആലോചിക്കാതെ എടുത്തു ചാടരുത്. കാള പറ്റുമെന്ന് കേട്ട് കയറെടുക്കരുത് എന്നൊക്കെ അത് ജീവിതത്തെ വലിയ പാഠമാണ്. അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊട്ടെ, അപ്പൊ ഇതില് നമ്മുടെ ശാരദാദേവിന്റെ വേഗത്തിൽ പറഞ്ഞു തീർത്തേക്കാം. എപ്പൊ തീർത്തേക്കാം? പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് തീർക്കാം. ശാരദാദേവിയുടെ ഒരു കയ്യിലിരിക്കുന്ന അറിയാമോ? ഗ്രന്ഥമാണ്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താ? പുസ്തകം. പുസ്തകം എന്തിനുള്ളതാ? ഭക്ഷണം നമ്മൾ കഴിച്ചാൽ എന്താ വയറിൽ എന്നറിയാം. പുസ്തകം വായിച്ചാലോ അകം നിറയുന്നില്ല. പുസ്തകം അകം നിറയ്ക്കുന്നതാണ് പുസ്തകം. പുസ്തകം എന്ന് പറഞ്ഞാൽ തന്നെ അറിവിന്റെ പ്രതീകമല്ലേ. അപ്പൊ നേരത്തെ ഇരുന്നവർക്ക് എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ, ബാക്കിയുള്ളവരോട് വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല. അതുകൊണ്ട് ഓർത്ത് നോക്കുക, നമ്മൾ പറഞ്ഞില്ലേ തീർത്ഥാടനം അല്ലെങ്കിൽ നാടകം കണ്ടു അല്ലെ പ്രഭാഷണം കേട്ടു അല്ലെ പുസ്തകം വായിച്ചാൽ എല്ലാവർക്കും എന്ത് കിട്ടും? അറിവ് കിട്ടും. അറിവ് കിട്ടിയാൽ രത്നാകരൻ വാൽമീകിയാകുന്നു അല്ലേ? സമ്മാനം കൊടുക്കാൻ കുട്ടികളുടെ മനസ്സ് നന്നാവും. നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അതേപോലെ തന്നെ ദേവിയുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം എന്താ പഠിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഗ്രന്ഥം വെച്ച് അറിവിന്റെ ദേവി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പറഞ്ഞു തരുന്നു? മക്കളെ, നിങ്ങൾ എല്ലാവരും ഈ ഗ്രന്ഥത്തെ ആശ്രയിക്കണം, അഥവാ ഗ്രന്ഥം വായിച്ച് അറിവ് നേടണം. അറിവ് നേടിയാൽ എന്താവുന്ന നേരത്തെ പറഞ്ഞതല്ലേ? മനസ്സ് ശുദ്ധം. നമ്മുടെ കഴിച്ചോട്ടൊക്കെ ഓർമ്മയില്ലേ? അങ്ങനെ മനുഷ്യൻ നന്നാവുന്നത് അപ്പോൾ ദൈവം ആരുടെ കൂടെ ഉണ്ടാവും? ഈ ഗ്രന്ഥം വായിച്ച് മനസ്സ് ശുദ്ധമാക്കുന്ന നന്മ നിറഞ്ഞ മനുഷ്യന്റെ മനസ്സിലേക്ക് ദൈവം വരും, അനുഗ്രഹം കിട്ടും. ഇങ്ങനെ നേരെയായി. അടുത്തത് എന്താണെന്നറിയാമോ? ദേവിയുടെ ഒരു കൈ ചിന്മുദ്രയാണ്. ചിന്മുദ്ര അറിയാമോ? ഇത് കണ്ടില്ലേ ചിന്മുദ്ര? ഈ ചിന്മുദ്രയെ കുറിച്ചും 2 പ്രധാന സന്ദേശങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്, ഇത് നമ്മുടെ ആത്മാവില്ലേ, ജീവാത്മാവ്, ഇത് ജീവാത്മാവിന്റെ പ്രതീകം. ഇത് പരമാത്മാവും. ആദ്യം പറഞ്ഞ ഓർമ്മയില്ലേ? പരമാത്മാവ്, പരബ്രഹ്മം. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നിക്കുന്നു. മനസ്സിലായോ? ഇതല്ലേ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവും ഈ പ്രപഞ്ചമാകെ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവും എന്താണ്? ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്, രണ്ടല്ല. അദ്വൈതം. അപ്പൊ ഈശ്വരനും നമ്മളും ഒന്നാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി. എല്ലാവർക്കും അറിയാലോ. എല്ലാം ഒന്ന് തന്നെ. അയ്യപ്പനെ തേടി ചെല്ലും. അയ്യപ്പൻ എന്താ പറയുന്നത്? സ്വാമിയേ ശരണയ്യപ്പോ. അപ്പൊ അയ്യപ്പൻ പറയുന്നത് തത്വമസി, അത് നീ തന്നെ, ഞാൻ നിന്റെ ഉള്ളിലും ഉണ്ട്. അപ്പൊ ദൈവം ഒന്ന് തന്നെ. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു കണ്ണാടി എടുത്ത് പ്രതിഷ്ഠിച്ച്, അതിന്റെ ബാക്ക് കണ്ണാടി അല്ലട്ടോ പ്രതിഷ്ഠ, പലരും പറയുന്നത് പോലെ അല്ല. കണ്ണാടിയുടെ പുറകിൽ ഓം എന്ന് എഴുതിയിട്ടുണ്ട്. കേട്ടില്ലേ? ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠ. അതിന്റെ പുറകിൽ എന്താ എഴുതിയേക്കുന്നത്? രസം ചുരുണ്ടി ഓം എന്ന് എഴുതിയിട്ടുണ്ട്. ഓം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിന്റെ ഒരു രൂപമാണ്. ഈശ്വരനെ തന്നെ പ്രദാനം ചെയ്യുന്നത്. അത് ഈശ്വരൻ തന്നെയാണ്, ബ്രഹ്മം. അതാണ് ശരിക്കും നമ്മൾ പ്രാർത്ഥന കാണുന്നത്. അപ്പൊ അത് അതേപോലെ അപ്പൊ ആ ബ്രഹ്മമാണിത്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഉള്ളിലും പ്രപഞ്ചത്തിലാകെയും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം ഒന്നാണ്. ഈശ്വരനും നമ്മളും ഒന്ന് തന്നെ. അത് വേറൊന്നുണ്ട്. ഇതെന്താ പറയുക? ഈ വിരലിൽ വേറെ പ്രത്യേകത ഉണ്ട്. അഹങ്കാരം അല്ലേ? ഇത് ബ്രഹ്മം. അപ്പൊ അഹങ്കാരം ഉള്ളിടത്ത് ഈശ്വരൻ ഉണ്ടാവുമോ? ബ്രഹ്മത്തെ അല്ലെ ഈശ്വരനെ അറിയണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അഹങ്കാരം. നമ്മൾ താമര പറഞ്ഞ ഓർമ്മയില്ലേ? അതിനകത്ത് ആദ്യം എന്താ പറഞ്ഞത്? അഹങ്കാരമില്ലാത്ത എളിമയുള്ളവരാവണമെന്നല്ലേ. അപ്പൊ ഈ ചിന്മുദ്ര എന്താ പഠിപ്പിക്കുന്നത്? നമുക്ക് ഈശ്വരാനുഗ്രഹം കിട്ടണമെങ്കിൽ, ഈശ്വരനെ അറിയണമെങ്കിൽ അഹങ്കാരം വെടിയണം, വളയണം. അഹങ്കാരത്തെ വളച്ചു. അപ്പൊ എന്തായി? അഹങ്കാരം വിട്ട് ഈശ്വരനെ അറിയാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഗ്രന്ഥം വായിച്ച് അറിവ് നേടി, ആധ്യാത്മികമായ അറിവ് നേടി, അഹങ്കാരം വിട്ട് എളിമയുള്ള മനസ്സോടുകൂടി ചെന്നാൽ ദേവിയുടെ അടുത്ത കയ്യിലിരിക്കുന്നത് അമൃത കുംഭമാണ്. 4 കയ്യിൽ മൂന്നാമത്തെ എന്താണ്? അമൃത കുംഭം. അപ്പം അങ്ങനെ ചെല്ലുന്ന ഭക്തന് ദേവി എന്തു തരും? അമൃത് തരും. അമൃത് കിട്ടിയാൽ എന്താ ഗുണം? നമ്മൾ ചിരഞ്ജീവിയാകും അല്ലെ? രോഗങ്ങളെല്ലാം പോവും, കഷ്ടപ്പാടുകളെല്ലാം പോവും, അവസാനം മോക്ഷവും കിട്ടും. ശരിയാണോ? ഈ അമൃത് എന്താ അമൃത? ദേവിയുടെ കുംഭത്തിലുള്ള അമൃത് അനുഗ്രഹമല്ലേ? അനുഗ്രഹമാകുന്ന അറിവ്. ദൈവാനുഗ്രഹം കിട്ടിയാൽ, ദേവിയുടെ അനുഗ്രഹം കിട്ടിയാൽ നമുക്ക് എന്തായി? നമ്മുടെ കഷ്ടങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ മാറൂലേ? നമുക്ക് സങ്കടങ്ങളൊക്കെ നീങ്ങിപ്പോകൂലേ? പ്രയാസങ്ങളൊക്കെ മാറൂലേ? അങ്ങനെ അവസാനം മോശവും കിട്ടും. അപ്പൊ എങ്ങനെയാണ് ദേവിയുടെ അനുഗ്രഹം കിട്ടുക? അതൊക്കെ മനസ്സിലായോ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അഹങ്കാരം വിട്ട് പരിശുദ്ധമായ മനസ്സായിട്ട് നമ്മൾ മാറണം. നമ്മൾ മറ്റുള്ളവരോട് അസൂയുള്ളവരാവരുത്. അതുപോലെയുള്ള ചീത്ത സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി, നമ്മൾ മുറം പോലെ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കി പരിശുദ്ധമായ മനസ്സാക്കി മാറ്റുക. എന്നിട്ട് നമ്മൾ തിരിച്ചറിയുക ഈശ്വരനും അതുപോലെ നമ്മുടെ ഉള്ളിലെ ജീവചൈതന്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അഹങ്കാരം വിട്ടിട്ട് വേണം ഈശ്വരനെ സമീപിക്കാൻ. അങ്ങനെ ചെന്നാൽ ദൈവം പ്രസാദിച്ച് ദൈവത്തിന്റെ അനുഗ്രഹമാകുന്ന അമൃത് നമുക്ക് തരും. അത് നമ്മൾ പാനം ചെയ്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർന്ന് നമുക്ക് ഈശ്വരാനുഗ്രഹത്താൽ സന്തോഷമായി ഐശ്വര്യത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതല്ലേ പറഞ്ഞു തന്നത്. ഇനി ഒരു കൈ ബാക്കിയുണ്ട്. 3 കൈ ആയുള്ളൂ. ഇനി ഏതാണെന്നറിയാം? ഇനിയുള്ളത് കിളിയാണ്. ശുകം. ശുകം എന്ന് പറഞ്ഞാൽ കിളിയാ. കേട്ടിട്ടുണ്ടോ? ഈ ഒരു കയ്യിൽ സുഖമുണ്ട്. അതെന്താ ദേവി ചെയ്യുന്നറിയോ? കിളിയോട് പറയാണ്. ഇപ്പൊ നമ്മളൊരു തത്വം പഠിച്ചില്ലേ? എളിമയോടുകൂടി അഹങ്കാരം വിട്ട് ഈശ്വരജ്ഞാനം നേടി ഇല്ലേ? നേരെ ദേവി അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അനുഗ്രഹം കിട്ടും. ഇങ്ങനെ കിട്ടും എന്ന ഈ അറിവുണ്ടല്ലോ. എങ്ങനെയാണ് ഈശ്വര അനുഗ്രഹം കിട്ടുന്നത്, ദേവി എങ്ങനെയാണ് പ്രസാദിക്കുന്നത് എന്ന ഈ അറിവില്ലേ? അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയോ? എല്ലാരും അറിയണ്ടേ? അപ്പൊ കിളിയോട് പറഞ്ഞു വരുന്നവരോടൊക്കെ പാടി പറഞ്ഞു കൊടുത്തോളാം. കിളി അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം
ഈ അറിവ് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? അല്ല, മനസ്സിലായോ? അപ്പൊ നിങ്ങളൊന്ന് തീരുമാനിച്ചു, ഇന്ന് ഇവിടെ വന്നതിനേക്കാൾ ഒരു പടി നന്നാവാൻ തീരുമാനിച്ചൊരു കൈവക്ക്. 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ പറഞ്ഞ പോലെ ചെയ്യൂലാത്തവരൊക്കെ കൈതാത്ത് എന്നാ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞതെന്നറിയോ, നമ്മൾ ഈ മനസ്സിൽ വിചാരിക്കുന്നത് ചെയ്യാനും കൂടെ കഴിഞ്ഞില്ല ഈ പറച്ചിൽ വല്ല കാര്യമുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാര് പറയാറുണ്ട്, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ടരുത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭക്ഷണം എടുത്ത് പകുതി ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിച്ചിട്ടോ കിടന്നോളാനാണോ? അല്ല. അപ്പൊ അതിന് വല്ല അർത്ഥമുണ്ടോ? അവർക്ക് കൊടുത്തിട്ട് നമ്മൾ കഴിക്കാവുള്ളൂ എന്നല്ലേ നമ്മൾ പറയുന്നത്? തന്നെ പരോപകാരാർത്ഥം ഇതം ശരീരം ഇല്ലേ, നരസേവ നാരായണ അറിയാലോ. അങ്ങനെ തന്നെ വേണം. അതിന് ഇനി സമയം തീർന്നെങ്കിൽ നിർത്തിയേക്കാമായിരുന്നു. ഇത് സംഘാടകരോട് ചോദിച്ച് അവർ വരുന്നവരെ ഒരു കാര്യം പറയും. ഇതെങ്ങനെയാ ഉദാഹരണം പറയാം? നമ്മുടെ ഭഗവാൻ സത്യസായി ബാബേനെ അറിയോ? അറിയത്തില്ലായിരുന്നു. അദ്ദേഹം കുട്ടിക്കാലത്ത് ഒരു നാടകം എഴുതി അഭിനയിച്ചത് വേഗം പറയാം, ഈ സമയം ഇവർ പറയുന്നവരെ. നാടകം എഴുതി അഭിനയിച്ചതാ. അപ്പം അതിന്റെ പൊടിപ്പും തങ്ങലും വിശദീകരണത്തിന് നേരല്ല. നാടകത്തിന്റെ ആദ്യത്തെ രംഗത്തിലേക്ക് കടക്കല്ലേ, അതിൽ സത്യസായി ബാബ തന്നെ ഒരു കഥാപാത്രമാണ്. കുട്ടിയായിട്ട് കൃഷ്ണൻ എന്നാണ് പേര്. ആദ്യം അഭിനയിക്കുന്ന രംഗം വന്നത് അമ്മ നമ്മുടെ ഭാഗവതം വായിച്ച് ഉപദേശം നൽകുന്നതാ. ഇതുപോലെ കുറെ ആളിരിക്കുന്നുണ്ട്, അമ്മ ഭാഗവതം വായിച്ച് പറയും. ആ സമയത്ത് പറയുന്ന ആ രംഗത്തിൽ പറയുന്നത്, പലരും നമ്മളെ പലതരം സഹായങ്ങൾക്ക് വേണ്ടി സമീപിക്കും, പക്ഷെ ആളും തരം നോക്കി കൊടുക്കാവൂ. വെറുതെ തട്ടിപ്പോയിട്ട് തടിമാടന്മാര് കള്ളത്തരം പറഞ്ഞു വരും, അവർക്കൊന്നും ഭിക്ഷ കൊടുക്കരുത്. വളരെ അസുഖം ബാധിച്ച് സ്വന്തമായി ജോലി ചെയ്യാനൊന്നും പറ്റാതെ വലിയ ദുരിതം അനുഭവിക്കുന്ന പാവങ്ങളാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ സഹായങ്ങളും ഭിക്ഷയും കൊടുക്കാവൂ. ഇതൊക്കെ പറഞ്ഞു. ആ ഉപദേശം എല്ലാം കേട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. അതിന് ശേഷം എന്ത് ചെയ്യുന്ന, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു തടിമാടം കൊമ്മീശൊക്കെ വെച്ചിട്ട് രുദ്രാക്ഷൊക്കെ ഇട്ട് ശൂരൊക്കെ പിടിച്ച് കണ്ടാൽ തന്നെ അറിയാൻ തട്ടിപ്പാണ്. അയാൾ ഇങ്ങനെ ഇതൊരു പൈസ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വരുന്നതെന്ന് മനസ്സിലായി. അമ്മയ്ക്കും കണ്ടാൽ തിരിച്ചു. അയാൾ വന്ന് അമ്മ അമ്മ എന്ന് വിളിച്ചപ്പോൾ അമ്മ പെട്ടെന്ന് ചാടിച്ചെന്ന് അയാളെ നമസ്കരിച്ച് അവിടെ ഉണ്ടായിരുന്ന പൈസ ഒക്കെ എടുത്തു. അപ്പൊ അയാൾ പോയി കഴിഞ്ഞപ്പോ ഈ കൃഷ്ണൻ ചോദിക്കണം, അല്ല അമ്മയല്ലേ പറഞ്ഞത് ആളും നേരം നോക്കിയിട്ട് അർഹതപ്പെട്ടവർക്ക് അഭിഷേകം എടുക്കേണ്ടതെന്ന്. അപ്പൊ അമ്മ, നീ എന്റെ മോനെ പോടുന്നു, ഈ പറയുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ? ഈ പറയുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് കഴിഞ്ഞ അടുത്ത രംഗം എന്ന് പറയുന്നത് ഓഫീസാ. അച്ഛൻ ഓഫീസിൽ കുറെ ആൾക്കാരെ വട്ടത്തിൽ ഇരുത്തിയിട്ട് ഇന്റർവെൽ സമയത്ത് ഉച്ചയ്ക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഉപദേശം കൊടുക്കാം. സുഹൃത്തുക്കളെ, നമുക്ക് ജോലി കിട്ടിയത് നമ്മൾ പഠിച്ചോണ്ടല്ലേ. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്യുന്നത് ആർക്ക് കൊടുക്കണം? പഠിക്കുന്നവർക്ക് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ പഠിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും പുണ്യം വേറെ ഉണ്ടോ? അതുകൊണ്ട് നമ്മൾ കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കാനുള്ള കുട്ടികൾക്ക്, ദാരിദ്ര്യമുള്ള കുട്ടികൾക്ക് പൈസ കൊടുത്ത് സഹായിക്കണം കേട്ടോ. കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ ഉപദേശം കഴിഞ്ഞു. അപ്പൊ ഈ ഉപദേശിക്കുന്ന സമയത്ത് ജനലിന്റെ പുറത്ത് ഒരു കുട്ടി ഇത് കേട്ടു. ആ കുട്ടിക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഫീസ് അടക്കാൻ ഒരു 5 രൂപയുടെ കുറവുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ കുട്ടി കയറി വന്നിട്ട് ചോദിച്ചു, സാറേ എനിക്കൊരു 5 രൂപ തരുമോ ചോദിച്ചു. എന്തിനാ മോനെ ചോദിച്ചു. അത് പരീക്ഷയ്ക്ക് ഫീസ് അടക്കാൻ ഒരു 5 രൂപയുടെ കുറവുണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു. അയ്യോ എന്റെ മോനെ, ഒരു 10 പൈസ എന്റെ കയ്യിൽ ഇതുണ്ട്, പേഴ്സ് ഒറ്റ പൈസ പോലും ഇല്ല, ഞാനിപ്പോ എന്താ ചെയ്യാന്ന്. ആ കുട്ടി കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോ അടുത്ത 2 പേര് വരും, നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ട്. അതാ ഹലോ സാർ നമസ്കാരം, എന്താണ്? ഞങ്ങൾ ഹെഡ് ഓഫീസിൽ നിന്ന് വരിക. എന്താ കാര്യം? നമ്മുടെ പുതിയ ഓഫീസർ ചാർജ് എടുത്തിട്ടുണ്ട് കേട്ടോ ഹെഡ് ഓഫീസിൽ. അദ്ദേഹത്തിന് ഒരു വരവേൽപ്പുണ്ട്, ഒരു റിസപ്ഷൻ, ഒരു പാർട്ടി ഉണ്ട്, അയാളെ സ്വീകരിക്കുന്നേ. അപ്പൊ നമ്മളെല്ലാവരും 100 രൂപ വെച്ച് എടുക്കണം. 100 മതിയോ? പറ്റേ. അയാൾ എടുത്തു കൊടുത്തു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഇത് കണ്ടുന്ന കൃഷ്ണൻ അടുത്ത രംഗം ചോദിക്കാണ്, അല്ലച്ചാ അച്ഛനല്ലേ പറഞ്ഞത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പാവപ്പെട്ട കുട്ടിയെക്കാണും ഇതുപോലെ സഹായം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അച്ഛൻ എന്താ അങ്ങനെ? എന്റെ ചങ്ങാതി പോടാ അവിടുന്ന്. ഇതൊക്കെ ഇപ്പൊ പറയും പോലെ ചെയ്യാൻ പറ്റുമോ? പറയും പോലെ ചെയ്യാൻ പറ്റുമോ? അടുത്ത ഒരു രംഗം കൂടി കഴിഞ്ഞാൽ ഇത് തീരും കേട്ടോ. ഈ നാടകം തീരും. ഇനി നീട്ടി പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കും. അപ്പൊ അത് ഇവര് നിർത്താൻ പറയാനിട്ടോ ഇത് നിർത്താത്തത്. നിങ്ങൾ എന്നോടൊന്നും പറയണ്ട. അപ്പൊ ചുരുക്കത്തോട് അടുത്ത രംഗം പറയട്ടെ. അടുത്ത രംഗം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? അതൊരു +2 അധ്യാപകനാ, സ്കൂളിലാണ് നടക്കുന്നത്. എന്താ നടക്കുന്നത് അറിയാമോ? കുട്ടികളെ, ഞാനിപ്പോ എത്ര അധ്യായം നിങ്ങളെ പഠിപ്പിച്ചത്? 10 അല്ലേ? ശരിക്കും എത്ര പഠിപ്പിക്കണം അറിയാമോ? 15. ഇന്നിപ്പോ എത്ര പാഠം തീർക്കണമായിരുന്നു? 15 പാഠം തീർക്കണമായിരുന്നു. എത്ര തീർന്നത്? 10. നാളെ DD വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കൂളിൽ ക്ലാസ് പരിശോധിക്കാൻ വേണ്ടി DD വിദ്യാഭ്യാസ ഓഫീസർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ എത്ര പാഠം പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 15 എന്ന് പറയണം. ഞാൻ എത്ര പഠിപ്പിച്ചത്? 10. മാത്രമല്ല, ഞാൻ ഇന്ന് നിങ്ങളെ 16ാമത്തെ പാഠം പഠിപ്പിക്കാൻ പോവാ. ഈ 16ാമത്തെ പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ നാളെ എന്ത് ചെയ്യും? അത് തന്നെ പഠിപ്പിക്കും സാറിന്റെ മുന്നിൽ നിന്ന്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കും പോലെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇന്ന് പഠിപ്പിക്കും, എന്നിട്ട് ഞാൻ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യനും തരും, അതിന്റെ ആൻസറും തരും. നിങ്ങൾ അത് ഇന്ന് തന്നെ പഠിച്ചു വരണം. എന്നാൽ നാളെ ഞാൻ ആദ്യമായിട്ട് പഠിപ്പിച്ചിട്ട് ആദ്യമായിട്ട് ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങളെല്ലാം മണിമണിയായിട്ട് ഉത്തരം പറയണം. പറയൂലേ? ഓക്കെ അല്ലേ? എന്നിട്ട് അയാൾ പഠിപ്പിച്ച പാഠാന്നറിയോ? ഹരിചന്ദ്ര ചരിതം. ഹരിചന്ദ്ര ചരിതം എല്ലാവർക്കും അറിയാമോ? അറിയത്തില്ലെങ്കിൽ പറയേണ്ടതാണ്. പക്ഷെ ഇനി പറഞ്ഞാൽ 10-15 മിനിറ്റ് എടുക്കും. അതിന്റെ ആവശ്യമുണ്ടോ?
അടിപൊളി എന്താ പറയാ, മനുഷ്യന്റെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നന്മ ബാക്കിയുണ്ട് വലിച്ചു പുറത്തുണ്ട്, നമ്മൾ അറിയാണ്ട് ദേവനായിപ്പോ. അത് സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത കുറെ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായി എന്താ കഥ, എന്താ പറഞ്ഞത്? ഹരിചന്ദ്രന്റെ കഥയാ പഠിപ്പിച്ചത്. എന്താ പറയാ, സത്യസന്ധനായ ഹരിചന്ദ്രൻ ചുടലയിലെത്തിയിട്ട് സത്യം പരിപാലിച്ച് ഉറച്ചു നിന്ന സത്യനിഷ്ഠനായ ഹരിചന്ദ്രന്റെ കഥ പഠിപ്പിച്ചിട്ടാ പറയുന്നത് 10 പാഠം പഠിപ്പിച്ച് 15 പറയണം. എങ്ങനെയുണ്ട്? അപ്പൊ മകൻ പിന്നെ ചോദിച്ചു, ഇതെന്താച്ചാ ഇങ്ങനെ എന്റെ മോനെ ഈ പറയും പോലെയൊക്കെ ചെയ്യാൻ പറ്റും? അന്ന് ഈ കുട്ടി പുസ്തകം എറിഞ്ഞു പോകുന്നതായിട്ട് ആ രംഗം കാണിക്കുന്നത്. ഇതാണ് നാടകം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, പിന്നെ എന്ത് വേണം? ജീവിതത്തിൽ അത് പകർത്തുക ചെയ്യണം. ഇപ്പൊ എന്താണ് സ്ഥിതി? ഹരിചന്ദ്രൻ പറയണോ അല്ലെ നിർത്തണോ? പ്രഭാകരജി അവർ കേൾക്കുന്നു, അങ്ങോട്ട് കേൾക്കുന്നില്ല. എന്തായി? നിർത്താം? ഇനി തുടരണോ? സമയത്രയും നിങ്ങളുടെ ബാച്ചുണ്ടോ? ബാച്ചുണ്ടോ? എന്താ ഹരിചന്ദ്രൻ പറഞ്ഞേക്കാം. റെഡിയാണോ? ആ സുഹൃത്തുക്കളെ, അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കാൻ പോവാണ്. റെഡിയല്ലേ? കർട്ടൻ താന്ന് കിടക്കാണ്. ഈ നാടകം കാണാൻ വേണ്ടിട്ട് ഒരു കുട്ടി പോകുന്നുണ്ട് കേട്ടോ. അതാരെന്നറിയാവോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പെട്ടെന്ന് തീർക്കാം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അറിയാലോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹത്തിന്റെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്, 2 ഗ്രന്ഥങ്ങളും 2 നാടകമൊക്കെയാണ് എന്നെ സ്വാധീനിച്ചത്. അതിലൊന്ന് ശ്രവണ പിതൃഭക്തിയാണ്. അത് തൽക്കാലം പറയാനല്ല. ശ്രവണകുമാരൻ ഏതാന്ന് വെച്ചാൽ നമ്മുടെ ശ്രീരാമന്റെ അച്ഛനുണ്ടല്ലോ, ദശരഥ മഹാരാജാവ് അബദ്ധത്തിൽ അമ്പയച്ച് മരിക്കപ്പെട്ട ഒരു കുട്ടിയില്ലേ, അതാണ് ശ്രവണൻ. മറ്റേത് ഹരിചന്ദ്ര ചരിതമാണ്. ഹരിചന്ദ്ര ചരിതം നാടകം കണ്ടതാണ് എന്റെ ജീവിതത്തിൽ ഈ പരിവർത്തനം ഉണ്ടാക്കിയതെന്ന് മഹാത്മാഗാന്ധി പുസ്തകത്തിൽ എഴുതിയതാണ് ഞാൻ പറയുന്നത്. എന്താ സംഭവിച്ചാൽ, ഒരു ബെല്ലടിച്ചു. ഈ നാടകം കാണാൻ വേണ്ടി ക്ഷേത്രമുറ്റത്ത് ഇതുപോലെ ധാരാളം ആളുകൾ സ്റ്റേജിന്റെ മുന്നിലിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന 12കാരനും മുന്നിൽ വന്നിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരു അനൗൺസ്മെന്റ് തുടങ്ങി, അടുത്ത ബെല്ലോട് കൂടി ഞങ്ങൾ നാടകം ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് ഹരിചന്ദ്രൻ. സൂര്യവംശ രാജാവായ ഹരിചന്ദ്ര മഹാരാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ലോകം മുഴുവൻ, ഈ 14 ലോകത്തും ഇപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഹരിചന്ദ്രൻ, ഹരിചന്ദ്രനെ പോലെ, ഹരിചന്ദ്രന്റെ രാജ്യം പോലെ. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹരിചന്ദ്ര മഹാരാജാവ് സത്യസന്ധനാണ്, ധർമ്മനിഷ്ഠനാണ്. രാജ്യമല്ല, ജീവൻ പോയാൽ പോലും വാക്ക് പാലിച്ചിരിക്കും, സത്യനിഷ്ഠയിൽ ഉറച്ചു നിന്നിരിക്കും. അങ്ങനെ സത്യസന്ധതയിൽ ലോകത്തിൽ മറ്റാർക്കും തുല്യനല്ലാത്ത വിധം അതുല്യനായി മാറിയത് കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഹരിചന്ദ്രനെ കുറിച്ചാണ്. അങ്ങനെ വന്നപ്പോ ദേവേന്ദ്രന്, ദേവലോകത്തിൽ നേരത്തെ പറഞ്ഞില്ലേ, ദേവേന്ദ്രന് ദേഷ്യം വന്നു. എല്ലാവർക്കും പറയാനുള്ള ഹരിചന്ദ്രൻ, ഹരിചന്ദ്രൻ, ഹരിചന്ദ്രൻ. ദേവേന്ദ്രനെ കുറിച്ചൊന്നും ആരും പറയുന്നില്ല. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒന്നും ഓർമ്മയുണ്ടോ? അതിനുശേഷം കളർ വന്നപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർക്കും വേണ്ടല്ലോ. അതുപോലെ ദേവേന്ദ്രൻ അസൂയ മൂത്തു. ദേവേന്ദ്രൻ പറഞ്ഞു, ഇത് ശരിയാവത്തില്ല. ഹരിചന്ദ്ര മഹാരാജാവിനെ സത്യം പാലിക്കാൻ, വാക്ക് പാലിക്കാൻ പറ്റാതെ തോൽപ്പിച്ചിട്ട് നമ്മുടെ കീർത്തി വീണ്ടെടുത്ത് തരണം. ആരുണ്ട് അവിടെ? അത് നമ്മൾ ചോരവിടെ. പലരും വന്നു, പല പണ്ഡിതന്മാരും വന്നു, പരിഹാരം ഉണ്ടാക്കാൻ മാർഗമില്ല. അവസാനം ഒരു മഹർഷി അവിടെ എത്തി. അദ്ദേഹത്തിന്റെ പേര് വിശ്വാമിത്ര മഹർഷിയാണ്. മഹർഷി പറഞ്ഞു, നാം ഒരു പരിഹാരം ഉണ്ടാക്കി തരാം. ഹരിചന്ദ്ര മഹാരാജാവിനെ ഒരു പരീക്ഷണം നടത്തി തോൽപ്പിച്ചിട്ട് അങ്ങയുടെ കീർത്തി നാം വീണ്ടെടുത്ത് തരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ നമസ്കാരം, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ബെല്ലടിച്ചു. കർട്ടൻ സാവധാനം ഉയർന്നു. ഈ നടക്കാൻ പോകുന്ന നാടക രംഗം വിശ്വാമിത്ര മഹർഷി ഹരിചന്ദ്ര മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നതാണ്. അത് വരുന്നത് ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിലാണ്. ഇതേ വേഷം മാറിയാണ് നമ്മുടെ വിശ്വാമിത്ര മഹർഷി വരുന്നത്. ഇനി ഇതാ കർട്ടൻ ഉയർന്നു. രാജാവ്, നമ്മുടെ പഴശ്ശിരാജാ സിനിമയിൽ മമ്മൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രംഗം മനസ്സ് വിചാരിക്കാം. അങ്ങനെ ആ തുണിയൊക്കെ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുക. രാജാവ് ഉലാത്തിയില്ലേ, രാജാവൂല, അറിയാലോ അല്ലേ? അങ്ങനെ ഉലാത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ദ്വാരപാലകൻ വന്നു. മഹാരാജാവിന് പ്രണാമം. ആരെവിടെ? അങ്ങയെ മുഖം കാണിക്കാൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു. അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ ആഗതനാക്കൂ. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ഉടൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം വന്നു. ബ്രാഹ്മണൻ വന്നു. മഹാരാജാവിന് പ്രണാമം. അങ്ങ് ഉപവിഷ്ടനായാലും എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ, ഇരിക്കാൻ പറഞ്ഞത്. അന്ന് രാജാവിന് അങ്ങനെ പറയാൻ പാടുള്ളൂ, അതുകൊണ്ടോ അവ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഇരുന്ന് കഴിഞ്ഞു. അപ്പൊ രാജാവ് ചോദിച്ചു, അങ്ങ് എന്തിനാണ് നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി വന്നത്? മഹാരാജൻ, നാം ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് സഹായമാണ് അങ്ങേക്ക് വേണ്ടത്? എന്റെ മകളുടെ വിവാഹത്തിനുള്ള സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓഹോ, മകളുടെ വിവാഹത്തിനുള്ള സഹായമാണ് അങ്ങേക്ക് വേണ്ടത്? ഒരു രാജാവിന് നിസ്സാര കാര്യമാണെന്ന് മനസ്സിൽ വിചാരിച്ചു. എങ്കിൽ അങ്ങ് പോയി മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ. എന്ത് ചോദിച്ചാലും നാം തരുമല്ലോ. എന്ത് ചോദിച്ചാലും തരുമോ? തീർച്ചയായിട്ടും. പറഞ്ഞത് ഹരിചന്ദ്ര മഹാരാജാവാണ്. നാം ജീവിച്ചിരിക്കുന്നെങ്കിൽ വാക്ക് പാലിച്ചിരിക്കും. അങ്ങ് ധൈര്യമായി പൊക്കോളൂ. എങ്കിൽ മഹാരാജാവിന് പ്രണാമം, അടിയൻ പോകുന്നു. അദ്ദേഹം പോയി. കർട്ടൻ വീണു. വീണ്ടും കർട്ടൻ ഉയർന്നു. 2 മാസം കഴിഞ്ഞുള്ള അടുത്ത രംഗമാണ്. ഇതേപോലെയുള്ള രംഗം ആവർത്തിച്ച് ദ്വാരപാലകൻ വരുന്നു. ആ ഉപേക്ഷനാകാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ ബ്രാഹ്മണൻ വീണ്ടും വന്നു. അപ്പൊ രാജാവ് ചോദിച്ചു, അങ്ങ് എന്താണ് നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി വീണ്ടും എത്തിയത്? മഹാരാജൻ, നമ്മുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് തരാമെന്ന് പറഞ്ഞത്. എന്താണ് അങ്ങേക്ക് വേണ്ടത്?
എന്ത് ചോദിച്ചാലും തരുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? ഓ തീർച്ചയായിട്ടും ചോദിച്ചോളൂ, എന്ത് ചോദിച്ചാലും നാം തന്നിരിക്കും പറയുന്നത് ഹരിശ്ചന്ദ്ര മഹാരാജാവാണ്. അപ്പോൾ ഈ സാധു ബ്രാഹ്മണന്റെ സാധുഭാവം മാറി. അദ്ദേഹം മെല്ലെ എഴുന്നേറ്റു, സടകുടഞ്ഞ് എഴുന്നേക്കാന്ന് പറയില്ലേ, വാമനമൂർത്തി നമ്മൾക്ക് ഓർമ്മയില്ലേ മഹാബലിയുടെ അടുത്ത്? അതുപോലെ ഭാവം മാറി ഉണർന്നങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, മഹാരാജൻ, അങ്ങയുടെ രാജ്യം മുഴുവൻ ചെങ്കോലും കിരീടവും സിംഹാസനം അടക്കമുള്ള സകല സ്വത്തുക്കളും നമുക്കിപ്പോൾ കിട്ടണം. രാജാവ് ഞെട്ടിപ്പോയി. അപ്പോഴാ മനസ്സിലാകുന്നത് ചതിയാൻ. രാജാവ് നിന്ന് വിറയ്ക്കാണ്, വേർക്കാണ്. ഇത് കണ്ടപ്പോ തന്നെ ഈ വൃദ്ധബ്രാഹ്മണൻ അഥവാ വിശ്വാമിത്ര മഹർഷി മനസ്സിൽ തിരിച്ചു സന്തോഷായി, തരൂലല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ രാജാവിന് സ്ഥലകാലബോധം വീണ്ടും കിട്ടുന്നതിന് മുമ്പ് ആ ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങ് തരില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു, വേണ്ട നാം പൊക്കോളാം. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ് സ്ഥലം വിടുക. എന്തിനാ സ്ഥലം വിടുന്നത്? സ്ഥലം വിട്ടാൽ രാജാവ് വാക്ക് പാലിച്ചില്ല, രാജാവിന്റെ കീർത്തി പോയി, വിശ്വാമിത്രൻ ജയിക്കും. പക്ഷേ അയാൾ പോകുന്നതിന് മുമ്പ് തന്നെ രാജാവിന് പെട്ടെന്ന് ഓർമ്മ വന്നു. അദ്ദേഹം പറഞ്ഞു, അരുത്, പോകരുത്. ഇതാ നമ്മുടെ സകല സ്വത്തുക്കളും, ചെങ്കോലും കിരീടവും സിംഹാസനം അടക്കമുള്ള സകല സ്വത്തുക്കളും ഇതാ അങ്ങേക്ക് നാം ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ ആ ബ്രാഹ്മണൻ മെല്ലെ ഒന്ന് ചിരിച്ചു. എന്താണ് അങ്ങ് അങ്ങനെ ചിരിക്കാൻ കാരണം? എന്ത് പറ്റിയെന്ന് അങ്ങയ്ക്കറിയില്ലേ? ഇത് ഭാരതമാണ്. ഈ ഭാരതത്തിൽ ഒരു ദാനം നിർവഹിക്കണമെങ്കിൽ അതിനു മുമ്പ് ദക്ഷിണ വെക്കണം. അങ്ങ് ദക്ഷിണ വെച്ചോ? അങ്ങ് സകലതും നമുക്ക് തന്നില്ലേ? ഇനി ദക്ഷിണ വെക്കാൻ അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? 14 ഭാരം ഒരു അളവ് പറയുന്നുണ്ട്. ആ വലിയ അളവിലുള്ള സ്വർണമാണ് ദക്ഷിണ വെക്കേണ്ടത്. ഇനി ഒന്നും കയ്യിലില്ല, മൊത്തം തന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ നൽകിയത് ദാനമല്ല. വിവാഹമാണെങ്കിൽ നമുക്കൊരു സങ്കല്പമില്ല, താലി കെട്ടുക എന്നത് ഓരോന്നിനും ഓരോ ചടങ്ങുണ്ടല്ലോ, ഇല്ലേ? കെട്ടുമുറുക്കാണ് ദക്ഷിണ വെക്കാക്കല്. അപ്പൊ ദക്ഷിണ വെച്ചിട്ടില്ലാത്തത് നിങ്ങൾ നൽകിയത് ദാനമല്ല. ഇനി ദാനമായി നൽകാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നൽകിയത് ദാനമല്ലാത്തത് കൊണ്ട് മഹാരാജാവേ, ഇത്രയും കാലമായി നിങ്ങൾ കെട്ടിപ്പൊക്കിയ നിങ്ങളുടെ സകലമാന കീർത്തികളും ഇതാ ഇവിടെ അസ്തമിക്കാൻ പോകുക. അരുത്, അങ്ങനെ പറയരുത്. നമുക്ക് 1 മാസത്തെ അവധി തരണം. 1 മാസത്തെ അവധി തന്നാൽ നാം ദക്ഷിണ വെച്ചോളാം. 1 മാസമല്ല, 1 വർഷം കൊടുത്താലും ഇത്രയേറെ സ്വർണം ഉണ്ടാക്കി ഇനി ഈ രാജാവിന് ദക്ഷിണ വെക്കാൻ സാധ്യമല്ലെന്ന് തിരിച്ചറിയുന്ന ആ ബ്രാഹ്മണൻ അഥവാ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ശരി, താങ്കൾക്ക് നാം 1 മാസം അനുവദിച്ചിരിക്കുന്നു. ആ 1 മാസം കഴിയുമ്പോൾ നാം വരുമെന്ന്. ദക്ഷിണ തന്നിട്ടില്ലെങ്കിൽ അങ്ങയുടെ സകലമാന കീർത്തിയും അതോടെ അസ്തമിച്ചിരിക്കും. നാം സമ്മതിച്ചിരിക്കുന്നു. ആ ബ്രാഹ്മണൻ പോയി വിവരം കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിൽ അറിഞ്ഞു. അന്തഃപുരത്തിൽ അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ചന്ദ്രമതി അതാ പാഞ്ഞു വരികയാണ് രാജസദസ്സിലേക്ക്. അവർ ഓടിയെത്തി. മഹാരാജൻ, അങ്ങക്ക് എന്ത് പറ്റി? അങ്ങ് എന്താണ് ഇങ്ങനെ വേർക്കുന്നത്, വേവലാതിപ്പെടുന്നത്? ഭവതി അറിഞ്ഞില്ലേ നമ്മുടെ അവസ്ഥ? നമുക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് വാക്ക് പാലിക്കുക എന്നുള്ളത് ജീവനേക്കാൾ പ്രധാനമാണ്. അതിന് സാധിച്ചില്ല, അതാണ് നമ്മുടെ സങ്കടം. എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ ദേവി പറഞ്ഞു, ചന്ദ്രമതി പറഞ്ഞു, അതിന് അങ്ങ് ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. അങ്ങ് വേവലാതിപ്പെടാതെ, വിഷമിക്കാതെ എന്തെങ്കിലും ഒരു വഴി പറയാൻ ഭവതിക്ക് സാധിക്കുമോ? നാം ആലോചിച്ചു. ഒടുവിൽ പറഞ്ഞു, മഹാരാജൻ, അങ്ങയ്ക്ക് ദക്ഷിണ വെക്കാൻ വേണ്ടി ഒരു വഴി നാം പറയാം. അങ്ങയ്ക്ക് മറ്റെന്തിനേക്കാളും വലുത്, ജീവനേക്കാളും വലുത് വാക്കാണ്, സത്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നാം പറയുന്ന വഴി അരുതെന്ന് പറയരുത്, അതിനെ നിഷേധിക്കരുത്. ഞാൻ പറയും, ദേവി പറയൂ. അവർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമ്മയും മകനെയും കൊണ്ടുപോയി വിൽക്കണം. ലോഹിതാശൻ എന്ന് പറഞ്ഞൊരു മകനുണ്ട്, 12കാരൻ. നമ്മയും മകനെയും കൊണ്ടുപോയി വിറ്റിട്ട് ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞു. ഒന്ന് മനുഷ്യനെ വിറ്റാൽ അടിമക്കച്ചവടമുള്ള കാലമായത് കൊണ്ട് മനുഷ്യനെ വിറ്റാൽ പൈസ കിട്ടും, അതുകൊണ്ട് കൊണ്ട് വിൽക്കാൻ പറഞ്ഞു. ആ രാജാവ് ഒരുപാട് ആലോചിച്ചു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ, സ്നേഹസമ്പന്നനായ പുത്രൻ, ഇവരെ എങ്ങനെ വിൽക്കും? പക്ഷേ സത്യമാണ് വലുത്, അതിനപ്പുറം മറ്റൊന്നുമില്ലാത്ത മഹാരാജൻ മനസ്സോടെ 2 പേരെയും കൂട്ടി കാശി പട്ടണത്തിലെത്തി. ഈ മാർക്കറ്റ് സൈഡിൽ പോയി വിളിച്ചു പറഞ്ഞത്, ആ 2 പേരെയും നാം വിൽക്കുകയാണ്. അങ്ങനെ പലരും വന്ന് നോക്കി. ഒടുവിൽ ഒരു ബ്രാഹ്മണൻ വന്നു, വില പറഞ്ഞു. ഇദ്ദേഹത്തിന് ബോധ്യമായി, വിറ്റു. പക്ഷെ ഈ പണം ദക്ഷിണ കൊടുക്കാൻ തികഞ്ഞില്ല. ചന്ദ്രമതിയെയും മകനെയും ആ ബ്രാഹ്മണൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അടുക്കളപ്പണിക്കാണ് കൊണ്ടുപോകുന്നത്. അടുക്കളപ്പണിക്ക് പോകുന്ന ചന്ദ്രമതിയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും പൊടിഞ്ഞിട്ടില്ല. തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ നടന്നു പോവുകയാണ്. ഭാര്യാധർമ്മം നിറവേറ്റാൻ കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യത്തോടെ നടന്നു പോകുന്ന ആരാന്നറിയാമോ? 14 ലോകങ്ങളും പ്രശസ്തി നേടിയ രാജ്യത്തിന്റെ പട്ടമഹിഷി. നിരവധി തോഴിമാർ വട്ടത്തിൽ നിന്ന് വെഞ്ചാമരത്തിൽ പനിനീർ മുക്കി വീശി ഉറക്കിയിരുന്ന രാജകീയ സൗഭാഗ്യങ്ങളുടെ നടുവിൽ നിന്ന് ഭാര്യാധർമ്മം നിറവേറ്റാൻ വേണ്ടി ഇങ്ങനെ അടുക്കളപ്പണിക്ക് പോകുന്ന അതിമനോഹരവും ഉത്കൃഷ്ടവുമായ മാതൃകയുള്ളതിന്റെ പേരാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ലോകത്തിന് മാതൃക. അങ്ങനെ അവർ നടന്നു പോവുകയാണ്. പിന്നീട് എന്ത് ചെയ്തു? രാജാവിന് പണം തികയാത്തവൻ വിളിച്ചു പറഞ്ഞതാ, നാം നമ്മെ വിൽക്കുകയാണ്. ഒടുവിൽ ഒരു രാജാവ് വന്നു, ഇദ്ദേഹത്തെയും വാങ്ങി. പണം ബോധ്യം തികഞ്ഞു. ആളെ വിളിച്ചു വരുത്തി, ദക്ഷിണ കൊടുത്തു. മഹാരാജൻ സത്യം ജയിച്ചു. പക്ഷെ രാജ്യം പോയി, ഭാര്യ നഷ്ടപ്പെട്ടു, മകൻ നഷ്ടപ്പെട്ടു, സ്വയം ഒരാൾക്ക് അടിമയായി. കൊണ്ടുപോയത്, ഇപ്പൊ ഇദ്ദേഹത്തെ വിലക്കെടുത്തയാൾ കൊണ്ടുപോയത് ചുടലയ്ക്ക് കാവൽ നിൽക്കാനാണ്.
ചുടലയുടെ കാവലേൽപ്പിച്ചു ഹരിചന്ദ്രനെ. ഹരിചന്ദ്രൻ ആ ജോലി സന്തോഷത്തോടെ ഏറ്റെടുത്തു. പക്ഷെ ചുടലയിലും സത്യവാദി ഹരിചന്ദ്രൻ ഈ 14 ലോകവും ആരാധ്യനായി നിൽക്കുകയാണ് സത്യത്തിന്റെ ഉയർച്ചയിൽ. അങ്ങനെ അദ്ദേഹം അവിടെ പോയി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പണി എന്ന് പറയാം, അന്ന് 25 പൈസ വിചാരിക്കുക ഓരോ സംസ്കാരത്തിനും വരുമ്പോൾ കെട്ടിവെക്കേണ്ടത്. ഒരു ശവസംസ്കാരത്തിന് വരുമ്പോൾ ആ വീട്ടുകാർ കൊടുക്കണം 25 പൈസ. അന്ന് തൊട്ട് കൃത്യമായി ആ പൈസ ചുടലയുടെ ഉടമയ്ക്ക് കിട്ടി. കാരണം ഒരു പൈസ കള്ളത്തരമില്ല. എന്നിട്ട് ഇദ്ദേഹം ചെയ്യുന്നു, അവിടെ ചിതയൊരുക്കാൻ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുത്ത് അതെല്ലാം റെഡിയാക്കി കൊടുക്കുന്ന പണിയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ കാവൽ നിൽക്കുകയാണ്. അങ്ങനെ കാർത്തികൻ പറയുന്ന പോലെ വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. തിക്കുറിശി സുകുമാരൻ നായർ ഇത് മനോഹരമായിട്ട് ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ എന്ന് പറയുന്ന പാട്ടിലൂടെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം അവിടെ നിന്നു. അദ്ദേഹം വെയിലും മഴയും മഞ്ഞുമെല്ലാം കൊണ്ട് താടിയും മുടിയും നീണ്ട് എല്ലും തോലുമായി കണ്ണുകൾ കുഴിഞ്ഞ് ആര് കണ്ടാലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കോലം കെട്ടുപോയി. രാജ്ഞി അതുപോലെ തന്നെ അടുപ്പിൽ വിറകെല്ലാം വെച്ച് ഊതി കത്തിച്ച് പാത്രങ്ങൾ കഴുകി പണിയെടുത്ത് അവരെല്ലും തോലുമായി ആര് കണ്ടാലും തിരിച്ചറിയാത്ത വിധത്തിൽ അവരുമാകെ മാറിപ്പോയി. പക്ഷേ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കാൻ വീണ്ടും വിശ്വാമിത്ര മഹർഷിയെ നമ്മുടെ ദേവേന്ദ്രൻ വിളിച്ചു വരുത്തി. അങ്ങല്ലേ പറഞ്ഞത് ഹരിചന്ദ്രനെ തോൽപ്പിക്കാമെന്ന്? തോറ്റിട്ടില്ലല്ലോ. അദ്ദേഹം ഇപ്പം ചുടലയിലായിട്ടും സത്യവാനായി നിൽക്കുകയാണ്. കീർത്തി അങ്ങേക്കാണ്. നിങ്ങൾ പറ്റാത്ത പണി നിൽക്കണമായിരുന്നു വെച്ചു. ഞാൻ ഒരു പരീക്ഷണം കൂടി നടത്തി, ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അടുത്ത പരീക്ഷണം നടക്കുന്ന രംഗമാണ് ഇനി കാണാൻ പോകുന്നത്. വൈകുന്നേരം 5 മണിയോടുകൂടി അമ്മയും മകൻ ലോകിദാസനും ഈ പറയുന്ന ചന്ദ്രമതിയും കൂടി വിറക് പെറുക്കി നടക്കുകയാണ്. അങ്ങനെ പെറുക്കി നടക്കുന്നതിനിടയിൽ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ മകനെ കാണുന്നില്ല. എന്റെ കുട്ടിയെ കണ്ടോ? മോനെ ലോഹയെ, എന്റെ മുഖൻ എവിടെ? എന്റെ കുഞ്ഞെവിടെ? അവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. മോനെ എന്റെ കുഞ്ഞെ, മോനെ ലോഹയെ, എന്റെ കുട്ടിയുടെ, അയ്യോ എന്റെ കുട്ടിയുടെ അതാ കിടക്കുന്നു. ഓടിച്ചു നോക്കിയാ കുറ്റിക്കാട്ടി കിടക്കാണ്. പാമ്പ് കടിയേറ്റ് മരിച്ചു കിടക്കാം, നീല നിറമായിട്ട്. ആമ പൊട്ടിക്കരഞ്ഞു പോയി. ഭഗവാനെ, നീ എനിക്ക് അവരെ പോലും ബാക്കി വെച്ചില്ലല്ലോ ഈശ്വര, ഇതെന്തൊരു വിധിയാണ്. ആ മകനെ എടുത്ത് വടിയിൽ കിടത്തി ഒരുപാട് കരഞ്ഞു. ഒടുവിൽ ഒരു ഏകദേശം ആർക്കൊരു സമാധാനമായപ്പോ കുട്ടി എടുത്ത് നേരെ വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിലെത്തിയ വേലയ്ക്ക് നിൽക്കുന്ന ബ്രാഹ്മണനോട് പറഞ്ഞു, എനിക്കൊരു 25 വയസ്സ് വേണം. എന്തിനാണ്? എന്റെ കുട്ടി മരിച്ചുപോയി, അതിനെ ദഹിപ്പിക്കാൻ ചുടലെ കൊടുക്കണം. നീ ഇവിടെ പണം ഏൽപ്പിച്ചിട്ടുണ്ട്, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു. നിഷ്കരണം ആട്ടി പുറത്താക്കി. അവർ പിന്നെ ആ ചുടലയിലേക്ക് മെല്ലെ നടന്ന് വിറച്ചെന്ന് പിന്നിൽ കൊണ്ടുപോയി കിടത്തി. ചോദിച്ച് അനുവാദം വാങ്ങാൻ പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ പിന്നിൽ കിടത്തിയിട്ട് നേരത്തെ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതയിൽ നിന്ന് തീക്കോണി എടുത്ത് ചിതയൊരുക്കാൻ തുടങ്ങിയ ശബ്ദം കേട്ടു. കാവൽക്കാരൻ, ആരവിടെ? നമ്മുടെ അനുവാദമില്ലാതെ ചുടലയിൽ പ്രവേശിച്ചത് ആരാന്ന്? അവർ ഞെട്ടിപ്പോയി. കൈകൾ കൂപ്പി വിറച്ച് മുന്നോട്ട് എന്നിട്ട് പറഞ്ഞാൽ ഒരു സാധു സ്ത്രീയാണ്. ഒരു സാധു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ചുടലയിൽ പ്രവേശിച്ചത്? എന്റെ കുഞ്ഞ് മരിച്ചുപോയി, ആ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കണമെങ്കിൽ എന്റെ അനുവാദം വാങ്ങണ്ടേ? ഇവിടെ ഫീസ് കെട്ടിവെക്കണ്ടേ? എന്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ല, ഞാനൊരു അബലയാണ്, ഒരു പണവുമില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. എങ്കിൽ സാധ്യമല്ല, ഇവിടെ ഫീസ് കെട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ പറയരുത്. ഒരു നിവൃത്തിയില്ലാത്തൊരമ്മയാണ് ഞാൻ. എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ അനുവദിച്ചേ മതിയാകൂ. സാധ്യമല്ല. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എന്നെ ഈ ജോലി ഏൽപ്പിച്ച രാജാവിനോട് കള്ളം പറയാൻ സാധ്യമല്ല. ഇന്ന് 10 ശവദാഹങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 9 എന്ന് പറയണ്ടേ? ഒന്ന് മറച്ചു വെച്ചിട്ട് കള്ളം പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് സാക്ഷ്യം പിടിച്ചു നിൽക്കുന്ന കാവൽക്കാരന് മുമ്പിൽ ആ അമ്മ പൊട്ടിക്കരഞ്ഞുപോയി. എൻ ജീവിതാശയുടെ അന്തിമവായു വീശി കത്തിച്ചതാണു ചിതയൻ മകനെ ചുടാനായി. രക്ഷിക്കണം, കരുണ ചെയ്തൊരു വസ്തു അങ്ങേക്കർപ്പിക്കുവതിന് എന്നുടെ കയ്യിലില്ല. എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസമൂതി കത്തിച്ചതാണ് ചിത. എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ അങ്ങ് അനുവദിച്ചേ മതിയാകൂ എന്ന് പൊട്ടിക്കരഞ്ഞു നിൽക്കുകയാണ് ആ മാതാവ്. ആ രാജാവും കാവൽക്കാരൻ ദയനീയമായി സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഇങ്ങോട്ട് അഴിച്ചു തന്നോളൂ. എന്താ? എന്റെ താലിയോ? അങ്ങ് ആരാണ്? എന്തേ താലി ചോദിക്കുമ്പോ ആരാണെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയ എന്റെ ഭർത്താവിനല്ലാതെ മറ്റാർക്കും എന്റെ താലി കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങ് ആരാണ്? നീ ചന്ദ്രമതിയാണോ? അതെ, ഞാൻ നിന്റെ ഹരിചന്ദ്രനല്ലേ? അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞ് സന്തോഷാശ്രുക്കൾ പൊഴിച്ച് ആലിംഗനബദ്ധരായി നിൽക്കുകയാണ്. തത്സമയം സ്റ്റേജിൽ ഈശ്വരൻ അവതരിച്ചു. ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആ മകന് പുനർജന്മം നൽകി, രാജ്യവും സകല സ്വത്തുക്കളും തിരിച്ചു നൽകി
ഒരനുഗ്രഹം കൊടുത്തു. ഹരിചന്ദ്ര, നിന്റെ നാമം ആചന്ദ്രതാരം നിലനിൽക്കും. എന്താ കാരണം? 14 ലോകം പ്രശസ്തി നേടിയ രാജ്യം നഷ്ടപ്പെട്ടപ്പോഴും, ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയും പ്രിയങ്കരനായ മകനെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും, ഏറ്റവും കൂടുതൽ സാധു സ്ത്രീയുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ 25 പൈസയ്ക്ക് പോലും വിട്ടുവീഴ്ചയില്ലാതെ ചുടലയിൽ പോലും സത്യസന്ധതയിൽ ഉറച്ചു നിന്ന ഹരിചന്ദ്രന്റെ സത്യസന്ധതയ്ക്ക് മുമ്പിൽ സകല പരീക്ഷണങ്ങളും അമ്പേ പരാജയപ്പെട്ടു. അങ്ങനെ അവിടെ വെച്ച് ഹരിചന്ദ്രന് കൊടുത്ത അനുഗ്രഹം കേട്ടായിരുന്നോ? ആചന്ദ്രതാരം, നിന്റെ നാമം നിലനിൽക്കും. ഈ പ്രപഞ്ചമുള്ളിടത്തോളം, മനുഷ്യരുള്ളിടത്തോളം ഹരിചന്ദ്ര, നിന്നെ ആരും മറക്കില്ലെന്ന് അനുഗ്രഹം കൊടുത്ത് ദൈവം മറയുന്നു. കർട്ടൻ വീഴുന്നു. ഈ സമയം കാണികളുടെ മുഴുവൻ കണ്ണുകൾ ഇന്ന് പലവട്ടം കണ്ണുനീർ വീണു. കൂട്ടത്തിൽ നമ്മൾ മുന്നിലിരുത്തിയ കുട്ടികളുണ്ട്. മോഹൻദാസ് കരംചന്ദ് എന്ന 12കാരൻ. ആ 12കാരന്റെ കണ്ണിൽ നിന്നും പലവട്ടം കണ്ണുനീർത്തുള്ളികൾ വീണു. അത് മാത്രമല്ല സംഭവിച്ചത്, തൊട്ടിമേൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പരിസരത്തിരിക്കുന്ന, സന്നിധിയിലിരിക്കുന്ന ഭക്തജനങ്ങളെ വേറൊന്നുകൂടി സംഭവിച്ച 2.5 മണിക്കൂർ കൊണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു. ഇനി എന്റെ ജീവിതത്തിൽ എത്ര കാലം ബാക്കിയുണ്ടോ, ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും സത്യം വിട്ട് എനിക്കൊരു ജീവിതമില്ല. സത്യവും ധർമ്മവും ഇനി ഞാൻ എന്റെ ജീവിതാവസാനം വരെ മുറുകെ പിടിക്കുമെന്നും, ആ മുറുകെ പിടിച്ചത് കയ്യിൽ നിന്ന് ചോർന്നു പോകാതെ 1948 ജനുവരി 30 അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയക്കുന്നത് വരെ അത് സൂക്ഷിച്ചത് കൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ 12കാരനെയും 10കാരനെയും ഒക്കെ പോലെ സാധാരണ കുട്ടിയായി നടന്ന കുട്ടി ലോകത്തിന്റെ മഹാത്മാവായി മാറി. ശരിയാണോ? ഇത് എവിടെ നിന്നായി കഥ ഞാൻ പറഞ്ഞതറിയാമോ? ആ കഥ നമ്മുടെ പുരാണത്തിലാണ്. സ്കന്ദപുരാണം എന്ന അതിന്റെ ഓർമ്മ 50 അധ്യായങ്ങൾ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഹരിചന്ദ്രന് മാത്രം. എന്താണെന്നറിയാമോ? വേദങ്ങളാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? ആ വേദങ്ങൾ ചുരുക്കിയുള്ളതിന്റെ വിശദീകരണമാണ് പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എല്ലാം. അതിൽ ഏറ്റവും പ്രധാനമാണ് സത്യമേവ ജയതേ, സത്യം വദ. അത് തത്വമല്ലേ? അത് നമ്മുടെ സനാതന ധർമ്മം. അത് ഇപ്പൊ തർക്കം നടക്കുന്ന സാധനം. ആ സനാതന സത്യം മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഋഷീശ്വരന്മാർ ഇങ്ങനെ കഥയായി നമുക്ക് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എനിക്കൊന്ന് മനസ്സിലായി. ഇതേപോലുള്ള നല്ല കഥകൾ നമ്മൾ മക്കൾക്ക് കൊടുത്താൽ വീട് നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗമായി മാറും. അപ്പൊ നമ്മളിങ്ങനെ സപ്രപഞ്ചക്കട്ടിൽ ഇരുന്ന് ആടേണ്ടി വരും, അല്ലെങ്കിൽ വൃദ്ധസാനത്തിൽ ഇരുന്ന് ആടേണ്ടി വരും. ഇതിലേതാ വേണ്ടത് തീരുമാനിച്ചോളി. സമ്മതിച്ചോ? അല്ല, നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്താൽ മാറാത്ത എന്റെ അനുഭവം അങ്ങനെ തന്നെ. എത്രയോ മക്കൾക്ക് എനിക്ക് അനുഭവമുണ്ട്. നല്ല കുഴപ്പക്കാരെ അടുത്ത് വിളിച്ച് ഹൃദയത്തിൽ തൊട്ട് വർത്താനം പറഞ്ഞാൽ മാറും. സത്യം. എടാ, ഞാൻ ഉദാഹരണം പിന്നെ പറയുന്നത്, മൊത്തത്തിൽ പറയുന്നില്ല. അപ്പൊ എന്റെ മുഖച്ചായി തോന്നില്ല. ഇനി ഞാൻ പറയില്ല കേട്ടോ, നിർത്തിക്കോട്ടെ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വീണ്ടും വിളിച്ചാൽ മതി, കൂടാ. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും നേരം സത്യം പറഞ്ഞാണല്ലോ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ ആയിട്ടാ ഒരുപാട് പേര്. പിന്നെ കുറച്ച് ബാക്കി പിന്നെ വന്നവർക്ക് ഉണ്ട്. എന്നായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംവാദം പോലെ പറഞ്ഞ് നമ്മളെല്ലാവരും ചേർന്ന് സമയം പോയത് അറിയാതെ ഇരുന്നില്ലേ? അത് തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എല്ലാം ഭഗവാൻ അനുഗ്രഹം കൊണ്ടാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടിമേലുള്ള ഭക്തജനങ്ങൾ പറഞ്ഞ് എനിക്ക് നേരത്തെ അറിയാം. ഒരുപാട് നന്മയുള്ള മനുഷ്യർ താമസിക്കുന്ന ഒരു ഇടമാണ് നെല്ലിക്കാപ്പറമ്പ് പ്രദേശം. പണ്ട് തന്നെ ശബരിമലയ്ക്ക് പോകുന്നവർക്ക് കമാനങ്ങൾ കെട്ടി സ്വാഗതമാവുകയും കെട്ടുനിറയ്ക്കാൻ നെയ്തേങ്ങ കൊടുക്കുന്ന മുസ്ലിങ്ങളുള്ള നാടാണ്. അതുപോലെ അവർ ഹജ്ജിന് പോകുമ്പോഴും അവരുടെ നോമ്പ് തുറയ്ക്കൊക്കെ സാഹോദര്യം പങ്കുവെക്കുന്ന നമ്മുടെ ഇവിടുത്തെ ചില നേതാക്കന്മാരുടെ പേര് പറയണമെന്ന് പറയുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം നെല്ലിക്കാപ്പറമ്പിൽ വരുന്നത് ഈ സാഹോദര്യ പരിപാടി കാണാനാണ്. ഈ ശബരിമലക്കാരെ യാത്ര അയക്കുന്നതും അതുപോലെ നോമ്പ് തുറ പോലുള്ള പരിപാടിക്കൊക്കെ വരും. അപ്പൊ നന്മ നിറഞ്ഞവരെ ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കുമോ? നമ്മൾ കണ്ടുപിടിച്ചത് തന്നെ അതല്ലേ? നല്ല മനസ്സുള്ളവരുടെ കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. അപ്പൊ ആ ഭഗവാൻ അനുഗ്രഹമുള്ള മനുഷ്യരാണ് നമ്മൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ എന്ത് ചെയ്യണം? അത് നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ തന്നെ അതിനെ തരണം ചെയ്യണം. അതല്ലേ ശ്രീരാമൻ ഒരുപാട് സങ്കടം അനുഭവിച്ചതല്ലേ? കൃഷ്ണ ഭഗവാനോ ജയിലിലല്ലേ ജനിച്ചത് തന്നെ? അപ്പൊ ഭഗവാൻ എന്താ കാണിച്ചത്? സങ്കടങ്ങളൊക്കെ ഈ തരത്തിൽ ജീവിതത്തിൽ ഈ വന്നുകൊണ്ടിരിക്കും, മാറി മാറി വരും. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി ഈശ്വരനെ അർപ്പിച്ച് നല്ല മനുഷ്യരായി ജീവിക്കുക. എല്ലാ നന്മയും നമുക്കുണ്ടാവും. അങ്ങനെയല്ലേ അമ്മേ? നിർത്തിക്കോട്ടെ. ഈ 2-3 അമ്മമാരാണ് എനിക്ക് എല്ലാ പ്രോത്സാഹനവും തന്നത്, എന്നെ പോലെ തന്നെ ചെറുപ്പക്കാരൻ അല്ലെ? ആ നിങ്ങളോട് പ്രത്യേകം നന്ദി. ഏതായിരുന്നാലും ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാ ഭക്തജനങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് നിർത്തുന്നു. നന്ദി പറയാൻ വന്നതായി ഇരിക്കട്ടെ. നമ്മുടെ മുരളി മാഷ് നമുക്ക് അഭിരുചിയല്ല. എല്ലാ വർഷവും നമുക്ക് വിളിച്ചാൽ ഏത് സമയത്താണോ വരേണ്ടത് ആ സമയത്ത് കൃത്യസമയത്ത് എത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. തിരക്കിനിടയിലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നമ്മൾക്ക് എല്ലാവർക്കും